നമസ്തേ, പുത്തൻ പുലരിയിലേക്ക് എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും സ്വാഗതം. ഞാൻ രോഹിണി മഹേഷ്, ഒപ്പം ഞാൻ അനു സൂരജ്. നമുക്കിനി പ്രധാന തലക്കെട്ടുകളിലേക്ക് തന്നെ ആദ്യമേ പോകാം. ദക്ഷിണ കൊറിയയിലെ വിമാനാപകടത്തിൽ 23 മരണം. അപകടം വിമാനത്താവളത്തിൽ റൺവേയിൽ നിന്നും തെന്നിമാറിയ വിമാനം തൊട്ടടുത്ത മതിലിൽ ഇടിച്ച അപകടം. വിമാനത്തിൽ ഉണ്ടായിരുന്നത് 175 യാത്രക്കാർ. മാസപ്പടി കേസിൽ പ്രാഥമിക റിപ്പോർട്ട് തയ്യാറാക്കാൻ ഇഡി. CMRL എക്സാലോജിക് സാമ്പത്തിക ഇടപാടുകൾ സംബന്ധിച്ച ഡിജിറ്റൽ രേഖകളുടെ പരിശോധന പൂർത്തിയായി. അടുത്ത 3 മാസത്തെ ചെലവുകൾക്കായി സംസ്ഥാന സർക്കാർ 7000 കോടി രൂപ കടമെടുക്കുന്നു. സംസ്ഥാനം കടപ്പരിധി വർദ്ധിപ്പിക്കുന്നത് KSEBയുടെ ബാധ്യത ഏറ്റെടുത്ത്. അഞ്ചു വർഷത്തെ കാലാവധി പൂർത്തിയാക്കി കേരള ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ ഇന്ന് മടങ്ങും. ബീഹാറിലേക്ക് യാത്രയാകുന്നത് സംസ്ഥാന സർക്കാരിന്റെ സ്വജനപക്ഷപാതത്തിലും കെടുകാര്യസ്ഥതയിലും കലഹിച്ച ഗവർണർ. ക്ഷേമ പെൻഷൻ തട്ടിപ്പുകാരെ സംരക്ഷിച്ച സർക്കാർ. അനർഹമായി പെൻഷൻ കൈപ്പറ്റിയ ജീവനക്കാരുടെ പേര് വിവരങ്ങൾ പുറത്തുവിടാനാകില്ലെന്ന് വിവരാവകാശ മറുപടി. വിശദമായ വാർത്തകളിലേക്ക് പോകാം. രാവിലെ തന്നെ ഒരല്പം ദുഃഖകരമായ വാർത്ത തന്നെയാണ്. നമുക്കറിയാം, അടിക്കടി ഉണ്ടാകുന്ന വിമാന അപകടങ്ങൾ. അസർബൈജാനിലുണ്ടായ വിമാന അപകടത്തിന്റെ ഞെട്ടൽ മാറുന്നതിന് മുൻപ് തന്നെയാണ് ഇപ്പോൾ ഏറ്റവും ഒടുവിലായി ദക്ഷിണ കൊറിയയിൽ വിമാന അപകടം നടന്നിരിക്കുന്നു. 23 മരണമാണ് നിലവിൽ സ്ഥിരീകരിച്ചിരിക്കുന്നത്. മുവാൻ വിമാനത്താവളത്തിലാണ് അപകടം. റൺവേയിൽ നിന്നും തെന്നിമാറിയ വിമാനം തൊട്ടടുത്ത മതിലിൽ ഇടിക്കുകയായിരുന്നു. 175 യാത്രക്കാർ വിമാനത്തിൽ ഉണ്ടായിരുന്നു. ഐസൻ ജോസ് ചേരുന്നു. ഐസൻ, പറയൂ. ദക്ഷിണ കൊറിയയിൽ വിമാന അപകടം, 23 മരണം സ്ഥിരീകരിച്ചു. റൺവേയിൽ നിന്നും തെന്നിമാറിയ വിമാനം തൊട്ടടുത്ത മതിലിൽ ഇടിക്കുകയായിരുന്നു. 175 യാത്രക്കാർ വിമാനത്തിൽ ഉണ്ടായിരുന്നു. 23 മരണമാണ് നിലവിൽ സ്ഥിരീകരിച്ചിരിക്കുന്നത്. കൂടുതൽ വിശദാംശങ്ങൾ വരുന്ന മണിക്കൂറുകളിൽ മാത്രമേ വ്യക്തമാകുകയുള്ളൂ. ഐസൻ ജോസ് ചേരുന്നു. ഐസൻ, കേൾക്കാൻ കഴിയുന്നുണ്ടോ? തീർച്ചയായും ഐസൻ, പറയൂ വിശദാംശങ്ങൾ. രോഹിണി, ഇപ്പോൾ നമുക്ക് ലഭ്യമാകുന്ന വിവരങ്ങൾ അനുസരിച്ച് 175 യാത്രക്കാരും 6 വിമാന ജീവനക്കാരും ഉണ്ടായിരുന്നു വിമാനത്തിൽ എന്നാണ് അറിയാൻ സാധിക്കുന്നത്. ഈ വിമാനം നേരത്തെ സൂചിപ്പിച്ചതുപോലെ റൺവേയിലൂടെ ഓടുന്നതിനിടെ തെന്നി മാറി തൊട്ടടുത്ത മതിലിൽ ഇടിക്കുകയായിരുന്നു. 23 മരണം ഇപ്പോൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഇനിയും മരണസംഖ്യ വർദ്ധിക്കാനുള്ള സാധ്യതയുണ്ട് എന്ന വിവരമാണ് ലഭ്യമാകുന്നത്. മുവാൻ എയർപോർട്ടിലാണ് ഈ അപകടമുണ്ടായത്. റൺവേയിൽ ഇറങ്ങുന്നതിനിടെയാണ് തെന്നിമാറിയത് എന്ന സൂചനകളാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. ഇത് സംബന്ധിച്ച കൂടുതൽ സ്ഥിരീകരണങ്ങൾ ഇനിയും വരേണ്ടതുണ്ട്. നിലവിൽ 23 പേരുടെ മരണം സംഭവിച്ചു എന്ന് തന്നെയാണ് അറിയാൻ സാധിക്കുന്നത്. അതേസമയം വിഷയത്തിൽ അട്ടിമറി സാധ്യതയുണ്ടോ എന്നും പരിശോധിക്കുന്നുണ്ട് എന്ന് സിവിൽ ഏവിയേഷൻ വിഭാഗം അറിയിക്കുന്നുണ്ട്. അത്തരത്തിലൊരു സൂചനകൾ ലഭിച്ചിട്ടുണ്ട് എന്ന ചില വിവരങ്ങളെല്ലാം വരുന്നുണ്ട് എങ്കിൽ കൂടി അത് സംബന്ധിച്ച് യാതൊരു സ്ഥിരീകരണവും ഇതുവരെ ലഭ്യമായിട്ടില്ല. അതുകൊണ്ട് തന്നെ തുടർ നടപടികൾ ഇക്കാര്യത്തിൽ ഉണ്ടാകുമെന്ന് മാത്രമാണ് അധികൃതർ അറിയിക്കുന്നത്. നിലവിലെ ഏറ്റവും പുതിയ റിപ്പോർട്ട് അനുസരിച്ച് 23 പേരുടെ മരണം സ്ഥിരീകരിക്കുകയും നിരവധി പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തിട്ടുണ്ട് എന്നാണ് അറിയാൻ സാധിക്കുന്നത്. 175 യാത്രക്കാരുണ്ടായിരുന്ന വിമാനത്തിൽ 8 വിമാന ജീവനക്കാരും ഉണ്ടായിരുന്നു. 6 വിമാന ജീവനക്കാരും ഉണ്ടായിരുന്നു. 6 വിമാന ജീവനക്കാരാണോ അതുപോലെ തന്നെ യാത്രക്കാരാണോ മരിച്ചത്, അതുപോലെ ഗുരുതരമായി പരിക്കേറ്റത് എന്ന് സംബന്ധിച്ച വിശദമായ വിവരങ്ങൾ വരാനിരിക്കുന്നതേ ഉള്ളൂ. രോഹിണി. ശരി ഐസൻ. അതോടൊപ്പം ഐസൻ തന്നെ സൂചിപ്പിക്കുകയുണ്ടായി, അട്ടിമറി സാധ്യത തള്ളിക്കളയുന്നില്ല എന്നുള്ളത്. അങ്ങനെയാണെങ്കിൽ ഏത് ദിശയിലേക്കാണ് അത്തരം സൂചനകൾ നീങ്ങുന്നത്?
ഐസന്റെ ടെലിഫോൺ ലൈനിൽ കണക്ടിവിറ്റിയിൽ ചില സാങ്കേതിക പ്രശ്നങ്ങളുണ്ട് എന്ന് കരുതുന്നു. നമുക്കറിയാം ഭരണപ്രതിസന്ധി രൂക്ഷമായ ഒരു സാഹചര്യത്തിലാണ് ദക്ഷിണ കൊറിയ ഉള്ളത്. അടുത്ത ദിവസങ്ങളിൽ നമ്മൾ ഇതുമായി ബന്ധപ്പെട്ട നിരവധി വാർത്തകൾ ആ രാജ്യത്ത് നിന്ന് നിരന്തരം കേട്ടുകൊണ്ടേയിരുന്നു. പ്രസിഡന്റിനെയും തുടർന്ന് താൽക്കാലിക പ്രസിഡന്റ് ആക്ടിംഗ് പ്രസിഡന്റ് വെച്ചപ്പോൾ ആക്ടിംഗ് പ്രസിഡന്റിനെ പോലും ഇംപീച്ച് ചെയ്യുന്ന നിലയിലേക്ക്, പുറത്താക്കപ്പെടുന്ന നിലയിലേക്ക് അവിടുത്തെ രാഷ്ട്രീയ പ്രതിസന്ധി അതിരൂക്ഷമായി തുടരുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. അതിന് തൊട്ട് പിന്നാലെ ഒരുപക്ഷെ ഈ ഒരു വർഷം അവസാനിക്കാറാകുമ്പോൾ ഏറ്റവും ഒടുവിലായി ദക്ഷിണ കൊറിയയിൽ നിന്ന് വരുന്ന വാർത്ത ഏറെ ആശങ്കാജനകമാണ് എന്നതിൽ തർക്കമില്ല. വിമാനം തകർന്നുണ്ടായ അപകടം, അതിൽ മരണസംഖ്യ ഇനിയും ഉയർന്നേക്കാം എന്നുള്ള സൂചനകൾ. കാരണം ഈ ദൃശ്യങ്ങളിൽ നിന്ന് തന്നെ വ്യക്തമാണ് ആ വിമാനം പൂർണ്ണമായും തകരുന്ന ഒരു സാഹചര്യം കാണുന്നത്. 175 യാത്രക്കാരും 6 ജീവനക്കാരും ഉണ്ട് എന്ന് പറയുമ്പോൾ തന്നെ 23 മരണമാണ് നിലവിൽ സ്ഥിരീകരിച്ചിട്ടുണ്ടെങ്കിൽ പോലും മരണസംഖ്യ ഉയരാനുള്ള ആശങ്ക കാണുന്നു. നമുക്കിനി മറ്റു വാർത്തകൾ കൂടി പരിശോധിക്കാം. മാസപ്പടി കേസിൽ എക്സാലോജിക്കിനെ കേന്ദ്രീകരിച്ച് ED അന്വേഷണം തുടരുകയാണ്. സാമ്പത്തിക ഇടപാടുകൾ സംബന്ധിച്ച ഡിജിറ്റൽ രേഖകളുടെ പരിശോധന പൂർത്തിയായി കഴിഞ്ഞു. CMRL എക്സാലോജിക് ഇടപാടിൽ സുതാര്യമല്ലാത്ത നിരവധി സാമ്പത്തിക ഇടപാടുകൾ നടന്നതായാണ് EDയുടെ പ്രാഥമിക വിലയിരുത്തൽ. വൈകാതെ ഈ മാസപ്പടി കേസിലെ ED പ്രാഥമിക റിപ്പോർട്ട് കൂടി തയ്യാറാവും എന്ന് തന്നെയാണ് കരുതുന്നതും. കിരൺ കുമാർ വിവരങ്ങളുമായി ചേരുന്നു. കിരൺ, പ്രാഥമിക റിപ്പോർട്ട് എന്തായാലും ഈ മാസപ്പടി കേസിൽ പ്രതികളായവരുടെ ഉറക്കം കെടുത്തും എന്നതിൽ തർക്കമില്ല, അല്ലേ? അനു, ഈ CMRLും എക്സാലോജിക്കുമായി നടത്തിയിട്ടുള്ള സാമ്പത്തിക ഇടപാടുകളിൽ കള്ളപ്പണം വെളുപ്പിച്ചിട്ടുണ്ടോ എന്നടക്കമുള്ള കാര്യങ്ങളാണ് പ്രധാനമായിട്ടും നേരത്തെ ED പരിശോധിച്ചിരുന്നത്. ഇതിൻ്റെ അടിസ്ഥാനത്തിൽ CMRLന്റെ ഓഫീസിലടക്കം EDയുടെ പരിശോധന നടന്നിരുന്നു. കൂടാതെ CMRLുമായി ബന്ധപ്പെട്ടുള്ള ഉദ്യോഗസ്ഥരുടെ വീടുകളിലും പരിശോധനകൾ നടത്തിയിരുന്നു. ഇവിടെ നിന്നും ലഭിച്ചിട്ടുള്ള ഡിജിറ്റൽ തെളിവുകളുടെയും പേപ്പർ രേഖകളുടെയൊക്കെ എല്ലാം തന്നെ പരിശോധനകൾ സംബന്ധിച്ചുള്ള കാര്യങ്ങളിലാണ് ഏതായാലും റിപ്പോർട്ട് സമർപ്പിക്കാനായി ഒരുങ്ങുന്നത്. ഈ പരിശോധനകളെല്ലാം തന്നെ പൂർത്തീകരിച്ചതായിട്ടുള്ള വിവരങ്ങളാണ് ED വൃത്തങ്ങളിൽ നിന്ന് പുറത്തു വരുന്നത്. ഏതായാലും ഈ 135 കോടിയുടെ ഇടപാടുകളാണ് CMRL നടത്തിയിരുന്നത് എന്ന കണ്ടെത്തലാണ് നേരത്തെ EDയുടെ ഭാഗത്തു നിന്നും ഉണ്ടായിരുന്നത്. ഇതിൽ എക്സാലോജിക്കിന് തന്നെ 1.72 കോടിയോളം രൂപ കൈമാറിയിരുന്നു. മാത്രവുമല്ല ഈ എക്സാലോജിക്കിന് മറ്റ് ചില കമ്പനികളിൽ നിന്ന് IT സേവനത്തിൻ്റെ പേരിൽ പണം വന്നിട്ടുണ്ട് എന്നുള്ളൊരു കണ്ടെത്തൽ തന്നെയാണ് ഉണ്ടായിരുന്നത്. ഏകദേശം 12 കമ്പനികളിൽ നിന്ന് ഇത്തരത്തിൽ പണം വന്നിരുന്നു. ഈ CMRLും എക്സാലോജിക്കും നടത്തിയിട്ടുള്ള സാമ്പത്തിക ഇടപാടുകൾ അത് സംബന്ധിച്ചുള്ള കൃത്യമായ ഒരു വിവരം CMRLനോ എക്സാലോജിക്കിനോ നൽകാൻ കഴിഞ്ഞിട്ടില്ല, EDക്ക് മുന്നിൽ നൽകാൻ കഴിഞ്ഞിട്ടില്ല എന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. നേരത്തെ CMRL എന്തിനാണ് ഇത്തരം അധികം പണം എക്സാലോജിക്കിന് കൈമാറിയത് എന്ന കാര്യം സംബന്ധിച്ചുള്ള കാര്യങ്ങളിൽ ചോദ്യങ്ങൾ ഉയർന്നപ്പോൾ എക്സാലോജിക്ക് നൽകിയിരുന്നത് തങ്ങൾ നൽകിയിട്ടുള്ള IT സേവനത്തിൻ്റെ പേരിലാണ് ഇത്തരത്തിൽ പണം കൈമാറിയത് എന്നുള്ളൊരു കാര്യമായിരുന്നു. എന്നാൽ ഈ IT സേവനം എന്താണ് എന്നത് സംബന്ധിച്ചുള്ള കാര്യങ്ങളിൽ വ്യക്തത വരുത്താനായിട്ട് ഇതുവരെ എക്സാലോജിക്കിനോ CMRLനോ കഴിഞ്ഞിട്ടില്ല എന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഏതായാലും ഈ പ്രാഥമികമായിട്ടുള്ള പരിശോധനകളെല്ലാം തന്നെ പൂർത്തിയായിട്ടുണ്ട്. വരും ദിവസങ്ങളിൽ തന്നെ ED ഇത് സംബന്ധിച്ചുള്ള പ്രാഥമിക റിപ്പോർട്ട് സമർപ്പിക്കും എന്ന് തന്നെയാണ് അറിയാൻ കഴിയുന്നത്. ശരി കിരൺ. 5 വർഷത്തെ കാലാവധി പൂർത്തിയാക്കി കേരള ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ ഇന്ന് കേരളത്തിൽ നിന്നും മടങ്ങും. തിരുവനന്തപുരത്ത് നിന്നും കൊച്ചിയിലേക്ക് പോകുന്ന ഗവർണർ ഇന്ന് കൊച്ചിയിലെത്തുന്ന ഉപരാഷ്ട്രപതിയെ സ്വീകരിച്ച ശേഷമായിരിക്കും ബീഹാറിലേക്ക് പുറപ്പെടുക. സംസ്ഥാന സർക്കാരിന്റെ സ്വജനപക്ഷപാതത്തിലും കെടുകാര്യസ്ഥതയിലും എന്നും കലഹിച്ച ഗവർണർ കൂടിയാണ് കേരളത്തിൽ നിന്ന് മടങ്ങുന്നത്. കൂടുതൽ വിവരങ്ങളുമായി പ്രജിത്ത് മോഹനൻ ചേരുന്നു. പ്രജിത്ത്, തൻ്റേതായ ഒരു നിലപാട് കർശനമായി തന്നെ നടപ്പിലാക്കിയ കേരള ഗവർണർ എന്ന് തന്നെ വ്യക്തമാക്കേണ്ടി വരും. എപ്പോഴും സർക്കാരിൻ്റെ നീതികേടുകളെക്കുറിച്ച് ഉച്ചത്തിൽ തന്നെ സംസാരിച്ച ഗവർണർ, കേരളത്തിൻ്റെ സ്വന്തം ഗവർണർ എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു. അദ്ദേഹം എന്തായാലും അദ്ദേഹത്തിൻ്റെ കാലാവധി പൂർത്തിയാക്കി മടങ്ങുകയാണ്. ഗവർണർമാരുടെ മാറ്റം ആദ്യം വാർത്ത പുറത്തു വന്നപ്പോൾ ആരിഫ് മുഹമ്മദ് ഖാൻ ബീഹാറിലേക്ക് പോകുന്നു എന്ന വാർത്ത പുറത്തു വന്നതിന് പിന്നാലെ ഗവർണറുടെ പ്രതികരണം ആദ്യം മാധ്യമങ്ങളോട് നടത്തവേ അദ്ദേഹം പറഞ്ഞത് താൻ കേരളത്തിലെ എല്ലാം മിസ് ചെയ്യും എന്നതാണ്. ഒരുപക്ഷെ കേരളത്തിലെ ജനങ്ങൾ അദ്ദേഹത്തെ മിസ് ചെയ്യും എന്നതിലും തർക്കമില്ല. എന്തായാലും നേരത്തെ രോഹിണി സൂചിപ്പിച്ച പോലെ തന്നെ ഈ കേരളത്തിൻ്റെ സ്വന്തം ഗവർണറായാണ് ആരിഫ് മുഹമ്മദ് ഖാൻ ഇനി ഇവിടെ നിന്നും മടങ്ങാൻ ഒരുങ്ങുന്നത്. എന്നെന്നും അദ്ദേഹത്തിൻ്റെ പേര് ഒരുപക്ഷെ തലയെടുപ്പോടുകൂടി ഗവർണർ പട്ടികയിൽ
ഇടം പിടിക്കുകയും ചെയ്യും. പ്രജിത്ത്, കേൾക്കാമെങ്കിൽ. പോരാട്ടത്തിന്റെ 5 വർഷങ്ങൾ കഴിഞ്ഞാണ് ഗവർണർ കേരളത്തിൽ നിന്ന് മടങ്ങുന്നതെന്ന് നമുക്ക് പറയേണ്ടി വരും. കാരണം അദ്ദേഹം നടത്തിയ ഇടപെടലുകൾ അത്ര വലുതാണ്. സർക്കാരിന്റെ സ്വജനപക്ഷപാത നിലപാടുകളെയൊക്കെ ചോദ്യം ചെയ്തായിരുന്നു ആദ്യം ഗവർണർ ഒരു സർക്കാരിനെതിരെ ഒരു പോർമുഖം തുറക്കുന്നത്. പ്രത്യേകിച്ച് പുനർനിയമനങ്ങളുമായി ബന്ധപ്പെട്ട് യൂണിവേഴ്സിറ്റികളിൽ ഈ രീതിയിൽ വിരമിച്ച വിസിമാർക്ക് നിയമനം നൽകാനുള്ള സർക്കാരിന്റെ നീക്കവുമായി ബന്ധപ്പെട്ടാണ് ആദ്യം അങ്ങനെ ഒരു തർക്കമുണ്ടാകുന്നത്. പിന്നീട് അദ്ദേഹം സർക്കാരിനെ പല രീതിയിൽ പ്രതിസന്ധിയിലാക്കുന്ന സാഹചര്യമുണ്ടായി. പ്രത്യേകിച്ച് ഓരോ ഘട്ടത്തിലും സർക്കാർ എടുത്ത നിലപാടുകൾ, രാജ്യവിരുദ്ധ നിലപാടുകൾ, അതൊക്കെ ചോദ്യം ചെയ്യുന്ന രീതിയിലേക്ക്, അല്ലെങ്കിൽ സർക്കാരിന്റെ വീഴ്ചകളൊക്കെ പരസ്യമായി ചോദ്യം ചെയ്യുന്ന നിലപാടിലേക്കൊക്കെ ഗവർണർ പോയിരുന്നു. കണ്ണൂർ യൂണിവേഴ്സിറ്റിയിലെ പുനർനിയമനവുമായി ബന്ധപ്പെട്ടായിരുന്നു ആദ്യത്തെ സർക്കാർ ഗവർണർ ഉടക്ക എന്ന് പറയുന്നത്. പിന്നീട് പല വിഷയങ്ങളിലും ആ രീതിയിലുണ്ടായി. ഓരോ യൂണിവേഴ്സിറ്റികളിലും അദ്ദേഹത്തിന് ചാൻസലർ എന്ന നിലയിൽ അധികാരം ഉപയോഗിച്ചുകൊണ്ട് യൂണിവേഴ്സിറ്റികളിലെ ഈ രാഷ്ട്രീയ അതിപ്രസരം കുറയ്ക്കാനുള്ള ഇടപെടൽ ഗവർണറുടെ ഭാഗത്ത് നിന്നുണ്ടായി. ഈ 5 വർഷവും 4 മാസവും നീണ്ട അദ്ദേഹത്തിന്റെ ഒരു കാലയളവിൽ പൂർണ്ണമായും ഈ രീതിയിലുള്ള ഓരോ വിഷയങ്ങളും അദ്ദേഹത്തിന്റെ ഇടപെടലുകൾ ഉണ്ടായി. എന്നാൽ ഗവർണറുടെ ഇത്തരം ഇടപെടലുകളെ SFIയെ തെരുവിലിറക്കി നേരിടാനുള്ള ഒരു ശ്രമമായിരുന്നു സർക്കാരും ഇടതുപക്ഷവും ഒക്കെ നടത്തിയത് എന്നുള്ളതാണ്. അതിനെതിരെയും അദ്ദേഹം വളരെ രൂക്ഷമായ പ്രതികരണങ്ങളുമായി രംഗത്ത് വന്നത് നമ്മൾ കണ്ടതാണ്. പ്രത്യേകിച്ച് SFIയെ നേരിടാൻ SFI അദ്ദേഹത്തിന്റെ വാഹനം തടയുകയും വാഹനത്തിനെതിരെ ആക്രമണമൊക്കെ ഉണ്ടാക്കുകയും ചെയ്ത സമയത്ത് പോലും കൃത്യമായി അതിനെ തെരുവിൽ ചോദ്യം ചെയ്യുന്ന നിലയിലേക്കൊക്കെ ഗവർണർ പോയിരുന്നു. അന്ന് നിലവിലുമൊക്കെ നമ്മൾ കണ്ടതാണ്. പ്രത്യേകിച്ച് SFIയുടെ പ്രതിഷേധം ഉണ്ടാകുന്നു, ഗവർണറുടെ വാഹനത്തിന് കടന്നു പോകാൻ കഴിയാത്ത അവസ്ഥയുണ്ടാകുന്നു, ഗവർണറെ തടയുന്നു, വാഹനത്തിനടുത്ത് ഒരു SFI പ്രവർത്തകർ എത്തുന്നു. അന്ന് പോലീസ് അദ്ദേഹം വാഹനത്തിനുള്ളിൽ നിന്ന് പുറത്തിറങ്ങി SFI പ്രവർത്തകരോട് എന്താണ് പ്രശ്നം എന്നുള്ള ചോദ്യങ്ങളൊക്കെ ചോദിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നു. പിന്നീട് ആ ഒരു വിഷയം ഉണ്ടാകുന്ന സമയത്ത് കൂടി അദ്ദേഹത്തിനുള്ള പ്രധാനപ്പെട്ട പ്രശ്നം ഉണ്ടായിരുന്നത് പോലീസ് പോലും ഈ SFI പ്രവർത്തകർക്കെതിരെ കാര്യമായ നടപടി സ്വീകരിക്കാനോ ഗവർണറുടെ സുരക്ഷ ഒരുക്കാനോ ശ്രമം നടത്തിയില്ല എന്നുള്ളതാണ്. ആ ഒരു വിഷയം ഉണ്ടായപ്പോൾ പോലും അദ്ദേഹം തെരുവിലിറങ്ങി നിന്ന് SFI പ്രവർത്തകരോട് എന്തിനാണ് നിങ്ങൾ പ്രതിഷേധിക്കുന്നത് എന്നുള്ള ചോദ്യം ഉയർത്തുന്നു. അതിന് മറുപടിയില്ലാത്തതിനാൽ SFI പ്രവർത്തകരെ അവിടെ നിന്ന് നീക്കണമെന്ന് പോലീസിനോട് ആവശ്യപ്പെടുന്നു. അതിലും കൃത്യമായി ഒരു ഇടപെടൽ പോലീസിന്റെ ഭാഗത്തു നിന്നുണ്ടാകുന്നില്ല. അദ്ദേഹം കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയത്തെ അടക്കം സമീപിക്കുമെന്ന് അന്ന് റോഡിൽ നിന്നുകൊണ്ട് കൃത്യമായി അദ്ദേഹം പറയുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നു. ആ ഒരു രീതിയിലുള്ള വിമർശനങ്ങളും അല്ലെങ്കിൽ പ്രതിഷേധങ്ങൾക്കുമൊക്കെ തയ്യാറായിട്ടാണ് ഗവർണർ കേരളം വിടുന്നത് എന്നുള്ളതാണ് ഈ ഘട്ടത്തിൽ പറയേണ്ടത്. അങ്ങനെ ഈ ഒരു മറ്റു വിഷയങ്ങളുമുണ്ട് നിരവധി. കാരണം ഒരുപക്ഷെ പ്രതിപക്ഷത്തിനേക്കാൾ വലിയ പ്രതിപക്ഷമായി മാറിയിട്ടുള്ള ഒരാളായിരുന്നു കേരളത്തിന്റെ ഗവർണറായിരുന്ന ആരിഫ് മുഹമ്മദ് ഖാൻ എന്നുള്ളത് നമ്മൾ പലപ്പോഴും ചർച്ച ചെയ്തിട്ടുള്ളതാണ്. കാരണം സർക്കാരിന്റെ വീഴ്ചകളെ ഓരോന്നായി ചൂണ്ടിക്കാട്ടാൻ പ്രതിപക്ഷത്തിന് പോലും കഴിയാത്ത സാഹചര്യത്തിൽ പോലും ഗവർണർ അത് പൊതുനിരത്തിലിറങ്ങി പൊതുവേദികളിൽ ഇറങ്ങി ചോദ്യം ചെയ്യുന്ന സാഹചര്യം ഉണ്ടാകുന്നു. നേരത്തെ ഈ പൗരത്വ നിയമ ഭേദഗതിക്കെതിരെയൊക്കെ കേരളത്തിൽ നിയമസഭയിലൊക്കെ പ്രമേയമൊക്കെ വന്ന സമയത്ത് പോലും അതിനെതിരെ നിശ്ചിത വിമർശനങ്ങൾ ഉയർത്തി രാജ്യ താല്പര്യങ്ങൾക്ക് വിരുദ്ധമായ നിലപാടുകൾ സ്വീകരിക്കുന്നു എന്നുള്ള വിമർശനങ്ങൾ പോലും ഗവർണറുടെ ഭാഗത്ത് നിന്ന് ഉണ്ടായിട്ടുണ്ട് എന്നുള്ളതാണ് നമ്മൾ പറയേണ്ടത്. എന്തായാലും ഏറ്റവും അവസാനം ഈ കേരള യൂണിവേഴ്സിറ്റിയിൽ ഗവർണറുടെ സന്ദർശനവുമായി ബന്ധപ്പെട്ട് സംസ്കൃത വിഭാഗത്തിന്റെ സെമിനാറുമായി ബന്ധപ്പെട്ട് പോലും പോലീസിന്റെ ഭാഗത്തു നിന്നൊക്കെ ഗവർണർക്ക് പൂർണ്ണമായി സുരക്ഷ ഒരുക്കാൻ കഴിയാത്ത സാഹചര്യമൊക്കെ ആ ഒരു രീതിയിലേക്കൊക്കെ കാര്യങ്ങൾ പോയത് നമ്മൾ കണ്ടതാണ്. അങ്ങനെ അത്രയും ഒട്ടനവധി വിഷയങ്ങളിൽ സർക്കാരിനെ പൂർണ്ണമായും പ്രതിരോധത്തിലാക്കി, അല്ലെങ്കിൽ ആ രീതിയിൽ സർക്കാരിനെ പ്രതിസന്ധിയിലാക്കിയിട്ടാണ് ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ ഈ വിഷയങ്ങളിലെല്ലാം സ്വീകരിച്ച നിലപാടുകളുള്ളത്. ഒരു പക്ഷേ കേരളത്തിൽ ഏറ്റവും സംഭവബഹുലമായ ഒരു രാഷ്ട്രീയ കാലാവസ്ഥയിലൂടെ അന്ന് കടന്നുപോയിട്ടുള്ള ആൾ കൂടിയാണ് ഗവർണർ. അദ്ദേഹം സ്വീകരിച്ച നിലപാടുകൾ പോലെ, അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ കാലഘട്ടത്തിൽ ഉണ്ടായതുപോലെ ഒരു ഗവർണർ സർക്കാർ പോര് കേരള രാഷ്ട്രീയ ചരിത്രത്തിൽ തന്നെ ഉണ്ടായിട്ടുണ്ടോ എന്നുള്ളത് സംശയമാണ്. തീർച്ചയായും പ്രജിത്ത് പറഞ്ഞതുപോലെ തന്നെയാണ് സർക്കാരിനെ ഏറ്റവും കൂടുതൽ പ്രതിരോധത്തിലാക്കി എന്ന് പറയുമ്പോൾ പ്രജിത്ത് നമുക്കറിയാം ഭരണഘടന അനുസൃതമായി തന്നെയാണ് ഗവർണർ ഓരോ നീക്കവും നടത്തിയത് എന്നുള്ളതാണ്. അദ്ദേഹത്തിന്റെ ഇടപെടൽ ഉണ്ടായില്ലായിരുന്നുവെങ്കിൽ പല വിഷയങ്ങളും മുങ്ങിത്താണ് പോയേനെ എന്ന് തന്നെ നമുക്ക് പറയേണ്ടിയിരിക്കുന്നു. കാരണം BC നിയമനത്തിലടക്കം സിദ്ധാർത്ഥന്റെ മരണത്തിലടക്കം ഒക്കെ ഗവർണർ സ്വീകരിച്ച ആ ശക്തമായ നിലപാട് പൊതുജനത്തിന് പോലും എത്രത്തോളം മികച്ച സന്ദേശം നൽകുന്നതായിരുന്നു എന്നുള്ളത് എടുത്തു പറയാതിരിക്കാൻ കഴിയില്ല. പിന്നെ നേരത്തെ പറഞ്ഞതുപോലെ പക്ഷേ സർക്കാരിൻ്റെ ഒത്താശയോടുകൂടി പോലീസ് നടത്തിയ പല രീതിയിലുള്ള അനാസ്ഥകളും, പക്ഷേ അതിനൊന്നും അദ്ദേഹം യാതൊരു വിലയും കൽപ്പിക്കുന്നില്ല എന്നുള്ളത് നമ്മൾ കോഴിക്കോട്ടെ തെരുവീഥികളിൽ കണ്ടതാണ്, അല്ലേ പ്രജിത്ത്?
അതെ അതെ, കാരണം ഈ പറയുന്ന രീതിയിൽ അദ്ദേഹം കോഴിക്കോട് അദ്ദേഹത്തിന്റെ ആ സന്ദർശനവും അദ്ദേഹം കോഴിക്കോട് യൂണിവേഴ്സിറ്റിയിൽ അന്തിയുറങ്ങിയ ചരിത്രമൊക്കെ ഉണ്ട്. അത് മുട്ടായി തെരുവിൽ ഇറങ്ങി തെരുവിലൂടെ നടക്കുന്ന സാഹചര്യമൊക്കെ ഉണ്ടായിരുന്നു. അദ്ദേഹത്തെ സർവകലാശാലയ്ക്കുള്ളിൽ പ്രവേശിപ്പിക്കില്ല എന്ന് പറഞ്ഞ സമയത്താണ് അദ്ദേഹം അതേ യൂണിവേഴ്സിറ്റിയിൽ തന്നെ ഒരു രാത്രി ചെലവഴിച്ചുകൊണ്ട് അതിലൊരു പ്രതിഷേധം എന്ന രീതിയിലോ അല്ലെങ്കിൽ അതിൽ ഒരു അത്തരം ഭീഷണികളിൽ ഭയക്കുന്ന താനല്ല എന്ന് ഒരാളല്ല താനെന്ന് തെളിയിക്കുന്ന രീതിയിലുള്ള നടപടികളിലേക്ക് അദ്ദേഹം പോയത്. അന്ന് തന്നെ മിഠായി തെരുവിലൊക്കെ അദ്ദേഹം ഇറങ്ങി നിർന്ന സമയത്ത് അദ്ദേഹത്തിന് ലഭിച്ചൊരു സ്വീകരണമുണ്ട്. ജനങ്ങൾക്കിടയിൽ നിന്ന് ഗവർണറെ കാണാനും ഗവർണറോട് സംസാരിക്കാനും അദ്ദേഹത്തിന് കൈകൊടുക്കാനും ഒക്കെ ഓടിക്കൂടിയത് സാധാരണക്കാരായ ആളുകളാണ്. ഒട്ടനവധി വിഷയങ്ങളിൽ അദ്ദേഹം ഒരു ജനകീയ മുഖമായി മാറുന്നത് നമ്മൾ കണ്ടതാണ്. ഒരു പക്ഷേ ഈ ഗവർണർമാരുടെ ഒരു സാധാരണ രീതികളിൽ നിന്നൊക്കെ അദ്ദേഹം വളരെ വ്യത്യസ്തനായിരുന്നു. ഗവർണർമാരെന്ന് പറയുമ്പോൾ സാധാരണ ഒരു സൂട്ടും കോട്ടും ഒക്കെ ഇട്ട് കാവലുകളിൽ അല്ലെങ്കിൽ ഈ പറയുന്ന സുരക്ഷാ ഉദ്യോഗസ്ഥരുടെ കാവലിൽ മാത്രം കണ്ടിരുന്ന ആളുകൾ. അദ്ദേഹം അത്തരം ആളുകൾ ചിലപ്പോൾ പക്ഷേ ഗവർണർമാർ പൊതുജനങ്ങളോടോ അല്ലെങ്കിൽ മാധ്യമങ്ങളോടോ ഒരു സംസാരിക്കുന്ന ഒരു കീഴ്വഴക്കം പോലും ആരിഫ് മുഹമ്മദ് ഖാന് മുൻപ് ഉണ്ടായിരുന്നു എന്നുള്ളതൊരു ചോദ്യചിഹ്നമാണ്. അതിന് മുൻപ് അത്തരം നടപടികളൊന്നും ഉണ്ടായിട്ടില്ല. അത് മാധ്യമപ്രവർത്തകർക്കായ പലരെ നമുക്കെല്ലാവർക്കും അറിയാവുന്നതുമാണ്. കാരണം ഗവർണർമാരുടെ പ്രതികരണം എടുക്കുന്നതും ബൈറ്റ് എടുക്കുന്നതും നമുക്കൊരു ശീലമുള്ള വിഷയമേ ആയിരുന്നില്ല. പക്ഷേ ആരിഫ് മുഹമ്മദ് ഖാൻ വന്നതോടുകൂടി അദ്ദേഹം സാധാരണ ഗവർണർമാർക്ക് അതിന് അപ്പുറത്തേക്ക് ഒരു ജനകീയമായ മുഖം അദ്ദേഹത്തിനുണ്ടായിരുന്നു. അദ്ദേഹത്തിന്റെ വേഷവിധാനം പോലുമാണെങ്കിലും അദ്ദേഹത്തിന്റെ പാരമ്പര്യം അനുസരിച്ചുള്ള അദ്ദേഹം കാലാകാലമായി രാഷ്ട്രീയ പ്രവർത്തനമൊക്കെ നടത്തിയ കാലത്തുമൊക്കെ ഉപയോഗിച്ചിട്ടുള്ള അതേ രീതിയിലുള്ള വേഷവിധാനങ്ങളോടെ അദ്ദേഹം വന്നു. അദ്ദേഹം മാധ്യമങ്ങളോട് സംസാരിക്കുന്നതിന് സമയം കണ്ടെത്തി. മാധ്യമപ്രവർത്തകരുടെ ഓരോ ചോദ്യങ്ങൾക്കും അദ്ദേഹത്തിന് മറുപടി ഉണ്ടായിരുന്നു. ഒരു ചോദ്യത്തിന് പോലും മറുപടി നൽകാത്ത ഒരു സാഹചര്യം ഇന്നേ വരെ ഗവർണറുടെ ഭാഗത്തു നിന്നുണ്ടായിട്ടില്ല. സർക്കാരിന്റെ വീഴ്ചകൾ ചോദ്യം ചെയ്യുമ്പോൾ അതിന് ഭരണഘടനാപരമായിട്ടുള്ള തന്റെ ഉത്തരവാദിത്തം എന്ന രീതിയിൽ തന്നെ എന്തുകൊണ്ട് താൻ ഇത്തരം ചോദ്യങ്ങൾ ചോദിക്കുന്നു, അല്ലെങ്കിൽ അതിൽ നിയമപരമായ വശം എന്ത്, ഗവർണർക്ക് എന്തുകൊണ്ട് ഇത്തരം കാര്യങ്ങളിലൊക്കെ മറുപടി ലഭിക്കാനുള്ള അർഹതയുണ്ട് തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളൊക്കെ അദ്ദേഹം വ്യക്തമായി എടുത്തു പറയുന്നു. ഇപ്പോൾ ചൂണ്ടിക്കാട്ടിയതുപോലെയാണ് ഇപ്പോൾ സിദ്ധാർത്ഥന്റെ മരണം ഉണ്ടായപ്പോഴാണെങ്കിലും ശരി, തിരുവനന്തപുരത്ത് അമേഴഞ്ചാൻ തോട്ടിൽ വീണ ഒരു ശുചീകരണ തൊഴിലാളിയുടെ മരണമുണ്ടായപ്പോഴും ശരി, അവ വീട്ടുകാരെയൊക്കെ ആശ്വസിപ്പിക്കാൻ ആദ്യം ഓടിയെത്തിയ ആളുകളിൽ ഒരാൾ ഗവർണറാണ്. ഒരുപക്ഷെ സംസ്ഥാന മുഖ്യമന്ത്രിക്കോ സംസ്ഥാനത്തെ ചില മന്ത്രിമാർക്കോ പോലും സാധിക്കാത്ത വിധത്തിൽ അദ്ദേഹം വളരെ പെട്ടെന്ന് ഇത്തരം വിഷയങ്ങളിൽ ഇടപെടുകയും ആ കുടുംബത്തോടും അല്ലെങ്കിൽ അവിടെ ആരാണോ ഇരയാക്കപ്പെട്ടത് അവർക്കൊപ്പം നിൽക്കുന്ന സാഹചര്യം ഉണ്ടായി. അവർക്ക് താങ്ങായി കരുത്തായി അദ്ദേഹം രംഗത്തെത്തുന്ന കാഴ്ചകൾ നമ്മൾ കണ്ടതാണ്. അത്തരത്തിൽ ആ ആളുകൾക്ക് ബുദ്ധിമുട്ടുണ്ടാക്കിയവർക്കെതിരെ നടപടി സ്വീകരിക്കാനുള്ള ഇടപെടൽ ഗവർണർ നടത്തിയതാണ്. അങ്ങനെ ഒരു ജനകീയ മുഖം കൂടിയാണ് ഗവർണർ സ്ഥാനത്ത് നിന്ന് പോകുന്നത് എന്നുള്ളതാണ് ഇപ്പോൾ നമ്മൾ എടുത്തു പറയേണ്ടത്. ഒരു പക്ഷേ മുൻപ് ഞാൻ സൂചിപ്പിച്ചതുപോലെ തന്നെ ഇത്തരം വിഷയങ്ങളിൽ തുടർച്ചയായിട്ടുള്ള ഈ പറയുന്ന രീതിയിലുള്ള നിലപാടുകൾ സ്വീകരിക്കുന്ന ഒരാളെന്ന നിലയിൽ, പ്രത്യേകിച്ച് മുഖ്യമന്ത്രിയുമായി ബന്ധപ്പെട്ട PR വിവാദത്തിന് ഹേതുവായിട്ടുള്ള മലപ്പുറം പരാമർശത്തിലൊക്കെ അദ്ദേഹം സ്വീകരിച്ച നിലപാടുകളുണ്ട്. അത്തരമൊരു സ്ഥലത്ത് ഇത്തരത്തിൽ രാജ്യവിരുദ്ധ പ്രവർത്തനങ്ങൾ വ്യാപകമായി നടക്കുന്നുണ്ടെങ്കിൽ എന്തുകൊണ്ട് തന്നെ അറിയിച്ചില്ല തുടങ്ങിയിട്ടുള്ള ചോദ്യങ്ങൾ അദ്ദേഹം പലപ്പോഴും ഉന്നയിച്ചു. അതിനുള്ള വിശദീകരണം നൽകണമെന്നുള്ളത് അദ്ദേഹം കൃത്യമായി പറഞ്ഞു. അദ്ദേഹം DGPയും ചീഫ് സെക്രട്ടറിയും ഒക്കെ വിളിച്ചു വരുത്താൻ ശ്രമിച്ചതും ഒക്കെ നമ്മൾ കണ്ടതാണ്. അതിൻ്റെ സർക്കാരിൻ്റെ പ്രതികരണം എന്തായിരുന്നു എന്നുള്ളത് നമ്മൾ കണ്ടതാണ്. ഒരുപക്ഷെ കേരളത്തിലെ VC നിയമനങ്ങളിൽ ഇത്രയധികം കോളിളക്കം ഉണ്ടാക്കിയ ഒരു വർഷം ഉണ്ടായിട്ടില്ല, കാരണം അല്ലെങ്കിൽ ഒരു കാലം ഉണ്ടായിട്ടില്ല. ഇതിനു മുൻപൊക്കെ ഈ രാഷ്ട്രീയ നിയമനങ്ങൾ മാത്രമായി ഒതുങ്ങിപ്പോയ VC നിയമനങ്ങളിൽ അതിന് പകരം അക്കാഡമിഷ്യന്മാരായിട്ടുള്ള സർവകലാശാലകളിൽ വിദ്യാർത്ഥികൾക്കും അല്ലെങ്കിൽ വിദ്യാഭ്യാസ പ്രവർത്തനങ്ങൾക്ക് നയിക്കാൻ വേണ്ടി ശേഷിയുള്ള ആളുകളെ രാഷ്ട്രീയ നിയമനത്തിനപ്പുറത്തേക്ക് നിയമിക്കുന്നതിൽ ഗവർണറുടെ ഇടപെടലുണ്ടായി. ഇപ്പോൾ സിൻഡിക്കേറ്റുകളുടെയൊക്കെ കാര്യമെടുക്കുമ്പോൾ പോലും അവിടെയും ഈ രാഷ്ട്രീയ അതിപ്രസരം എപ്പോഴും നിലനിൽക്കുമ്പോൾ അതിന് പരമായി എല്ലാ സമൂഹത്തിൻ്റെ എല്ലാ കോണുകളിൽ നിന്നുള്ള ആളുകളെയും അതിൽ ഉൾപ്പെടുത്താനുള്ള ശ്രമമൊക്കെ അദ്ദേഹം നടത്തിയതാണ്. VC നിയമനങ്ങളെല്ലാം ഈ പറയുന്ന രീതിയിൽ UGC ചട്ടങ്ങളൊക്കെ ലംഘിച്ചുകൊണ്ട് നടന്നിരുന്നൊരു കാലം കേരളത്തിലുണ്ട്. അതിനെല്ലാം മാറ്റം കൊണ്ടുവരാൻ ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാനായി എന്നുള്ളൊരു വിഷയം നമ്മൾ എടുത്തു കാണിക്കേണ്ടതാണ്. എല്ലാ VC നിയമനങ്ങളും കോടതികളിലൊക്കെ എത്തുന്ന സാഹചര്യം പോലും ഉണ്ടായി. അതിൽ പലപ്പോഴും സർക്കാരിന് വലിയ തിരിച്ചടികൾ ഉണ്ടായി, സർക്കാർ പരാജയപ്പെടുന്ന സാഹചര്യങ്ങളുണ്ടായി. അതിന് ഈ ഉദ്യോഗസ്ഥർക്കെതിരെയൊക്കെയുള്ള അല്ലെങ്കിൽ VCമാർക്കെതിരെയൊക്കെ സർക്കാരിന്റെ പ്രതികാര നടപടികളൊക്കെ തുറന്നു സമ്മതിക്കേണ്ട സാഹചര്യമാണോ എന്നത് കൂടിയാണ്. എന്തായാലും ശ്രീ ആരിഫ് മുഹമ്മദ് ഖാന് ആശംസാ പ്രവാഹമാണ് നമ്മുടെ കമന്റ് ബോക്സിലും നിറയുന്നത്. അതിൽ ശ്രീ പ്രകാശൻ വെലുക്കുട്ടി പറയുന്നത് ആരിഫ് മുഹമ്മദ് ഖാൻ സിംഹത്തിന് ആശംസകൾ എന്നാണ്. അതുപോലെ തന്നെ മറ്റ് നിരവധി കമൻറ്റുകളും നിറയുന്നുണ്ട്. അമ്മമ്മ ആരിഫ് മുഹമ്മദ് ഖാൻ എല്ലാവിധ ആശംസകളും നേരുന്നു എന്ന് പറയുന്നു. കേരളം കണ്ട ഏറ്റവും ശക്തനായ ഗവർണർ എന്നുകൂടി അദ്ദേഹത്തെ വിശേഷിപ്പിക്കുകയാണ്. കേരള ജനതയെ സ്നേഹിച്ച ഗവർണർ, കേരള ജനത തിരികെയും സ്നേഹിച്ച ഗവർണർ, TN ശേഷന് ശേഷം കാണുന്ന ശക്തനായ ഒരു ഭരണാധികാരി എന്ന ഒരു അഭിപ്രായം കൂടി ശ്രീ പ്രകാശൻ വെലുക്കുട്ടി
പങ്കുവച്ചിട്ടുണ്ട്. അങ്ങനെ നിരവധി പേർ ആശംസകൾ അറിയിക്കുന്നുണ്ട് നമ്മുടെ പ്രിയപ്പെട്ട ഗവർണർക്ക്. TN രാജേന്ദ്രൻ പറയുന്നത് അഭിനന്ദനങ്ങൾ ബഹുമാനപ്പെട്ട ആരിഫ് മുഹമ്മദ് ഖാൻ. എന്താണ് ഗവർണർ എന്ന് കേരളത്തിലെ എല്ലാ ജനങ്ങളും മനസ്സിലാക്കിയ ഭരണകർത്താവ് കൂടിയാണ് അദ്ദേഹം എന്ന വിലയിരുത്തലും വരുന്നുണ്ട്. ദക്ഷിണ കൊറിയയിലെ വിമാന അപകടത്തിലേക്ക് തന്നെയാണ് നമ്മൾ വീണ്ടും പോകുന്നത്. മരണം 28 ആയിരിക്കുന്നു. ഓരോ മണിക്കൂറുകൾ കഴിയുമ്പോഴും മരണസംഖ്യ വർദ്ധിക്കുന്ന ആശങ്കാജനകമായ സാഹചര്യം തന്നെയാണ്. മുവാൻ വിമാനത്താവളത്തിലാണ് അപകടമുണ്ടായത്. റൺവേയിൽ നിന്നും തെന്നി മാറിയ വിമാനം തൊട്ടടുത്ത മതിലിൽ ഇടിക്കുകയായിരുന്നു. 175 യാത്രക്കാരും 6 ജീവനക്കാരും വിമാനത്തിലുണ്ടായിരുന്നുവെന്നാണ് അറിയാൻ കഴിയുന്നത്. ഐസൺ ജോസ് ചേരുന്നു വിവരങ്ങളുമായി. ഐസൺ, എന്താണ് മറ്റു വിശദാംശങ്ങൾ? രോഹിണി, ഇപ്പോൾ നമുക്ക് ലഭ്യമാകുന്ന ഏറ്റവും പുതിയ വിവരങ്ങളനുസരിച്ച് 28 പേർ മരിച്ചു എന്ന സ്ഥിരീകരിച്ച വിവരമാണ് പുറത്തു വരുന്നത്. 28 പേരുടെ മരണം സംഭവിച്ചു എന്ന സ്ഥിരീകരിച്ച വിവരം പുറത്തു വരുമ്പോൾ തന്നെ അതിൽ കൂടുതൽ മരണസംഖ്യ ഉണ്ടായേക്കാമെന്ന എല്ലാ സാഹചര്യങ്ങളും കാണാനുണ്ട്. നമുക്കറിയാവുന്നതാണ്, ഈ വിമാനം വലിയ വേഗതയിൽ, അതായത് റൺവേയിൽ ഇറങ്ങിയ ആ വേഗതയിൽ തന്നെ മതിലിടിക്കുകയായിരുന്നു. ഏതാണ്ട് 300 കിലോമീറ്ററിലേറെ വേഗതയിൽ മതിലിടിച്ചു എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. സ്വാഭാവികമായും വലിയ തോതിലുള്ളൊരു പൊട്ടിത്തെറിയും അതുപോലെ തന്നെ തീപിടുത്തവും ഉണ്ടായിട്ടുണ്ട് വിമാനത്താവളത്തിൽ. വിമാനത്തിനകത്ത് സ്വാഭാവികമായും ഈ ഇത്തരത്തിലുള്ള വലിയ തീപിടുത്തം ഉണ്ടാകുമ്പോൾ ശ്വാസം മുട്ടിയും അതുപോലെ തന്നെ ഈ പുക ശ്വസിച്ചുമെല്ലാം തന്നെ മരണമുണ്ടാകാനുള്ള സാധ്യതയും കൂടുതലാണ്. മാത്രമല്ല, ഈ അപകടത്തിൻ്റെ പൊള്ളലേൽക്കാനും അതുപോലെ തന്നെ അപകടത്തിൻ്റെ ഗുരുതരമായ ആഘാതമേൽക്കാനുള്ള സാധ്യതകളും തള്ളിക്കളയാനാവില്ല. ഈ ഒരു സാഹചര്യത്തിലാണ് അതീവ ഗുരുതരമായ രീതിയിൽ ഈ അപകടത്തിൻ്റെ ഗൗരവം വർദ്ധിക്കുന്നതെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ബാങ്കോക്കിൽ നിന്ന് വരികയായിരുന്നു വിമാനം. സൗത്ത് കൊറിയയിൽ ഇറങ്ങുന്നതിന് മുൻപ്, അതായത് ഈ വിമാനത്താവളത്തിൽ ഇറങ്ങുന്നതിന് മുമ്പ് തന്നെ എന്തോ ഒരു സാങ്കേതിക തകരാറുണ്ടായതായി റിപ്പോർട്ട് ചെയ്യപ്പെടുന്നുണ്ട്. സാങ്കേതിക തകരാറെന്ന് പറയുന്നത്, നിലവിലെ വിവരങ്ങളനുസരിച്ച് നമുക്ക് ലഭ്യമാകുന്ന സൂചനകളനുസരിച്ച് സാങ്കേതിക തകരാറെന്ന് പറയുന്നത് ഈ വിമാനത്തിന് പക്ഷിയിടിച്ച് അതിൻ്റെ നിയന്ത്രണം നഷ്ടപ്പെട്ടിരുന്നു. അത് റൺവേക്ക് കൃത്യമായി പാരലലായി, അതായത് റൺവേക്ക് അനുകൂലമായി പറക്കുന്നതിന് പകരം നേരിയ തോതിൽ ഡീവിയേറ്റ് ചെയ്ത് പറന്നു എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. പ്രാഥമികമായ ദൃശ്യങ്ങളിൽ നിന്നും അത്തരം സൂചനകൾ തന്നെയാണ് വരുന്നത്. റൺവേക്ക് തൊട്ടടുത്തുള്ള ഒരു ബഫർ ഏരിയയിൽ, അതായത് ഇത്തരത്തിൽ അപകടകരമായ രീതിയിൽ വിമാനങ്ങൾ തെന്നിമാറുകയാണെങ്കിൽ അധികം ദൂരം പോകാതിരിക്കാവുന്ന ഒരു സംവിധാനം, അവിടെ തന്നെ മണലും അത്തരത്തിലുള്ള സംവിധാനങ്ങളെല്ലാം ഒരുക്കിയിട്ടുണ്ടാകും. അത്തരത്തിലുള്ളൊരു സംവിധാനത്തിനെയും കടന്നാണ് വിമാനം നിലത്ത് ഇറങ്ങിപ്പോയത് എന്നതാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. പല വിഷയങ്ങൾ ഇതിൽ പറയപ്പെടുന്നുണ്ട്. ഈ ഇറങ്ങിയ പ്രദേശം, അതായത് റൺവേയിൽ ഇറങ്ങിയ കൃത്യമായ സ്ഥലത്തിലേക്കാൾ കൂടുതൽ ദൂരത്തിൽ റൺവേയിൽ ഇറങ്ങി എന്ന വിവരങ്ങളെല്ലാം തന്നെ പുറത്തു വരികയും ചെയ്യുന്നുണ്ട്. എന്നാൽ ഇതൊന്നും സ്ഥിരീകരിക്കപ്പെട്ടിട്ടില്ല. ഇപ്പോൾ മരണസംഖ്യ 28 എന്ന ഒരു വിവരം മാത്രമാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. രോഹിണി, എന്തായാലും മറ്റ് അട്ടിമറി സാധ്യതകളൊന്നും ഉണ്ടാകാനുള്ള വഴിയില്ലല്ലോ ഐസൺ? അത്തരത്തിലൊരു സൂചന നേരത്തെ ചില മാധ്യമങ്ങളെങ്കിലും പുറത്തുവിട്ടിരുന്നുവെങ്കിൽ കൂടി അത് അസ്ഥാനത്താണ് എന്നാണ് നമുക്കിപ്പോൾ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അട്ടിമറി സാധ്യത ഉണ്ടെങ്കിൽ തന്നെ വിമാനത്തിൽ ഏത് രീതിയിലാണ് തീപിടിച്ചത് എന്നത് സംബന്ധിച്ച ഒരു സംശയമാണ് നിലനിൽക്കുന്നത്. നിലവിലെ സാഹചര്യത്തിൽ അതിലൊരു പക്ഷി ഇടിച്ചതാണ്, വലിയ ഏതെങ്കിലും പക്ഷി അതിൻ്റെ എഞ്ചിനിൽ കുടുങ്ങിയതായിരിക്കാം. അതോടുകൂടി ഇതിൻ്റെ നിയന്ത്രണം വിടുകയും കൂടുതൽ ആഘാതങ്ങൾ ഉണ്ടാകുന്ന രീതിയിലേക്ക് വിമാനത്തിൻ്റെ സാങ്കേതിക പ്രശ്നങ്ങൾ വളരുകയുമാണ് ചെയ്തിരിക്കുന്നത് എന്നാണ് ഇപ്പോൾ നിലവിലെ സൂചനകളിൽ നിന്നെല്ലാം തന്നെ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അങ്ങനെയെങ്കിൽ ഈ അത്തരത്തിലൊരു സാധ്യത നിലവിലില്ല എന്ന് വേണം പ്രാഥമികമായി കണക്കാക്കാൻ. അത്തരത്തിലൊരു സൂചനകളെല്ലാം വന്നിരുന്നു എന്നതൊരു യാഥാർത്ഥ്യമാണ് എങ്കിൽ കൂടി അത്തരത്തിലൊരു സാധ്യതയില്ല എന്ന ഒരു സ്ഥിരീകരണത്തിലേക്ക് അനൗദ്യോഗികമായെങ്കിലും എത്തുന്നുണ്ട് എന്നതാണ് അറിയാൻ സാധിക്കുന്നത്. 175 പേർ യാത്രക്കാരായി വിമാനത്തിലുണ്ടായിരുന്നു. അതുപോലെ തന്നെ 6 ജീവനക്കാരും ഉണ്ടായിരുന്നു. ഇതിൽ മരിച്ചവരാരൊക്കെയാണ് എന്നത് സംബന്ധിച്ചുള്ള വിവരങ്ങൾ, അതായത് ഈ 181 പേരിൽ എത്ര വിമാന ജീവനക്കാർ ഉൾപ്പെട്ടിട്ടുണ്ട്, അതുപോലെ തന്നെ മരിച്ചവരിൽ എത്ര വിമാന ജീവനക്കാർ ഉൾപ്പെട്ടിട്ടുണ്ട്, അതുപോലെ തന്നെ മറ്റ് യാത്രക്കാരുണ്ട് എന്നത് സംബന്ധിച്ച വിശദമായ വിവരങ്ങൾ ഇനിയും വരാനിരിക്കുന്നതേ ഉള്ളൂ. അല്പസമയം മുമ്പാണ് ഈ അപകടമുണ്ടായത്. നമുക്ക് ഈ ദൃശ്യങ്ങളിൽ കാണുന്നത് പോലെ ഭീകരമായ രീതിയിൽ അത് ഈ വിമാനം മതിൽ ഇടിച്ചു കയറുകയായിരുന്നു. ഇടിച്ചു കയറി സ്വയം പൊട്ടിത്തെറിക്കുകയായിരുന്നു. തീർച്ചയായും നമുക്കറിയാവുന്നതാണ്, അത്തരം ഒരു അപകടകരമായ ഒരു സാഹചര്യം പറക്കുന്ന സാഹചര്യത്തിലുണ്ടെങ്കിൽ ഈ ഇന്ധനം ഇത്രയും വലിയ തോതിൽ പൊട്ടിത്തെറിക്കാവുന്ന രീതിയിലുള്ള ഇന്ധനം വിമാനത്തിലുണ്ടാകാനുള്ള സാധ്യത കുറവാണ്. മാത്രമല്ല, അത് ചോർത്തിക്കളയാനുള്ള ശ്രമമെല്ലാം തന്നെ പൈലറ്റ് നടത്തുകയും ചെയ്യും. അതൊരു സുരക്ഷയുടെ ഭാഗമായി അത്തരത്തിലുള്ള നീക്കങ്ങളൊന്നും തന്നെ വിമാനം റൺവേയിൽ എത്തുന്നത് വരെ ഉണ്ടായിട്ടില്ല എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. റൺവേയിൽ ഇറങ്ങിയതിൻ്റെ പൊസിഷനും അതുപോലെ തന്നെ റൺവേയിൽ ഇറങ്ങിയതിൻ്റെ ഡയമെൻഷനും, അതായത് ഏത് ദിശയിലാണ് ഇറങ്ങിയത് സംബന്ധിച്ച് ചില സാങ്കേതിക പ്രശ്നങ്ങളും ഒരുപക്ഷെ കാറ്റിൻ്റെയൊക്കെ പ്രശ്നങ്ങളാവാം, അല്ലെങ്കിൽ എഞ്ചിൻ്റെ ത്രസ്റ്റിൻ്റെ വേരിയേഷനുകളാവാം. പല സാങ്കേതിക പ്രശ്നങ്ങളും ചൂണ്ടിക്കാണിക്കപ്പെടുന്നുണ്ട് എങ്കിൽ കൂടി നിലവിലെ സാഹചര്യത്തിൽ അപകടത്തിനെ സംബന്ധിച്ച് വിശദമായ വിവരങ്ങൾ ഇനിയും ലഭ്യമാകേണ്ടതുണ്ട്. ബ്ലാക്ക് ബോക്സ് കണ്ടെടുത്ത് അത്തരത്തിലുള്ള വിവരങ്ങൾ ലഭ്യമാക്കേണ്ടതുണ്ട്. മാത്രമല്ല, സാങ്കേതികമായ പരിശോധനകളെല്ലാം തന്നെ നടക്കേണ്ടതുണ്ട്. ഏറ്റവും പുതിയ വിവരം വരുന്നത് 28 പേർ മരിച്ചു എന്നാണ്. അതിലേറെ പേർ മരിച്ചു എന്ന ചില സൂചനകളെല്ലാം
റിപ്പോർട്ടുകളെല്ലാം വരുന്നുണ്ട് എങ്കിൽ കൂടി അത് സംബന്ധിച്ച സ്ഥിരീകരണങ്ങൾ ഇതുവരെ ഉണ്ടായിട്ടില്ല. മരിച്ചവരിൽ എത്ര വിമാന ജീവനക്കാരുണ്ട്, എത്ര യാത്രക്കാരുണ്ട് എന്നത് സംബന്ധിച്ചുള്ള വിവരങ്ങളും ഇതുവരെ ലഭ്യമായിട്ടില്ല എന്നാണ് അറിയാൻ സാധിക്കുന്നത്. രോഹിണി. ശരി ഐസൻ, എന്തായാലും ഞെട്ടിപ്പിക്കുന്ന ഒരു അപകട വാർത്ത തന്നെയാണ്. അതോടൊപ്പം ഐസൻ, നമുക്ക് മറ്റൊരു കാര്യം കൂടി അറിയേണ്ടതുണ്ട്. കഴിഞ്ഞ ദിവസം നടന്ന അസർബൈജാൻ വിമാനം തകർന്നതിൻ്റെ ഉത്തരവാദിത്വം റഷ്യ ഏറ്റെടുത്തിരിക്കുന്നു എന്നാണ് അറിയാൻ കഴിയുന്നത്. അസർബൈജാൻ പ്രസിഡന്റ് ഇൽഹാം അലിയവുമായി വ്ളാഡിമിർ പുടിൻ ഫോണിൽ സംസാരിച്ചു. 38 പേരുടെ മരണത്തിനിടയാക്കിയ സംഭവത്തിൽ റഷ്യൻ പ്രസിഡന്റ് ഖേദം പ്രകടിപ്പിച്ചു എന്നും അറിയാൻ കഴിയുന്നുണ്ട്. തീർച്ചയായും രോഹിണി, ഈ സംഭവത്തിൽ 38 പേരുടെ മരണത്തിനിടയാക്കിയ വിമാനാപകടത്തിന് കാരണമായത് റഷ്യ വിക്ഷേപിച്ച, അതായത് യുക്രൈൻ വിക്ഷേപിച്ച ഡ്രോണുകൾ, യുക്രൈനിൽ നിന്നെത്തിയ ഡ്രോണുകളെ പ്രതിരോധിക്കുന്നതിന് റഷ്യ അയച്ച ഒരു ഓട്ടോമാറ്റിക് മിസൈൽ സംവിധാനത്തിൽ നിന്നും പുറപ്പെട്ട ഒരു മിസൈലാണ് എന്നാണ് അറിയാൻ സാധിക്കുന്നത്. മിസൈൽ വരുന്നു എന്ന് പൈലറ്റ് തിരിച്ചറിയുകയും പൈലറ്റ് അതിൻ്റെ ഗതി മാറ്റുകയും, അതായത് ചെസ്നയിൽ ഇറങ്ങേണ്ട വിമാനം ദിശ മാറ്റി പറപ്പിക്കുകയും ചെയ്തിരുന്നു എന്ന വിവരങ്ങൾ കൃത്യമായി വരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഈ മിസൈൽ പിന്തുടരുന്നുവെന്ന് തിരിച്ചറിഞ്ഞ പൈലറ്റാണ് ഈ വിമാനം ഡീവിയേറ്റ് ചെയ്തത്. എങ്കിലും പക്ഷേ ആ വിമാനത്തെ കൃത്യമായി ആ വിമാനത്തിൽ തന്നെ ഒരു ഇടിക്കാനുള്ളൊരു സാഹചര്യം മിസൈലിനുണ്ടാവുകയായിരുന്നു. അത്തരത്തിൽ ആ മിസൈൽ ഇടിച്ചതോടുകൂടി വിമാനത്തിൻ്റെ സാങ്കേതിക തകരാറുകൾ ഉണ്ടാവുകയും വിമാനം ഇറങ്ങുന്നതിന് മുൻപ്, ആ വിമാനം ഇറങ്ങുന്നതിന് മുമ്പ് തന്നെ ആ തീരപ്രദേശത്ത് തന്നെ വിമാനം തകർന്നു വീഴുകയുമായിരുന്നു. അത്തരത്തിൽ എയർപോർട്ടിനടുത്ത് തന്നെ തകർന്നു വീഴുകയായിരുന്നു എന്നാണ് അറിയാൻ സാധിക്കുന്നത്. ഇപ്പോൾ നമുക്ക് ദൃശ്യങ്ങളിൽ കാണുന്ന അത്തരത്തിലുള്ള ആ ഗൗരവതരമായ ഒരു അപകടത്തിൽ 38 പേർ മരിക്കുകയും ചെയ്തു. നമുക്കറിയാവുന്നതാണ്, റഷ്യൻ വ്യോമാതിർത്തിയിലൂടെ നിയമപ്രകാരമാണ് ഈ വിമാനം പറന്നത്. അതായത് സിവിൽ ഏവിയേഷൻ ചട്ടങ്ങൾ പ്രകാരം കൃത്യമായി സിവിൽ ഏവിയേഷൻ റൂട്ടിൽ തന്നെയാണ് വിമാനം പറന്നത്. അതുകൊണ്ട് തന്നെ സൈനിക നീക്കങ്ങൾ ഉണ്ടാകാൻ പാടില്ലാത്തൊരു പ്രദേശത്ത് സൈനിക നീക്കങ്ങൾ ഉണ്ടായി എന്നതാണ് ഏറെ ഗൗരവമർഹിക്കുന്നൊരു വിഷയം. സൈനിക നീക്കത്തിന് സമാനമായ നടപടി ഉണ്ടായി. അതുകൊണ്ട് തന്നെ അത്തരം വ്യോമയാന സുരക്ഷ, അന്താരാഷ്ട്ര വ്യോമയാന സുരക്ഷ സംബന്ധിച്ച നിയമങ്ങളുടെ അടിസ്ഥാന തത്വങ്ങൾ പ്രകാരം ഈ റഷ്യക്കെതിരെ നിയമ നടപടികൾ സ്വീകരിക്കുമെന്നും ഇന്നലെ അറിയിച്ചിരുന്നു. നേരത്തെ നമുക്ക് രോഹിണി പറഞ്ഞതുപോലെ ഇന്നലെ തന്നെ അസർബൈജാൻ പ്രസിഡന്റുമായി വ്ളാഡിമിർ പുടിൻ ഫോണിൽ സംസാരിക്കുകയും ഈ അപകടത്തിൽ ഖേദമറിയിക്കുകയും ചെയ്തിരുന്നു. കൃത്യമായ വിവരങ്ങൾ അന്ന് തന്നെ, അതായത് അസർബൈജാൻ തന്നെ അതിൻ്റെ വിവരങ്ങൾ അനുസരിച്ച്, അതായത് ഫ്ലൈറ്റ് ഡാറ്റ റെക്കോർഡറിൻ്റെയും അതുപോലെ തന്നെ എയർ ട്രാഫിക് കൺട്രോളിലും ലഭിച്ച വിവരങ്ങൾ അനുസരിച്ച് ഒരു മിസൈൽ തട്ടിയിട്ടുണ്ട് എന്ന് കൃത്യമായി അവർ പറയുകയും ചെയ്തു. അത് റഷ്യയുടെ മിസൈലാണ് എന്ന് സ്ഥിരീകരിക്കുകയും ചെയ്തിരുന്നു അസർബൈജാൻ. എന്നാൽ അത് സംബന്ധിച്ച് വിശദമായ അന്വേഷണം വേണ്ടതുണ്ട് എന്ന നിലപാടായിരുന്നു റഷ്യയുടേത്. ഇന്നലെ വൈകിട്ടോടെ, അതായത് ഇന്ത്യൻ സമയം ഇന്നലെ വൈകിട്ടോടെ റഷ്യൻ പ്രസിഡന്റ് ഇക്കാര്യം സ്ഥിരീകരിക്കുകയും അസർബൈജാൻ പ്രസിഡന്റിനോട് ഫോണിൽ സംസാരിക്കുകയും ഖേദമറിയിക്കുകയും ചെയ്തിരിക്കുകയാണ്. നിയമ നടപടികൾ തുടർന്ന് ഉണ്ടാവുകയും ചെയ്യും. ശരി ഐസൻ, മറ്റൊരു അന്തർദേശീയ വാർത്ത കൂടി അറിയേണ്ടതുണ്ട്. കാരണം താലിബാൻ അതോടൊപ്പം പാകിസ്ഥാൻ, അതായത് പാകിസ്ഥാൻ അഫ്ഗാനിസ്ഥാൻ അതിർത്തിയിൽ സംഘർഷ സാഹചര്യം കഴിഞ്ഞ ദിവസം ഉടലെടുത്തിരുന്നു. യുദ്ധസമാന സാഹചര്യം എന്നാണ് മാധ്യമങ്ങൾ റിപ്പോർട്ട് വരെ ചെയ്തിരുന്നത്. താലിബാനെതിരെ നടന്ന ആക്രമണത്തിൽ 15 ഭീകരർ കൊല്ലപ്പെട്ടതായാണ് ഇപ്പോൾ പാകിസ്ഥാൻ അറിയിക്കുന്നതും. കാരണം നേരത്തെ പറഞ്ഞ പോലെ തന്നെ പാകിസ്ഥാൻ അതിർത്തിയിൽ കടന്നു കയറി താലിബാൻ ഭീകരർ കഴിഞ്ഞ ദിവസം ആക്രമണം നടത്തിയത് ഒക്കെ നമ്മൾ വാർത്തയിലൂടെ അറിഞ്ഞതാണ്. താലിബാന് എതിരായ പാക് സൈനിക നടപടിയിലാണ് 15 താലിബാൻ ഭീകരർ കൊല്ലപ്പെട്ടതെന്ന വിവരം വരുന്നത്. അതേസമയം പാകിസ്ഥാൻ സൈന്യത്തെ തങ്ങൾ ലക്ഷ്യം വച്ചിട്ടില്ല എന്ന് താലിബാൻ പറയുന്നുമുണ്ട്. ഐസൻ. തീർച്ചയായും മനു, ഇത്തരത്തിൽ തന്നെയാണ് ഏറ്റവും പുതിയ വിവരങ്ങൾ പുറത്തു വരുന്നത്. താലിബാൻ ലക്ഷ്യം വെച്ചത് പാകിസ്ഥാൻ ആർമി പോസ്റ്റുകളെയല്ല, മറിച്ച് പാകിസ്ഥാൻ്റെ ആ പ്രദേശത്ത് തുടരുന്ന, നമുക്കറിയാവുന്നതാണ് പാകിസ്ഥാനിൽ നിരവധിയായ ഇത്തരത്തിലുള്ള ഭീകര സംഘടനകൾ തുടരുന്നുണ്ട്. ഇവർ തമ്മിലുള്ള റൈവൽറി സ്വാഭാവികമായും കാലങ്ങളായി ഉണ്ടായിക്കൊണ്ടുമിരിക്കുന്നുണ്ട്. അത്തരത്തിലൊരു എതിർപ്പിൻ്റെ ഭാഗമായാണ് താലിബാൻ ഈ നടപടിയിലേക്ക് നീങ്ങിയത് എന്നാണ് താലിബാൻ്റെ വിശദീകരണം വരുന്നത്. എന്നാൽ നമുക്കറിയാവുന്നതാണ്, താലിബാനിൽ നടന്ന വ്യോമാക്രമണത്തിൽ, അതായത് ഈ തെഹ്രീർ പാകിസ്ഥാൻ എന്ന് പറയുന്ന ആ ഭീകര സംഘടനയുടെ പ്രവർത്തകർ തുടർച്ചയായി പാകിസ്ഥാനിൽ ഭീകരാക്രമണം നടത്തിയതിൻ്റെ അത് നിയന്ത്രിക്കുന്നതിൻ്റെ ഭാഗമായി അവരുടെ ശക്തി കേന്ദ്രങ്ങളിലെല്ലാം തന്നെ പാകിസ്ഥാൻ വ്യോമസേന ആക്രമണം നടത്തുകയായിരുന്നു. ഈ ആക്രമണത്തിൽ 48 പേർ മരിച്ചു. 48 താലിബാൻ ഭീകരർ മരിച്ചതിന് പ്രതികാരമായിട്ടാണ് നടപടിയെന്നാണ് കൃത്യമായും നേരത്തെ വ്യക്തമാക്കിയിരുന്നത്. എന്നാൽ ശക്തമായ തിരിച്ചടി പാകിസ്ഥാൻ്റെ ഭാഗത്തു നിന്നുണ്ടാവുകയും ചെയ്തു. നമുക്കറിയാവുന്നതാണ്, ആ അതിർത്തി പ്രദേശങ്ങളിലെല്ലാം തന്നെ കാര്യമായൊരു സേനാ വിന്യാസം പാകിസ്ഥാൻ നടത്തിയിരുന്നില്ല. ആ പ്രദേശത്തേക്ക് കൃത്യമായി, അതായത് ഖൈബർ പഖ്തൂൺഖ്വ പ്രദേശത്തേക്ക് കൃത്യമായി സൈനിക നീക്കം നടത്തുകയായിരുന്നു താലിബാൻ. അത്തരത്തിൽ ആ പ്രിസൈസായ ഒരു സൈനിക നീക്കത്തിൻ്റെ ഭാഗമായി സ്വാഭാവികമായൊരു തിരിച്ചടി ഉണ്ടാവുകയും ചെയ്തു. ആ തിരിച്ചടിയുടെ ആ ഒരു ആഘാതത്തിലാണ് 15 താലിബാൻ ഭീകരർ കൊല്ലപ്പെട്ടത്. അതേസമയം ഇന്നലെ 2 മിലിറ്ററി പോസ്റ്റുകൾ പിടിച്ചെടുക്കുകയും 19ഓളം പാക് പട്ടാളക്കാർ കൊല്ലപ്പെടുകയും ചെയ്തു എന്ന് സ്ഥിരീകരിക്കപ്പെട്ട റിപ്പോർട്ടുകൾ, പാകിസ്ഥാൻ സൈന്യം തന്നെ സ്ഥിരീകരിച്ച റിപ്പോർട്ടുകൾ പുറത്തു വന്നിരുന്നു. സ്വാഭാവികമായും ആ പ്രദേശത്ത് നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഒരു യുദ്ധസമാന സാഹചര്യം, യുദ്ധം തന്നെ എന്ന് നമുക്ക് പറയാവുന്ന ഒരു സാഹചര്യമാണുള്ളത്. കവചിത വാഹനങ്ങൾ തുടർച്ചയായി താലിബാൻ്റെ ഭാഗത്തു നിന്നും
പാകിസ്ഥാൻ്റെ ഭാഗത്തു നിന്നും അതിർത്തി പ്രദേശങ്ങളിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുന്നു. ശക്തമായ ഒരു ആക്രമണത്തിനുള്ള നീക്കങ്ങൾ നടത്തുന്നു എന്നാണ് അറിയാൻ സാധിക്കുന്നത്. ഏറെ പ്രാധാന്യമർഹിക്കുന്നൊരു വിഷയം, ഈ ഒരു അന്താരാഷ്ട്ര വിഷയത്തിൽ അന്താരാഷ്ട്ര വിഷയത്തിൻ്റെ പ്രത്യേകതയായി ഇത് പരിഗണിക്കുമ്പോൾ താലിബാൻ്റെ അടിസ്ഥാന സ്വഭാവം, അതായത് പാല് കൊടുത്ത കൈക്ക് കടിക്കുന്ന സ്വഭാവമുള്ള ഭീകര സംഘടനയാണ് താലിബാൻ എന്ന് പറയുന്ന അതേ സ്വഭാവം തന്നെയാണ് ഇപ്പോൾ താലിബാൻ കാണിച്ചിരിക്കുന്നത് എന്നതാണ് ഏറെ ഗൗരവമുള്ളൊരു വിഷയം. നമുക്ക് അറിയാവുന്നതാണ്, നേരത്തെ ഈ താലിബാൻ്റെ ആക്രമണങ്ങൾ നടന്നതും അത് താലിബാനെ പിന്തുണച്ച ചില രാജ്യങ്ങൾക്കെതിരായിരുന്നു. അതുപോലെ തന്നെ ഒരു കാലത്ത് താലിബാനെ പിന്തുണച്ചിരുന്നു. ഈ പാകിസ്ഥാനാണെങ്കിൽ താലിബാനെ ലോക സ്വീകാര്യത നേടിക്കൊടുക്കുന്നതിന് കാര്യമായ ഇടപെടൽ നടത്തിയ ഒരു രാജ്യവും കൂടിയാണ്. അത്തരത്തിൽ ആ ഇടപെടൽ നടത്തിയ രാജ്യത്തിനെതിരെ തന്നെ ഇപ്പോൾ താലിബാൻ തിരിഞ്ഞിരിക്കുന്നു എന്നതാണ് ഏറെ ഗൗരവമർഹിക്കുന്ന വിഷയം. മറ്റൊരു പ്രധാനപ്പെട്ട വിഷയം, അതിർത്തിയിലെ മറ്റ് ദുഷിച്ച സംഘടനകൾ, അതായത് മലീഷ്യസ് ഓർഗനൈസേഷൻസ് എന്ന വാക്കുകളൊക്കെയാണ് അവർ ഉപയോഗിച്ചത് എങ്കിൽ കൂടി ലക്ഷ്യം വെച്ചത് പാകിസ്ഥാൻ ആർമിയെ തന്നെയാണ് എന്നത് കാര്യത്തിൽ തർക്കമില്ല. അല്ലെങ്കിൽ പാകിസ്ഥാൻ ആർമിയുടെ 19 പട്ടാളക്കാരുടെ മരണം സംഭവിക്കുകയും വൻതോതിൽ നാശനഷ്ടമുണ്ടാകുകയും ചെയ്യേണ്ട സാഹചര്യവും അവിടെ ഉണ്ടായിരുന്നില്ല എന്നതാണ് ഏറെ ഗൗരവമർഹിക്കുന്നൊരു വിഷയം. തീർച്ചയായും ശക്തമായ ഒരു ആക്രമണം താലിബാൻ്റെ ഭാഗത്തു നിന്നും പാകിസ്ഥാൻ്റെ ഭാഗത്തു നിന്നും പരസ്പരം ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു എന്നതാണ് ഏറെ ഗൗരവമർഹിക്കുന്നൊരു വിഷയം. ഇത് മറ്റൊരു അന്താരാഷ്ട്ര പ്രശ്നമായി ഉയർന്നു വരാനുള്ള സാധ്യത നിലവിൽ യുക്രൈനും അതുപോലെ തന്നെ ഇസ്രായേലിനും സിറിയയ്ക്കും ശേഷം വീണ്ടും സംഘർഷം തുടരുന്ന ഒരു രാജ്യങ്ങളായി പാകിസ്ഥാനും ഇതുപോലെ അഫ്ഗാനിസ്ഥാനും എത്തുന്നു എന്ന സൂചനയാണ് ഇതിൽ നിന്നെല്ലാം തന്നെ വായിച്ചെടുക്കാൻ സാധിക്കുന്നത്. ശരി. മുനമ്പം ജനതയ്ക്കെതിരായ വഖഫ് ബോർഡ് പ്രചാരണങ്ങൾ ജുഡീഷ്യൽ കമ്മീഷന് മുന്നിൽ തുറന്നുകാട്ടാനൊരുങ്ങുകയാണ് സമരസമിതി. ജനുവരി 4-ന് ജുഡീഷ്യൽ കമ്മീഷൻ മുനമ്പത്തെത്തുമ്പോൾ പരമാവധി വീടുകളും സാഹചര്യങ്ങളും നേരിട്ട് കാണിക്കാനൊരുങ്ങുകയാണ് സമരസമിതി. റിസോർട്ട് മാഫിയയാണ് സമരത്തിനു പിന്നിലെന്ന വ്യാജ പ്രചാരണമാണ് ആസൂത്രിതമായി നടത്തുന്നത്. വിവരങ്ങളുമായി കിരൺ കുമാർ ചേരുന്നു. കിരൺ, മുനമ്പം ജനതയെ സന്ദർശിക്കാനായി ജുഡീഷ്യൽ കമ്മീഷൻ ജനുവരി 4-ന് എത്തിച്ചേരുമ്പോൾ ഇതിന്റെ ഇരയായവരുടെ വീടുകളും സാഹചര്യങ്ങളും ഒക്കെ കാണിക്കാനാണ് സമരസമിതി ഒരുങ്ങുന്നത്. കാരണം ഈ സമരത്തിനു പിന്നിൽ റിസോർട്ട് മാഫിയയാണ് എന്നുള്ള വ്യാജ പ്രചരണം നടത്തുകയും യഥാർത്ഥ ദുരിതം അനുഭവിക്കുന്നവരുടെ സമരത്തിനെ വഴിതിരിച്ചുവിടാനുള്ള ഒരു തീവ്ര ശ്രമം രാഷ്ട്രീയക്കാരുടെ ഭാഗത്തുനിന്ന് പോലും ഉണ്ടാവുകയും ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് കൃത്യമായ സാഹചര്യങ്ങൾ, വസ്തുതകൾ, നിജസ്ഥിതികൾ ഇവയൊക്കെ ജുഡീഷ്യൽ കമ്മീഷന് മുൻപാകെ തുറന്നു കാട്ടാനൊരുങ്ങുകയാണ് സമരസമിതി, അല്ലേ? രോഹിണി, ഈ മുനമ്പത്തെ പ്രശ്നപരിഹാരം നിർദ്ദേശിക്കാൻ വേണ്ടി സർക്കാർ നിയോഗിച്ചിട്ടുള്ള ജസ്റ്റിസ് CN രാമചന്ദ്രൻ നായർ കമ്മീഷൻ ജനുവരി 4-നാണ് മുനമ്പത്തേക്ക് എത്തുന്നത്. കമ്മീഷന്റെ പ്രവർത്തനങ്ങൾ നേരത്തെ തന്നെ ആരംഭിച്ചിരുന്നതാണ്. ചില പരാതികളും ആക്ഷേപങ്ങളടക്കമുള്ള കാര്യങ്ങൾ കമ്മീഷൻ പരിശോധിച്ചു വന്നിരുന്നു. ഏതായാലും നേരിട്ടെത്തി ഈ സ്ഥിതിഗതികൾ വിലയിരുത്താനായിട്ട് കമ്മീഷൻ എത്തുന്ന സമയത്ത് വഖഫ് ബോർഡ് അടക്കം തങ്ങൾക്കെതിരായിട്ട് നടത്തുന്ന ആരോപണങ്ങൾ അത് തുറന്നു കാണിക്കുന്നതിന് വേണ്ടിയുള്ള ശ്രമമായിരിക്കും മുനമ്പത്തെ ജനങ്ങളുടെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നത്. ഈ കമ്മീഷൻ അവിടെ മുനമ്പത്തെത്തി ജനങ്ങളെ നേരിട്ട് കാണുക, അതായത് കമ്മീഷന് മുൻപിലേക്ക് ജനങ്ങളെത്തുക എന്ന രീതിയിലാണ് കാര്യങ്ങൾ ക്രമീകരിച്ചിരിക്കുന്നത്. എങ്കിൽ പോലും ചില പ്രശ്നങ്ങൾ, പ്രത്യേകിച്ച് മുനമ്പത്തെ ജനങ്ങൾ അനുഭവിക്കുന്ന ചില ബുദ്ധിമുട്ടുകളുണ്ട്. ഈ സ്ഥലങ്ങളിലേക്ക് കമ്മീഷനെ കൂട്ടിക്കൊണ്ടുപോയി ഈ വീടുകളിലെ സാഹചര്യങ്ങൾ, അവിടുത്തെ ആളുകളുടെ സാഹചര്യങ്ങൾ അത് പരമാവധി കമ്മീഷന് മുന്നിൽ അവതരിപ്പിക്കാൻ കഴിയണം. അതിനുവേണ്ടിയുള്ള തയ്യാറെടുപ്പ് തന്നെയാണ് മുനമ്പത്തെ ജനങ്ങൾ നടത്തുന്നത്. ഏതായാലും നേരത്തെ ഈ വഖഫ് ബോർഡ് അടക്കം ഉന്നയിച്ചിരുന്ന ഒരു ആക്ഷേപം, ഈ മുനമ്പത്തെ പ്രശ്നങ്ങളുടെ പിന്നിൽ അത് ചില റിസോർട്ട് മാഫിയയുടെ പ്രവർത്തനങ്ങളാണ് എന്ന തരത്തിൽ ഈ മുനമ്പം സമരത്തെ അവഹേളിക്കുന്നതിന് വേണ്ടിയുള്ള ശ്രമങ്ങൾ നടന്നിരുന്നു. ഇത് ചില ആളുകൾ, രാഷ്ട്രീയ സംഘടനകളും ഏറ്റുപിടിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. പിന്നീട് മുനമ്പത്തെ ജനങ്ങളുടെ പ്രതിഷേധത്തിൻ്റെ ചൂട് അവരറിഞ്ഞതോടുകൂടി സ്വാഭാവികമായിട്ട് അതിൽ നിന്ന് പിന്നോട്ട് പോയി. ഏതായാലും ഇപ്പോൾ വഖഫ് ബോർഡ് ഈ കാര്യത്തിൽ തന്നെ ഉറച്ചു നിൽക്കുകയാണ്. മുനമ്പം പ്രശ്നത്തിന് പിന്നിലുള്ളത് ചില റിസോർട്ട് മാഫിയ ആണ് എന്നുള്ളൊരു കാര്യമാണ്. എന്നാൽ ഇതല്ല, 610ഓളം കുടുംബങ്ങൾ ഈ വഖഫിൻ്റെ അധിനിവേശത്തിൽ ദുരിതം അനുഭവിക്കുന്നുണ്ട് എന്നുള്ള ആ ഒരു സത്യാവസ്ഥ അത് കൃത്യമായി തന്നെ ജുഡീഷ്യൽ കമ്മീഷന് മുന്നിൽ അവതരിപ്പിക്കുന്നതിന് വേണ്ടിയുള്ള നീക്കമാണ് മുനമ്പത്തെ ജനങ്ങളുടെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നത്. ശരി, കിരൺ കുമാറാണ് വിവരങ്ങൾ നൽകിയത്. ക്ഷേത്ര ഉപദേശക സമിതിയിലെ തർക്കത്തെ തുടർന്ന് അമ്പലപ്പുഴ ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിലെ പ്രസിദ്ധമായ 12 കളഭ മഹോത്സവം പ്രതിസന്ധിയിൽ. ഉപദേശക സമിതി പ്രസിഡന്റും സെക്രട്ടറിയും തമ്മിൽ ദീർഘനാളായി തുടരുന്ന തർക്കം രൂക്ഷമായതോടെയാണ് പ്രതിസന്ധിയിലായത്. നിലവിലെ ഉപദേശക സമിതി പിരിച്ചുവിട്ട് പുതിയ ഉപദേശക സമിതി രൂപീകരിച്ചതിന് ശേഷം 12 കളഭ മഹോത്സവം നടത്തണമെന്നതാണ് ഭക്തരുടെ ആവശ്യം. മകരം 1 മുതൽ 12 വരെ അമ്പലപ്പുഴ ക്ഷേത്രത്തിൽ നടക്കുന്ന ചരിത്രപ്രസിദ്ധമായ കളഭ മഹോത്സവം
ക്ഷേത്ര ഉപദേശക സമിതിയുടെ നേതൃത്വത്തിലാണ് നടക്കാറുള്ളത്. എന്നാൽ ഒരു വർഷം മുമ്പ് അധികാരത്തിലെത്തിയ ക്ഷേത്രോപദേശക സമിതി ഭാരവാഹികളുടെ തർക്കമാണ് ഇപ്പോൾ കളഭ മഹോത്സവത്തിന് പ്രതിസന്ധിയായിട്ടുള്ളത്. സെക്രട്ടറിയും പ്രസിഡന്റും തമ്മിലുള്ള തർക്കം ഉപദേശക സമിതി ഓഫീസിന്റെ പൂട്ട് പൊളിക്കുന്നതിൽ വരെ എത്തി. പ്രസിഡന്റ് ഇല്ലാത്ത സമയത്ത് സെക്രട്ടറിയും കമ്മിറ്റി അംഗവും കൂടി പൂട്ടുപൊളിച്ചത് വലിയ വിവാദമായിരുന്നു. സംഭവം വിവാദമായതോടെ ദേവസ്വം ബോർഡ് ഇടപെട്ട് കഴിഞ്ഞ ദിവസം ഒത്തുതീർപ്പ് ചർച്ച നടത്തിയെങ്കിലും ഫലം കണ്ടില്ല. പിന്നാലെ പ്രസിഡന്റ് രാജിവെച്ചു. സെക്രട്ടറി സ്ഥാനമൊഴിഞ്ഞ് കത്ത് കൈമാറുകയും ചെയ്തു. ഉപദേശക സമിതി ഭാരവാഹികൾ തമ്മിൽ തർക്കം നിലനിൽക്കുമ്പോൾ കളഭ മഹോത്സവം എങ്ങനെ സുഗമമായി കൊണ്ടുപോകുമെന്ന ആശങ്കയിലാണ് ഭക്തർ. പറഞ്ഞാൽ ഈ അമ്പലപ്പുഴ ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് ഉപദേശക സമിതി പ്രസിഡന്റും സെക്രട്ടറിയും അങ്ങോട്ടും ഇങ്ങോട്ടും തമ്മിലുണ്ടാകുന്നത്. സാധാരണ നമ്മൾ ക്ഷേത്രത്തിൻ്റെ വികസന കാര്യങ്ങൾക്കും അതോടനുബന്ധിച്ച കാര്യങ്ങൾക്കും വേണ്ടിയാണ് ഉപദേശക സമിതി ദേവസ്വം ബോർഡ് അപ്പോയിൻറ്റ് ചെയ്യുന്നത്. അപ്പം പ്രസിഡന്റും സെക്രട്ടറിയും ബാക്കിയുള്ള മൊത്തം 13 അംഗ കമ്മിറ്റിയാണല്ലോ. അപ്പോൾ അവരെ യോജിച്ച് കൂട്ടായ തീരുമാനമെടുത്ത് ക്ഷേത്രത്തിൻ്റെ സർവോന്നതമായ ഉന്നതിക്ക് വേണ്ടിയാണ് ഉപദേശക സമിതി വിവരിക്കുന്നത്. അമ്പലപ്പുഴ അമ്പലത്തെ സംബന്ധിച്ച് ഇപ്പോൾ കഴിഞ്ഞ കുറേ നാളുകളായിട്ട് ക്ഷേത്രത്തിൻ്റെ ഉപദേശക സമിതി പ്രസിഡന്റും സെക്രട്ടറിയും തമ്മിലുള്ള സ്വരച്ചേർച്ചക്കുറവ് ഇവിടെ എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. ക്ഷേത്രത്തിന്റെ വികസനത്തിന് വേണ്ടി നിലവിൽ വന്നതാണ് ഉപദേശക സമിതി. രാഷ്ട്രീയത്തിനതീതമായി ഈശ്വരവിശ്വാസികളെ ഉൾപ്പെടുത്തി ക്ഷേത്ര ഉപദേശക സമിതി രൂപീകരിക്കണമെന്നാണ് ഹൈന്ദവ സംഘടനകളുടെയും ആവശ്യം. വിശ്വഹിന്ദു പരിഷത്തിന് ആവശ്യപ്പെടാനുള്ളത് ഇങ്ങനെയുള്ള ആൾക്കാരെ ഒഴിവാക്കി ഈ ഉപദേശ സമിതിയെ പരിപൂർണമായിട്ടും ഒഴിവാക്കിക്കൊണ്ട് പുതിയൊരു ഉപദേശ സമിതി എടുത്ത് മുന്നോട്ട് കൊണ്ടുപോകണം. എങ്കിൽ മാത്രമേ 12 കളവ മഹോത്സവം അമ്പലപ്പുഴയുടെ മൊത്തത്തിലുള്ള നമ്മുടെ അമ്പലപ്പുഴ ഉത്സവത്തെക്കാളും വലിയ ആഘോഷമാണ് 12 കളവ മഹോത്സവം എന്ന് പറയുന്നത്, ശങ്കരനാടക കലോത്സവം. അപ്പോൾ ഈ മഹത്തായ കാര്യങ്ങൾ രണ്ടും നടക്കുന്നതിന് വേണ്ടിയിട്ട് ഈ ഉപദേശക സമിതിയെ പിരിച്ചുവിട്ടുകൊണ്ട് തീർച്ചയായിട്ടും പുതിയൊരു ഉപദേശ സമിതി എടുത്തുകൊണ്ട് രാഷ്ട്രീയത്തിനൊക്കെ അതീതമായ ഉപദേശ സമിതി എടുത്തുകൊണ്ട് ആ ഉപദേശ സമിതിയുടെ നേതൃത്വത്തിൽ വേണം നമുക്കിനി 12 കളവ മത്സരം നടത്താനും അതിനുശേഷം പള്ളിപ്പാന പോലെയുള്ള വലിയ വലിയ ചടങ്ങുകൾ ക്ഷേത്രത്തിൽ നമുക്ക് നടക്കാൻ പോവുക. അപ്പോൾ അതിനൊക്കെ നേതൃത്വം കൊടുക്കുന്ന ശക്തമായ കമ്മിറ്റി തന്നെ വേണം. ജനം, ആലപ്പുഴ. മൻമോഹൻ സിംഗ് സ്മാരക വിഷയത്തിൽ കോൺഗ്രസിനെ കടന്നാക്രമിച്ച് BJP ദേശീയ അധ്യക്ഷൻ JP നദ്ദ. മൻമോഹൻ സിംഗിന്റെ വിയോഗത്തിൽ രാജ്യം മുഴുവൻ ദുഃഖിക്കുമ്പോൾ രാഷ്ട്രീയ മുതലെടുപ്പിന് ശ്രമിക്കുകയാണ് കോൺഗ്രസ് എന്ന് JP നദ്ദ വിമർശിച്ചു. അതേസമയം കോൺഗ്രസ് നേതൃത്വത്തെ വിമർശിച്ച മുൻ രാഷ്ട്രപതി പ്രണബ് മുഖർജിയുടെ മകളും രംഗത്തെത്തിയിട്ടുണ്ട്. ये वास्तव में बहुत ही दुर्भाग्यपूर्ण है कि कांग्रेस के पूर्व अध्यक्ष राहुल गांधी और वर्तमान में अध्यक्ष मल्लिकार्जुन खड़गे जी देश के पूर्व प्रधानमंत्री सम्माननीय मनमोहन सिंह जी के दुखद देहावसान पर भी राजनीति करने से बाज नहीं आ रहे। कांग्रेस के इस घटिया सोच के लिए जितनी भी निंदा की जाए वो कम है। कांग्रेस जिसने डॉक्टर मनमोहन सिंह को जीते जी कभी भी वास्तविक सम्मान नहीं दिया, अब उनके सम्मान के नाम पर राजनीति कर रहे हैं। ये वही कांग्रेस है जिसने PM मनमोहन सिंह जी को के ऊपर सुपर PM के रूप में मैडम सोनिया गांधी जी को बिठा करके PM पद की गरिमा को धूमिल किया, उसे नीचा दिखाया। यही नहीं, PM मनमोहन सिंह जी का अपमान जिस तरह से राहुल गांधी ने अध्यादेश ऑर्डिनेंस को फाड़ करके किया था, इसकी कोई दूसरी मिसाल नहीं दिखने को मिलती है। और आज वही राहुल गांधी पूर्व प्रधानमंत्री स्वर्गीय मनमोहन सिंह जी के मौत पर भी राजनीति कर रहे हैं। गांधी परिवार ने अपने परिवार को छोड़कर देश के किस बड़े नेता को सम्मान दिया? देखिए, इस बात में पॉलिटिक्स बिल्कुल नहीं होनी चाहिए, क्योंकि हमारा एक मोर और लेस एक ये हमारा ट्रेडिशन रहा कि जो फॉर्मर प्राइम मिनिस्टर्स हैं उनके लिए मेमोरियल बनते हैं। PV नरसिम्हा राव जी एक एक्सेप्शन थे, और डॉक्टर मनमोहन सिंह जी का स्टेलर कंट्रीब्यूशन देख के तो मैं तो पूरी तरह से मानती हूँ उनका मेमोरियल पे कोई कंट्रोवर्सी नहीं होना चाहिए और उनको भारत रत्न भी मिलना चाहिए। വിവരങ്ങളുമായി ഗൗതം അനന്തനാരായണൻ ചേരുന്നു. ഗൗതം, മൻമോഹൻ സിംഗ് സ്മാരക വിഷയത്തിൽ BJP ദേശീയ അധ്യക്ഷൻ JP നദ്ദ ശക്തമായി തന്നെ കോൺഗ്രസിനെ കടന്നാക്രമിച്ചിരിക്കുകയാണ്. എന്തായാലും ഈ മൻമോഹൻ സിംഗിന്റെ വിയോഗത്തിൽ രാജ്യം മുഴുവൻ ദുഃഖിക്കുമ്പോൾ കോൺഗ്രസ് അവിടെ രാഷ്ട്രീയ മുതലെടുപ്പിന് ശ്രമിക്കുകയാണ് എന്നാണ് BJP ആരോപിക്കുന്നത്. വിവരങ്ങൾ. രോഹിണിയും കടുത്ത ഭാഷയിലാണ് കോൺഗ്രസിനെ BJP ദേശീയ അധ്യക്ഷൻ JP നഡ്ഡ വിമർശിച്ചത്. അദ്ദേഹം എക്സിലിട്ട ഒരു വീഡിയോയിലൂടെ
കോൺഗ്രസിന്റെ ഇപ്പോഴത്തെ അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖാർഗെ ആണെങ്കിലും മുൻ അധ്യക്ഷനായിട്ടുള്ള രാഹുൽ ഉൾപ്പെടെയുള്ളവർ മൻമോഹൻ സിംഗിനെ മരണത്തിന് ശേഷവും അപമാനിക്കാൻ ശ്രമിക്കുന്നു എന്നതാണ് അദ്ദേഹം ചൂണ്ടിക്കാണിക്കുന്നത്. മൻമോഹൻ സിംഗ് ജീവിച്ചിരിക്കുന്ന കാലത്ത് അദ്ദേഹത്തെ എല്ലാ അർത്ഥത്തിലും അപമാനിച്ചവരാണ് കോൺഗ്രസും നെഹ്റു കുടുംബവും. പ്രധാനമന്ത്രി എന്ന ഒരു വലിയ പദത്തിലേക്ക് മൻമോഹൻ സിംഗിനെ ഇരുത്തുകയും അതിനുശേഷം ഒരു റിമോട്ട് കൺട്രോൾ പോലെ പ്രവർത്തിപ്പിക്കുകയും, അതായത് UPAയുടെ ചെയർമാൻ സ്ഥാനത്തേക്ക് സോണിയയെ കൊണ്ടുവന്ന് പ്രധാനമന്ത്രിയെക്കാട്ടിൽ വലിയ അധികാരം സോണിയയ്ക്ക് നൽകിക്കൊണ്ട് അദ്ദേഹത്തെ അപമാനിച്ചു. അതിനുശേഷവും പിന്നീട് ഈ ഭരണകാലത്ത് മൻമോഹൻ സിംഗിന്റെ നേതൃത്വത്തിലുള്ള സർക്കാർ പാസാക്കിയ ഓർഡിനൻസ് പരസ്യമായി കീറിയൊറിഞ്ഞുകൊണ്ട് രാഹുലിനെ പോലുള്ള ആൾക്കാർ മൻമോഹൻ സിംഗിനെ അപമാനിച്ചു. അങ്ങനെ അദ്ദേഹത്തിന്റെ ജീവിത കാലയളവിൽ പലതവണ ഇത്തരം അപമാനങ്ങൾ കോൺഗ്രസിൽ നിന്നും സഹിക്കേണ്ടി വന്നിട്ടുണ്ട് എന്നും, എന്നാൽ മരണശേഷം ഇപ്പോൾ അനാവശ്യമായ വിവാദങ്ങൾ സൃഷ്ടിച്ചുകൊണ്ട് അദ്ദേഹത്തിന്റെ മരണസമയവുമായി ബന്ധപ്പെട്ടതാണെങ്കിലും അതല്ലെങ്കിൽ പിന്നീട് മൻമോഹൻ സിംഗിന് മെമ്മോറിയൽ സ്ഥാപിക്കണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് അനാവശ്യമായൊരു വിവാദം, കേന്ദ്ര സർക്കാർ സ്ഥലം നൽകാമെന്നത് സംബന്ധിച്ചുള്ള ഉറപ്പ് നൽകിയിട്ടും വീണ്ടും വീണ്ടും തെറ്റായ പ്രചരണങ്ങൾ നടത്തുന്നതും മൻമോഹൻ സിംഗിനെ അപമാനിക്കുന്നതിന് തുല്യമാണ് എന്നാണ് BJP ദേശീയ അധ്യക്ഷൻ JP നഡ്ഡ ചൂണ്ടിക്കാണിച്ചത്. മാത്രമല്ല അദ്ദേഹം വളരെ പ്രസക്തമായ മറ്റൊരു കാര്യം കൂടി ഓർമ്മിപ്പിക്കുന്നുണ്ടായിരുന്നു. കോൺഗ്രസിന്റെ പാരമ്പര്യം എന്നത് നെഹ്റു കുടുംബത്തിന് പുറത്തു നിന്നുള്ള മറ്റ് നേതാക്കളെല്ലാം അധിക്ഷേപിക്കുന്നതാണ്, അല്ലെങ്കിൽ അവരുടെ പാരമ്പര്യത്തെ ഇല്ലാണ്ടാക്കാൻ ശ്രമിക്കുന്നതാണ് കോൺഗ്രസ് ചരിത്രത്തിൽ ചെയ്തിട്ടുള്ളത് എന്ന് കൂടി JP നഡ്ഡ ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. അതിന് ഉദാഹരണമായി അദ്ദേഹം പറയുന്നത് കോൺഗ്രസിന്റെ തന്നെ നേതാവും ആദ്യത്തെ ഉപപ്രധാനമന്ത്രിയുമായ സർദാർ വല്ലഭഭായ് പട്ടേലിന്റെയും ഭാരതത്തിന്റെ ഭരണഘടനാ ശില്പി BR അംബേദ്കറെയും ഒക്കെ കോൺഗ്രസ് അവഗണിച്ചതിന്റെ ചരിത്രം ഉദ്ധരിച്ചുകൊണ്ടാണ് ഈ മൻമോഹൻ സിംഗ് വിഷയത്തിലും JP നഡ്ഡ കോൺഗ്രസ് നേതൃത്വത്തെയും നെഹ്റു കുടുംബത്തെയും കടന്നാക്രമിച്ചത് എന്നത് ശ്രദ്ധേയമാണ്. അതേസമയം പ്രണബ് കുമാർ മുഖർജിയുടെ മകൾ, കോൺഗ്രസിന്റെ മുൻ നേതാവും അതുപോലെ തന്നെ മുൻ രാഷ്ട്രപതിയുമൊക്കെ പ്രണബ് മുഖർജിയുടെ കുടുംബവും കോൺഗ്രസ് നേതൃത്വത്തെ വിമർശിച്ചുകൊണ്ട് രംഗത്തെത്തി എന്നതാണ് മറ്റൊരു ശ്രദ്ധേയമായ ഘടകം. പ്രണബിന്റെ മകൾ ഷർമിഷ്ഠ മുഖർജിയാണ് ഇത്തരത്തിൽ കോൺഗ്രസിന്റെ നേതൃത്വത്തെ കടന്നാക്രമിച്ച് രംഗത്തെത്തിയത്. അവർ ചൂണ്ടിക്കാണിച്ചത് തന്റെ പിതാവ് മരണപ്പെട്ട സമയത്ത് ഒരു അനുശോചന യോഗം പോലും കോൺഗ്രസിന്റെ പ്രവർത്തക സമിതി നടത്തിയില്ല എന്ന വലിയ വെളിപ്പെടുത്തൽ പ്രണബ് മുഖർജിയുടെ മകളുടെ ഭാഗത്ത് നിന്നുണ്ടായത് കോൺഗ്രസിനെ സംബന്ധിച്ച് വലിയ ക്ഷീണമായി. ഈ കേന്ദ്ര സർക്കാർ ഈ മൻമോഹൻ സിംഗിന്റെ സ്മാരകം പണിയാൻ സ്ഥലം അനുവദിച്ചില്ല എന്നൊരു അനാവശ്യ വിവാദം കോൺഗ്രസ് ഒരു ഭാഗത്ത് രൂപപ്പെടുത്തി എടുക്കുന്ന ഘട്ടത്തിലാണ് കോൺഗ്രസിന്റെ ഒരു കാലത്തെ ഏറ്റവും അനിഷേധ്യ നേതാവും മുൻ രാഷ്ട്രപതിയുടെ മകളും കോൺഗ്രസ് നേതൃത്വത്തെ വിമർശിച്ച് രംഗത്തെത്തിയത്. അന്ന് ഒരു CWC യോഗം, അതായത് പ്രവർത്തക സമിതി യോഗം എന്തുകൊണ്ട് പ്രണബ് മുഖർജി മരിച്ച സമയത്ത് വിളിച്ചില്ല എന്ന് കോൺഗ്രസ് നേതാക്കളോട് ചോദിച്ചപ്പോൾ ഒരു മുതിർന്ന കോൺഗ്രസ് നേതാവ് തന്നോട് പറഞ്ഞത് മുൻ രാഷ്ട്രപതിമാർ മരിക്കുമ്പോൾ അത്തരം അനുശോചന യോഗങ്ങൾ പ്രവർത്തക സമിതി നടത്താറില്ല എന്നൊരു ന്യായീകരണം കൂടി ഒരു മുതിർന്ന നേതാവ് നടത്തിയെന്നും അത് തന്നെയും കുടുംബത്തെയും വലിയ തോതിൽ വിഷമിപ്പിച്ചുവെന്നും പ്രണബ് മുഖർജിയുടെ മകൾ തുറന്നു പറയുന്നു. എന്തായാലും ഈ മൻമോഹൻ സിംഗിന്റെ മരണത്തിൽ രാജ്യത്തൊട്ടാകെ വലിയ ദുഃഖം പൊതുസമൂഹം രേഖപ്പെടുത്തുന്ന ഘട്ടത്തിൽ കോൺഗ്രസ് നേതാക്കൾ ഇത്തരം വിവാദമുണ്ടാക്കി രാഷ്ട്രീയ മുതലെടുപ്പിന് ശ്രമിക്കുന്നു എന്നാണ് JP നഡ്ഡയും മുൻ കോൺഗ്രസ് നേതാവായിട്ടുള്ള പ്രണബ് മുഖർജിയുടെ മകളുമെല്ലാം ചൂണ്ടിക്കാണിക്കുന്നത്. രോഹിണി. ശരി, ഗൗതം അനന്തനാരായണനാണ് വിവരങ്ങൾ നൽകിയത്. മറ്റു വാർത്തകളിലേക്ക് എത്തുമ്പോൾ ജമാഅത്തെ ഇസ്ലാമിയുമായുള്ള ബന്ധത്തെ തള്ളാനോ കൊള്ളാനോ ആകാത്ത വിധം കോൺഗ്രസ് മാറിയിരിക്കുന്നു എന്നതാണ് വസ്തുത. വിമർശനങ്ങൾക്ക് നേതൃത്വത്തിന് കൃത്യമായ മറുപടി ഇല്ലാത്തത് BJP ആരോപണങ്ങൾ ശരിവെക്കുന്നതാണ് എന്ന വിലയിരുത്തൽ കൂടി വരുന്നു. കോഴിക്കോട് നിന്ന് ദിസ്ന സുരേഷ് വിവരങ്ങളുമായി ചേരുന്നു. ദിസ്ന, കെ മുരളീധരൻ പരസ്യമായി ജമാഅത്തെ ഇസ്ലാമിയും കോൺഗ്രസുമായുള്ള ബന്ധം തുറന്ന് സമ്മതിച്ചതോടുകൂടി കൂടുതൽ പ്രതിരോധത്തിലായി കോൺഗ്രസ് നേതൃത്വം എന്നത് മാത്രമല്ല, ഇതിന് മറുപടി പറയാൻ പോലും ആരും പിന്നീട് തയ്യാറാകുന്നില്ല എന്നതുകൂടിയാണ്. തീർച്ചയായും അനു സൂചിപ്പിച്ചതുപോലെ തന്നെ എല്ലാ തിരഞ്ഞെടുപ്പുകളിലും ഈ ഒരു കാര്യം വളരെ വ്യക്തമായി തന്നെ മറ്റ് രാഷ്ട്രീയ കക്ഷികളാണെങ്കിൽ കൂടിയും അത് പറയാറുണ്ട്. ആ ഒരു പ്രസ്താവനയെ ശരിവെക്കുന്നതായിരുന്നു ഇന്നലെ മുരളീധരൻ നടത്തിയ ഒരു അഭിപ്രായം എന്ന് പറയുന്നത്. അതായത് അത്തരത്തിലുള്ള ഒരു പിന്തുണ തനിക്ക് ലഭ്യമായിട്ടുണ്ട് എന്ന് പ്രത്യക്ഷത്തിൽ പ്രകടമാക്കുന്ന ഒരു പ്രസ്താവന തന്നെയാണ് അദ്ദേഹം നടത്തിയത്. അതിനെതിരെ വലിയ രീതിയിലുള്ള ചർച്ച ഉണ്ടാവുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. VD സതീശൻ അടക്കമുള്ളവരോട്
ഈ ഒരു കാര്യവുമായി ബന്ധപ്പെട്ട് ചോദിച്ചപ്പോൾ അത്തരത്തിലുള്ള പിന്തുണ അതായത് ഇടതുപക്ഷത്തിനും തിരഞ്ഞെടുപ്പ് കാലഘട്ടത്തിൽ ഈ ഒരു പിന്തുണ ലഭ്യമായിരുന്നു എന്നൊരു കാര്യം തന്നെയാണ് അറിയാൻ സാധിച്ചത്. അത്തരത്തിൽ ഈ SDPI അടക്കമുള്ള സംഘടനകളിൽ കൂട്ടുപിടിച്ച് വോട്ട് ബാങ്ക് രാഷ്ട്രീയം നടത്തി തിരഞ്ഞെടുപ്പുകളിൽ വിജയിക്കുന്ന ഒരു സ്ഥിതിവിശേഷമാണ് എല്ലാ തിരഞ്ഞെടുപ്പുകളിലും കാണാൻ സാധിക്കുന്നത്. അത്തരത്തിലുള്ള ഒരു വെളിപ്പെടുത്തൽ തന്നെയാണ് മുരളീധരൻ ഇന്നലെ മാധ്യമങ്ങളോട് വ്യക്തമാക്കിയിട്ടുള്ളത്. അതായത് തനിക്ക് അത്തരത്തിലുള്ള ഒരു പിന്തുണ ലഭ്യമായിട്ടുണ്ട് എന്നൊരു കാര്യം, അല്ലെങ്കിൽ കോൺഗ്രസിന് അടക്കമുള്ള സംഘടനകൾക്ക് തിരഞ്ഞെടുപ്പ് കാലഘട്ടത്തിൽ ഇത്തരത്തിലുള്ള സംഘടനകളുടെ പിന്തുണയും വോട്ടും ലഭ്യമായിട്ടുണ്ട് എന്നൊരു കാര്യം തന്നെയാണ് പ്രധാനമായും വെളിപ്പെടുത്തിയിട്ടുള്ളത്. കൂടാതെ തന്നെ ഈ മലബാർ കേന്ദ്രീകരിച്ച് ഭൂരിഭാഗം ആളുകളുടെ വോട്ട്, പ്രത്യേകിച്ച് ഈ ന്യൂനപക്ഷങ്ങളുടെ വോട്ടുകൾ നേടുന്നതിന് വലിയ രീതിയിലുള്ള സ്വാധീനം ചെലുത്താറുണ്ട് ഇടതു വലതുപക്ഷമാകട്ടെ. നമ്മളത് തിരഞ്ഞെടുപ്പുകളിൽ ഒക്കെ തന്നെയും കണ്ടതാണ്. അത്തരത്തിൽ മതന്യൂനപക്ഷങ്ങളെ കേന്ദ്രീകരിച്ച് വലിയ രീതിയിൽ വോട്ട് നേടിയെടുക്കുവാനുള്ള ഒരു ശ്രമം നടക്കുന്നു. ആ ശ്രമത്തിനിടയിൽ തന്നെയാണ് ഇത്തരത്തിൽ മുരളീധരന്റെ ഉൾപ്പെടെയുള്ള പ്രസ്താവനകൾ രംഗത്ത് വന്നിരിക്കുന്നത്. ഇത് നേതൃത്വത്തെ കുറച്ചുകൂടി കുടുക്കിലാക്കിയിരിക്കുകയാണ് എന്ന് തന്നെ നമുക്ക് പറയാൻ സാധിക്കും. VD സതീശൻ ഉൾപ്പെടെയുള്ള ആളുകളോട് ഈ സംഭവവുമായി ബന്ധപ്പെട്ടുള്ള പ്രതികരണം തേടിയപ്പോൾ തിരഞ്ഞെടുപ്പ് കാലഘട്ടത്തിൽ ഇത്തരത്തിലുള്ള പിന്തുണ സ്വാഭാവികമാണ്. കൂടാതെ തന്നെ അതായത് വലതുപക്ഷമാകട്ടെ ഇടതുപക്ഷമാകട്ടെ ആരു തന്നെയായാലും ഇത്തരത്തിലുള്ള പിന്തുണ തേടാറുണ്ട് എന്നൊരു കാര്യം തന്നെയാണ് പറഞ്ഞിരിക്കുന്നത്. നമുക്കറിയാം തിരഞ്ഞെടുപ്പിന്റെ ചരിത്രവും പശ്ചാത്തലം ഒക്കെ പരിശോധിക്കുമ്പോൾ കഴിഞ്ഞ കാലഘട്ടത്തിലൊക്കെ തന്നെയും ഇത്തരത്തിൽ SDPI ഉൾപ്പെടെയുള്ള നിരോധിത സംഘടനകളുടെ പിന്തുണ ലഭ്യമായിട്ടുണ്ട് എന്നൊരു കാര്യം വളരെ വ്യക്തമായി തന്നെ നമുക്ക് അറിയാൻ സാധിക്കും. ഈ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ അടക്കം പാലക്കാട് നടന്ന അട്ടിമറി വിജയത്തിലൊക്കെ തന്നെയും ഈ ഒരു കാര്യം വളരെ വ്യക്തമായിട്ടുള്ളതാണ്. അനു, മാത്രമല്ല ദിസ്ന, ഈ ഇന്ത്യ മുന്നണിയുടെ ഭാഗമാകുമ്പോൾ കേരളത്തിന് പുറത്ത് ഇടതു മുന്നണിക്ക് കൂടി ജമാഅത്തെ ഇസ്ലാമിയുടെ പിന്തുണ ലഭിച്ചിട്ടുണ്ട് എന്ന് കെ മുരളീധരൻ തുറന്നു പറയുമ്പോൾ ഇടതു നേതാക്കൾ കൂടി അതിന് മറുപടി പറയേണ്ടി വരില്ലേ സ്വാഭാവികമായും? തീർച്ചയായും ഇപ്പോൾ നമുക്കറിയാൻ സാധിക്കുന്നത് ഇത്തരത്തിലുള്ള തിരഞ്ഞെടുപ്പ് നടന്ന് വിജയിച്ചതിന് ശേഷം അല്ലെങ്കിൽ കുറെ നാളുകൾക്ക് ശേഷമാണ് ഇത്തരത്തിൽ തങ്ങൾക്ക് പിന്തുണ ലഭ്യമായിട്ടുണ്ട് എന്നൊരു കാര്യം വ്യക്തമാക്കുന്നത്. SDPI ഉൾപ്പെടെയുള്ള ആളുകൾ കഴിഞ്ഞ തിരഞ്ഞെടുപ്പിനെ സംബന്ധിച്ച് പ്രത്യക്ഷത്തിൽ അവർ പറഞ്ഞതാണ് തങ്ങൾ ഇത്തരത്തിൽ കോൺഗ്രസിന് ഉൾപ്പെടെയുള്ള ആളുകൾക്ക് പാലക്കാട് പിന്തുണ നൽകിയിരുന്നു എന്നൊരു കാര്യം വ്യക്തമാക്കിയിരുന്നു. എന്നാൽ അത് പ്രത്യക്ഷത്തിൽ പറയുവാൻ അവർ ആരും തയ്യാറായിരുന്നില്ല എന്നതാണ് വാസ്തവം. പിന്നീട് ആർക്കാണ് നിങ്ങളുടെ പിന്തുണ എന്ന് വ്യക്തമാക്കണം എന്നൊരു കാര്യം പറഞ്ഞപ്പോഴാണ് അത്തരത്തിൽ കോൺഗ്രസിന് ഉൾപ്പെടെ ഞങ്ങൾ ഈ തെരഞ്ഞെടുപ്പിൽ പിന്തുണ നൽകിയിരുന്നു എന്നൊരു കാര്യം വ്യക്തമാക്കിയിട്ടുള്ളത്. അത്തരത്തിൽ കോൺഗ്രസിനെ വെട്ടിലാക്കുന്ന ഒരു പ്രസ്താവനയിലേക്ക് തന്നെയാണ് മുരളീധരൻ കടന്നത് എന്ന് തന്നെയാണ് നമുക്ക് പറയാൻ കഴിയുന്നത്. കാരണം ഇത്തരത്തിൽ ജമാഅത്തെ ഇസ്ലാമി ഉൾപ്പെടെയുള്ള സംഘടനകളുടെ പിന്തുണ തിരഞ്ഞെടുപ്പ് കാലഘട്ടത്തിൽ ഇവർക്ക് ലഭ്യമാകുന്നു എന്നത് തന്നെ ഏറെ ശ്രദ്ധേയമായി പരിശോധിക്കേണ്ട ഒന്ന് തന്നെയാണ്. നമുക്കറിയാം ഇപ്പോൾ മെക്സവൻ ഉൾപ്പെടെയുള്ള വിവാദങ്ങൾ ഉയർന്നു വരുന്ന ഒരു സാഹചര്യമുണ്ട്. അത്തരത്തിൽ മതന്യൂനപക്ഷങ്ങളെ വലിയ രീതിയിൽ കേന്ദ്രീകരിച്ച് വോട്ടുകൾ തങ്ങളുടെ കുടക്കീഴിൽ എത്തിക്കുവാനുള്ള ഒരു ശ്രമം ഉണ്ടാകുന്നു. അത്തരത്തിലുള്ള ഒരു വോട്ട് ബാങ്ക് രാഷ്ട്രീയം ഉണ്ടാകുന്നു. മാത്രമല്ല ഈ മതന്യൂനപക്ഷങ്ങളെ കേന്ദ്രീകരിക്കുമ്പോൾ മറ്റുള്ള രാഷ്ട്രീയ കക്ഷികളെ ഒക്കെ തന്നെയും എതിർദിശയിലാക്കുവാനുള്ള ഒരു ശ്രമം ഉണ്ടാകുന്നു. അവിടെ മതത്തിൻ്റെതായ വേർതിരിവുകളും പിന്തുണയും ഉണ്ടാവുന്നു. ഇതൊക്കെ തന്നെയും ഏറെ ചർച്ച ചെയ്യേണ്ട ഒരു വിഷയമാണ്. അത്തരത്തിൽ ഈ രാഷ്ട്രീയത്തിൽ മതപ്രീണനം കൊണ്ടുവന്ന അത്തരത്തിൽ വോട്ടുകൾ നേടിയെടുക്കുവാനുള്ള ഒരു ശ്രമത്തിൽ തന്നെയാണ് ഇടതു വലതു പക്ഷങ്ങൾ കടന്നിരിക്കുന്നത്. അതിന് അത്തരത്തിലുള്ള ഒരു ശ്രമങ്ങൾ നടന്നിരുന്നു എന്ന് തന്നെയാണ് ഈ മുരളീധരൻ ഉൾപ്പെടെയുള്ള ആളുകൾ പറഞ്ഞു വെക്കുന്നത്. ഇത് സംബന്ധിച്ച് VD സതീശൻ ഉൾപ്പെടെയുള്ള ആളുകളോട് ചോദ്യങ്ങൾ ചോദിക്കുമ്പോൾ അവർ വ്യക്തമാക്കുന്നത് തങ്ങൾ മാത്രമല്ല ഇടത് മുന്നണിയും അല്ലെങ്കിൽ ഇടത് രാഷ്ട്രീയ കക്ഷികളും തിരഞ്ഞെടുപ്പ് കാലഘട്ടത്തിൽ ഇവരെ ആശ്രയിച്ചിരുന്നു. അത്തരത്തിലാണ് വിജയം കൈവരിച്ചത് എന്നൊരു കാര്യം തന്നെയാണ് നേരത്തെ അനു സൂചിപ്പിച്ചതുപോലെ വ്യക്തമാക്കുന്നത്. ശരി ദിസ്ന. മറ്റൊരു പ്രധാനപ്പെട്ട വാർത്തയിലേക്ക്. ക്ഷേമ പെൻഷൻ തട്ടിപ്പുകാരെ സംരക്ഷിച്ച് സർക്കാർ. അനർഹമായി പെൻഷൻ കൈപ്പറ്റിയ ജീവനക്കാരുടെ പേര് വിവരങ്ങൾ പുറത്തുവിടാനാകില്ലെന്ന് വിവരാവകാശ മറുപടി. വിവിധ വകുപ്പുകളിലായി ഇതുവരെ നടപടിയെടുത്തത് വിരലിലെണ്ണാവുന്നവർക്കെതിരെ മാത്രം. വിവരങ്ങളുമായി പ്രജിത് മോഹനൻ ചേരുകയാണ്. പ്രജിത്ത്, നമുക്കറിയാം ഏറെ വിവാദം സൃഷ്ടിച്ച ഒരു സംഭവമായിരുന്നു ക്ഷേമ പെൻഷൻ അനർഹർ കൈപ്പറ്റിയതുമായി ബന്ധപ്പെട്ട്. അതിൽ ചില ജീവനക്കാർക്കെതിരെ നടപടി സ്വീകരിച്ചതല്ലാതെ മറ്റൊരു തരത്തിലുള്ള തുടർ നടപടി
നടപടികളിലേക്കും സർക്കാർ കടന്നിട്ടില്ല എന്ന് മാത്രമല്ല, വിവരാവകാശ രേഖകൾ പ്രകാരം ഇത്തരത്തിൽ കൈപ്പറ്റിയ ജീവനക്കാരുടെ പേര് വിവരങ്ങൾ പുറത്തുവിടാനാകില്ല എന്നുള്ള ഒരു സംരക്ഷണ നിലപാടുകൂടി സർക്കാർ സ്വീകരിക്കുകയാണ് അവിടെ. കൃത്യമാണ്. കാരണം ഈ 1457 സർക്കാർ ജീവനക്കാർ ചട്ടങ്ങൾ ലംഘിച്ച് നിയമക്രമങ്ങൾ അട്ടിമറിച്ചുകൊണ്ട് വ്യാജരേഖകളൊക്കെ നൽകിക്കൊണ്ട് അല്ലെങ്കിൽ ആ രീതിയിൽ തന്നെ ഈ രീതിയിൽ അനധികൃതമായി ക്ഷേമ പെൻഷൻ, സാധാരണക്കാർക്ക് ലഭിക്കേണ്ട ക്ഷേമ പെൻഷൻ തട്ടിയെടുത്തു എന്നുള്ളത് വലിയ വിവാദങ്ങൾ സൃഷ്ടിച്ചിട്ടും ആ ഉദ്യോഗസ്ഥരെ സംരക്ഷിക്കുന്ന നിലപാട് തന്നെയാണ് സർക്കാർ സ്വീകരിക്കുന്നത് എന്നുള്ളത് പറയേണ്ടി വരും. അതിലെ ഏറ്റവും അവസാനത്തെ ഉദാഹരണമാണ് ഇത്തരത്തിലൊരു വിവരാവകാശ നിയമപ്രകാരമുള്ള ചോദ്യങ്ങൾക്കുള്ള സർക്കാരിന്റെ മറുപടി. ഇതിൽ സർക്കാർ കൃത്യമായി പറയുന്നു 1457 ജീവനക്കാർ ഈ രീതിയിൽ നിയമവിരുദ്ധമായി ക്ഷേമ പെൻഷൻ കൈക്കലാക്കി എന്നുള്ളത്. അതിൽ നടപടികൾ പുരോഗമിക്കുകയാണ്. വിവിധ വകുപ്പുകൾക്ക് നടപടി സ്വീകരിക്കാനും 18% പിഴപ്പലിശയോടെ ഈ പറയുന്ന പണം തിരിച്ചുപിടിക്കാനും ഒക്കെ നിർദ്ദേശം നൽകിയിട്ടുണ്ട് എന്ന് സർക്കാർ ഈ വിവരാവകാശ മറുപടിയിൽ പറയുന്നുണ്ട്. പക്ഷേ നടപടികൾ പൂർത്തീകരിച്ചിട്ടില്ലാത്തതിനാലും ഇതെല്ലാം വ്യക്തിഗത വിവരങ്ങളുടെയൊക്കെ പട്ടികയിൽ വരുന്നതിനാലും ഈ ജീവനക്കാരെ പറ്റിയുള്ള വിവരങ്ങൾ നൽകാൻ കഴിയില്ല എന്നുള്ളതാണ് സർക്കാർ പറയുന്നത്. നമ്മളിവിടെ ശ്രദ്ധിക്കേണ്ടത് വളരെ സാധാരണക്കാരായ മനുഷ്യർക്ക് ലഭിക്കേണ്ട ഈ പറയുന്ന ക്ഷേമ പെൻഷൻ സംവിധാനം അതിപ്പോൾ തന്നെ മുടങ്ങിക്കിടക്കുകയാണ്. അപ്പോഴാണ് ഇത്രയധികം ഉദ്യോഗസ്ഥർ ഈ രീതിയിൽ തട്ടിപ്പ് നടത്തിയിരിക്കുന്നത് എന്നുള്ളതാണ്. ഈ തട്ടിപ്പ് എന്ന് പറയുന്നത് അത് ചെറിയൊരു കുറ്റകൃത്യമല്ല എന്നുള്ളത് നമ്മൾ ഈ ഘട്ടത്തിൽ കാണേണ്ടി വരുന്നു. കാരണം സർക്കാർ സർവീസിൽ പ്രവേശിച്ച ശേഷവും നേരത്തെ ലഭിച്ചുകൊണ്ടിരുന്ന പെൻഷൻ തുകയൊക്കെ വാങ്ങിയെടുക്കുന്നത് അത് വ്യാജരേഖകൾ സമർപ്പിച്ച് ഈ രീതിയിൽ നേട്ടം കൊയ്യുന്നതിന് തുല്യമാണ്. അത് വളരെ ഗുരുതരമായ കുറ്റകൃത്യവുമാണ്. അപ്പോൾ ഈ കുറ്റകൃത്യത്തിൽപ്പെട്ടവർക്കെതിരെ നിയമ നടപടികളടക്കം സ്വീകരിക്കാൻ സർക്കാർ തയ്യാറായിട്ടില്ല, അല്ലെങ്കിൽ അവർക്കെതിരെ അത്തരം സംവിധാനങ്ങളിലേക്ക് സർക്കാർ പോയിട്ടില്ല എന്നുള്ളതാണ്. തുച്ഛമായ ഉദ്യോഗസ്ഥർക്കെതിരെ, ഏതാനും ഉദ്യോഗസ്ഥർക്കെതിരെ വകുപ്പ് തല നടപടികളിലേക്ക് മാത്രമാണ് സർക്കാർ പോകുന്നത്. അതോടൊപ്പം തന്നെ ഈ ജീവനക്കാരുടെ കയ്യിൽ നിന്ന് ഈ പണം തിരിച്ചു പിടിക്കുമെന്നും പറയുന്നു. അപ്പോഴും കാര്യമായ നിയമ നടപടികളിലേക്ക് ഒന്നും കടക്കാതെ ഇരിക്കുന്നു സർക്കാർ എന്നുള്ളതാണ് ഈ ഘട്ടത്തിൽ പറയുന്ന ഏറ്റവും ശ്രദ്ധേയമായ കാര്യം. ഇത്തരത്തിലൊരു കുറ്റകൃത്യം പ്രവർത്തിച്ചവരുടെ അല്ലെങ്കിൽ കുറ്റകൃത്യത്തിൽ ഏർപ്പെട്ടവരുടെ വിവരങ്ങൾ പുറത്തുവിടാൻ ഏത് രീതിയിലാണ് നിയമങ്ങൾ തടസ്സമാകുന്നത് എന്നുള്ള കാര്യത്തിൽ സർക്കാർ ഒരു വ്യക്തത വരുത്തിയിട്ടില്ല എന്നുള്ളത് കൂടി പറയേണ്ടതുണ്ട്. എന്തായാലും ഇപ്പോഴും ആദ്യഘട്ടം മുതൽ തന്നെ നമ്മൾ ഈ ക്ഷേമ പെൻഷൻ തട്ടിപ്പുമായി ബന്ധപ്പെട്ട ആദ്യ വാർത്തകൾ പുറത്തുവിടുന്ന ആ സമയം തൊട്ട് തന്നെ പലപ്പോഴായി ചൂണ്ടിക്കാട്ടിയിട്ടുള്ളതാണ് ഈ ഉദ്യോഗസ്ഥരെ എല്ലാം സംരക്ഷിക്കാൻ സർക്കാർ ചില കാരണങ്ങളുണ്ട്. പ്രത്യേകിച്ച് ക്ഷേമ പെൻഷൻ തട്ടിയെടുത്തവരിൽ നല്ലൊരു ശതമാനവും ഭരണപക്ഷത്തിരിക്കുന്ന സംഘടനകളുടെ അവരുടെ യൂണിയനുകളിൽ പെട്ടവരാണ്. അതോടൊപ്പം തന്നെ ഈ ക്ഷേമ പെൻഷൻ തട്ടിപ്പിന് കൂട്ടുനിന്ന മറ്റുദ്യോഗസ്ഥരും സമാനമായ രീതിയിൽ രാഷ്ട്രീയ ബന്ധങ്ങളുള്ളവരാണ് എന്നുള്ളത് അതൊക്കെ ചൂണ്ടിക്കാട്ടിയിരുന്നു. അപ്പോൾ ആ രീതിയിൽ തന്നെ ഒരു സംരക്ഷണ കവചം സർക്കാർ ഒരുക്കിക്കൊണ്ടിരിക്കുകയാണ്. നേരത്തെ ചില വകുപ്പുകളിലൊക്കെ ഇപ്പോൾ റവന്യൂ വകുപ്പിലുമൊക്കെ ചില നടപടികൾ സ്വീകരിച്ചു, കൃഷി വകുപ്പിലുമൊക്കെ ചില സസ്പെൻഷനുകളുമൊക്കെ ഉണ്ടായി. പക്ഷേ ഇത്തരം നടപടികൾ നേരിട്ട്, അതായത് യഥാർത്ഥത്തിൽ എന്തെങ്കിലും ഒരു നടപടി നേരിട്ടിട്ടുള്ളവർ അവരെല്ലാവരും തന്നെ ഇതിൽ താഴെ തട്ടിലുള്ള ഉദ്യോഗസ്ഥരാണ്. ഇപ്പോൾ താൽക്കാലികമായിട്ടുള്ള പാർട്ട് ടൈം സ്വീപ്പേഴ്സ് ഉള്ള ആളുകൾ, അല്ലെങ്കിൽ ചില ഓഫീസ് അറ്റൻഡർമാർ, ആ ഒരു ഗണത്തിലൊക്കെ പെടുന്ന വളരെ ഈ പറയുന്ന ഈ ഉദ്യോഗസ്ഥ സംവിധാനത്തിൻ്റെ ഒരു തലം നോക്കുമ്പോൾ അതിൽ ഏറ്റവും അടിസ്ഥാന തലത്തിൽ ജോലി ചെയ്യുന്ന ആളുകൾക്കെതിരെയൊക്കെയാണ് ഇപ്പോൾ നടപടി ഉണ്ടായിട്ടുള്ളത് എന്നുള്ളതാണ്. നേരത്തെ മൃഗസംരക്ഷണ വകുപ്പിൽ ഏതാണ്ട് 70-ലധികം പേർക്കെതിരെ നടപടി വന്നെങ്കിലും അതും ഈ പറയുന്ന രീതിയിൽ ഭൂരിപക്ഷവും താൽക്കാലിക ജീവനക്കാരും മറ്റുമാണ് എന്നുള്ളത് പിന്നീട് വ്യക്തമായിരുന്നു. അങ്ങനെ നമ്മൾ ഈ ക്ഷേമ പെൻഷൻ തട്ടിപ്പുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ പുറത്തുവിട്ടപ്പോഴൊക്കെ അതിൽ ഗസറ്റഡ് ഓഫീസേഴ്സ് ഉണ്ടായിരുന്നു, അതോടൊപ്പം തന്നെ അധ്യാപകരുണ്ടായിരുന്നു. ഹയർ സെക്കൻഡറി കോളേജ് അധ്യാപകരൊക്കെ അസിസ്റ്റന്റ് പ്രൊഫസർ റാങ്കിൽ ഉൾപ്പെടുന്ന ആളുകൾ പോലും ഈ രീതിയിൽ ക്ഷേമ പെൻഷൻ തട്ടിപ്പ് നടത്തി എന്നുള്ളതൊരു യാഥാർത്ഥ്യമാണ്. പക്ഷേ അത്തരം ഉദ്യോഗസ്ഥർക്കെതിരെ, അത്തരം ആളുകൾക്കെതിരെ യാതൊരു നടപടിയും ഇതുവരെയും ഉണ്ടായിട്ടില്ല. ഇപ്പോൾ വിദ്യാഭ്യാസ വകുപ്പൊക്കെ കൃത്യമായി മൗനം പാലിച്ച് മുന്നോട്ട് പോവുകയാണെന്നുള്ളത് നമ്മൾ ഈ ഘട്ടത്തിൽ ഓർക്കേണ്ടതുണ്ട്. നേരത്തെ ആരോഗ്യ വകുപ്പിൽ ഏതാണ്ട് 373 പേർക്കെതിരെ വകുപ്പ് തല നടപടി ഉണ്ടാക്കുമെന്നൊരു പ്രഖ്യാപനം വന്നെങ്കിലും അതിൽ പോലും നടപടിക്രമങ്ങൾ മുന്നോട്ട് പോയിട്ടില്ല. വകുപ്പ് തല നടപടി എന്താണ് എന്നുള്ള കാര്യത്തിൽ വ്യക്തത വരുത്തിയിട്ടില്ല. ഇതെല്ലാം സാധാരണഗതിയിൽ ഉണ്ടാകുന്നത് പോലെ ഒരു പ്രഹസനമായ നടപടികൾ മാത്രമാകുമെന്നുള്ള വിമർശനവും പ്രതിപക്ഷവും BJPയും ഒക്കെ ഉയർത്തിക്കഴിഞ്ഞു. അപ്പോഴും ഈ ഉദ്യോഗസ്ഥരുടെ പേര് വിവരങ്ങൾ പുറത്തുവിടുന്നതിന് ഇത്തരത്തിൽ ചില നൂലാമാലകളിലൊക്കെ ചൂണ്ടിക്കാട്ടി, അല്ലെങ്കിൽ ചില നിയമങ്ങളെയൊക്കെ വ്യാഖ്യാനിച്ച ഈ രീതിയിലുള്ള നടപടികളുമായി സർക്കാർ പോകുന്നു എന്നുള്ളതാണ് ഏറ്റവും ഖേദകരമായ കാര്യം. കാരണം ഈ ഉദ്യോഗസ്ഥർക്കെതിരെ കൃത്യമായ നടപടി ഉണ്ടാകണമെന്നുള്ളത് കേരളത്തിലെ പൊതുസമൂഹത്തിന്റെ ആവശ്യമായി പലപ്പോഴും ഉയർത്തിക്കഴിഞ്ഞ സംഭവമാണ്. പക്ഷേ അപ്പോഴും അവരെ സംരക്ഷിച്ച് നിർത്തുന്ന ഒരു നിലപാടിലേക്ക് സർക്കാർ പോകുന്നു എന്നുള്ളതാണ് ഏറ്റവും ഖേദകരം. ഈ ഉദ്യോഗസ്ഥരുടെ പേര് വിവരങ്ങൾ അവർക്കെതിരെ പുറത്തുവിടുകയും അവർക്കെതിരായ നടപടികൾ വേഗത്തിലാക്കുകയും വേണമെന്നുള്ളതാണ് പ്രധാനപ്പെട്ട ഒരു ആവശ്യമായി ഉയരുന്നത്. ഇതിലും സർക്കാർ മൗനം പാലിക്കുകയാണ്. അപ്പോഴും ഏറ്റവും പ്രസക്തമായ ചോദ്യം, ചില വകുപ്പ് തല നടപടികൾ മാത്രം എടുത്ത് ഇത്രയധികം ലക്ഷക്കണക്കിന് രൂപ അല്ലെങ്കിൽ കോടിക്കണക്കിന് രൂപ സർക്കാരിന് നഷ്ടമുണ്ടാക്കിയ ഈ ഉദ്യോഗസ്ഥർക്കെതിരെ കാര്യമായൊരു നിയമ നടപടിയിലേക്ക് പോലും പോകേണ്ടതില്ലേ എന്നൊരു ചോദ്യം കൂടി പ്രസക്തമാണ്. ശരി പ്രജിത്ത്, എന്തായാലും ക്ഷേമ പെൻഷൻ തട്ടിയവർ
ക്കെതിരെ യാതൊരു നടപടിയും സ്വീകരിക്കാതെ അവരെ സംരക്ഷിക്കുന്ന നിലപാട് തന്നെയാണ് സർക്കാർ തുടരുന്നത്. കാരണം ഇതിൽ കൂടുതൽ തട്ടിപ്പുകാരും രാഷ്ട്രീയമായി സർക്കാരിനോട് ചേർന്ന് നിൽക്കുന്നവർ തന്നെയാണ് എന്നുള്ളതാണ് വസ്തുത. പ്രജിത്താണ് വിവരങ്ങൾ നൽകിയത്. സംസ്ഥാനത്ത് യാത്രക്കാരുടെ സുരക്ഷയ്ക്ക് യാതൊരു വിലയും നൽകാതെ മോട്ടോർ വാഹന വകുപ്പ്. വടക്കഞ്ചേരി ബസ് അപകടത്തിന് ശേഷം റോഡ് സുരക്ഷാ നിയമങ്ങൾ ദീർഘദൂര ബസ്സുകൾക്ക് കർശനമാക്കിയിരുന്നു. എന്നാൽ കഴിഞ്ഞ ഒരു വർഷമായി കണ്ണൂരിൽ നിന്നും കൊച്ചിയിലേക്ക് സർവീസ് നടത്തുന്ന സ്വകാര്യ ബസ് ടാക്സ് അടയ്ക്കാതെയാണ് സർവീസ് നടത്തുന്നത്. ജനം എക്സ്ക്ലൂസീവ് വിവരങ്ങളുമായി ദിസ്ന സുരേഷ് ചേരുന്നു. ദിസ്ന, എന്താണ് ഇതുമായി ബന്ധപ്പെട്ട വിശദാംശങ്ങൾ? രോഹിണി, നമുക്കറിയാം റോഡ് അപകടങ്ങൾ വർദ്ധിക്കുന്ന ഒരു സാഹചര്യമാണ് നിലവിൽ ഉള്ളത്. കഴിഞ്ഞ വർഷത്തെയൊക്കെ തന്നെയും കണക്കെടുത്താൽ നമുക്കറിയാം ഈ ദേശീയപാതയിൽ ഉൾപ്പെടെ നിരവധി അപകടങ്ങൾ നടക്കുന്ന ഒരു സാഹചര്യം. അത്തരത്തിൽ അപകടങ്ങൾ നടക്കുമ്പോഴും മോട്ടോർ വാഹന വകുപ്പ് സുരക്ഷയോ മറ്റ് നിയമങ്ങളോ കർശനമായി നടക്കുന്നുണ്ടോ എന്ന് ശ്രദ്ധിക്കുന്നില്ല എന്ന് തന്നെയാണ് നമുക്ക് വളരെ വ്യക്തമാവുന്നത്. ഒരു അപകടം ഉണ്ടാവുമ്പോൾ മാത്രം അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള സാഹസിക യാത്രകൾ നടക്കുമ്പോൾ മാത്രം അത് ഓടിച്ചിരുന്ന വ്യക്തിയുടെ ലൈസൻസ് റദ്ദാക്കുകയും ആ നിയമങ്ങളുമായി ബന്ധപ്പെട്ട ഫൈൻ ഈടാക്കുകയും ചെയ്യുന്ന ഒരു സാഹചര്യം മാത്രമാണ് ഈ ഗതാഗത വകുപ്പിന്റെ ഭാഗത്ത് നിന്നുണ്ടാവുന്നത്. അത്തരത്തിൽ നമുക്കറിയാം ഈ വടക്കാഞ്ചേരി അപകടമൊക്കെ ഉണ്ടായിരിക്കുന്ന സമയത്ത് തന്നെ ഈ സ്വകാര്യ ബസ്സുകൾ ടാക്സ് അടയ്ക്കാതെ ഓടുന്നു എന്ന് തന്നെയാണ് നമുക്ക് അറിയാൻ സാധിച്ചിരിക്കുന്നത്. എല്ലാ വാഹനങ്ങൾക്കും കളർ കോഡ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ സർക്കാർ നിർബന്ധമാക്കിയ ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. അത്തരത്തിൽ നടപ്പിലാക്കിയ നിയമങ്ങൾ ഒന്നും തന്നെ പാലിക്കാതെയാണ് ഈ സ്വകാര്യ ബസ്സുകൾ നിരത്തിൽ ഓടുന്നത് എന്ന് തന്നെ നമുക്ക് കാണാൻ കഴിയും. അതായത് ഈ സ്വകാര്യ ബസ്സുകൾ നിരത്തിൽ ഓടുമ്പോൾ ചില ഗതാഗത നിയമങ്ങൾ പാലിക്കണം എന്നത് കർക്കശമാക്കിയിരുന്നു. എന്നാൽ അവയൊന്നും കൃത്യമായി തന്നെ നടക്കുന്നില്ല എന്നത് തന്നെയാണ് നമുക്ക് അറിയാൻ സാധിച്ചിട്ടുള്ളത്. 2022 ഒക്ടോബറിലാണ് പാലക്കാട് വടക്കാഞ്ചേരിയിൽ ഉണ്ടായ അപകടത്തിൽ 5 കുരുന്നുകളുടെ ജീവനാണ്, 5 വിദ്യാർത്ഥികൾ ഉൾപ്പെടെ 9 പേർ മരിച്ചിരുന്നു. ഇതിനുശേഷമാണ് സംസ്ഥാനത്തെ ടൂറിസ്റ്റ് ബസ്സുകൾക്കും ദീർഘദൂര ബസ്സുകൾക്കും കളർ കോഡ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ വേണമെന്ന് സംസ്ഥാന സർക്കാർ ഉത്തരവിറക്കിയിരിക്കുന്നത്. കോൺട്രാക്ട് കരേജ് ബസ്സുകൾക്ക് വെള്ള നിറവും അതിൽ നീലയുമായിരുന്നു എന്നാൽ സർക്കാർ നിർദ്ദേശിച്ചത്. എന്നാൽ ഇവ കൃത്യമായ കളർ കോഡുകളോട് കൂടിയാണോ ഓടുന്നത്, നിരത്തിൽ ഓടുന്നത് എന്നത് പരിശോധിക്കേണ്ടതുണ്ട്. എന്നാൽ നമ്മൾ നടത്തിയ അന്വേഷണത്തിൽ അത്തരത്തിൽ കൃത്യമായ കളർ കോഡുകളോട് കൂടിയല്ല ഇവ നിരത്തിൽ ഓടുന്നത് എന്ന് തന്നെയാണ് അറിയാൻ സാധിച്ചത്. നികുതി ഇനത്തിൽ തന്നെ വലിയൊരു തുക അടയ്ക്കുന്നു എന്ന് അവകാശപ്പെടുമ്പോഴും കൃത്യമായി അത് അടയ്ക്കുന്നുണ്ടോ എന്നതിലും വലിയ രീതിയിലുള്ള സംശയം ഉയർന്നു വരുന്ന സാഹചര്യമാണ് നിലവിലുള്ളത്. രോഹിണി, എന്തായാലും റോഡ് സുരക്ഷയുടെ പേരിൽ കോടിക്കണക്കിന് രൂപ ചെലവഴിക്കുന്നുണ്ടെന്ന് സംസ്ഥാന സർക്കാരും മോട്ടോർ വാഹന വകുപ്പും ഒക്കെ തന്നെ പറയുമ്പോഴും അത് കൃത്യമായി നടപ്പിലാകുന്നുണ്ടോ എന്ന് പരിശോധിക്കേണ്ടതുണ്ട്. നമുക്കറിയാം പല സ്ഥലങ്ങളിലും കൃത്യമായി, അതായത് സ്കൂളുകളിലൊക്കെ തന്നെയാണെങ്കിലും സ്കൂളുകൾ ഉണ്ട് എന്ന് സൂചിപ്പിക്കുന്ന സൈൻ ബോർഡുകളൊക്കെ തന്നെയും വെക്കേണ്ടതുണ്ട്. എന്നാൽ പല സ്ഥലങ്ങളിലും ഇത്തരത്തിലുള്ള ബോർഡുകൾ ഒന്നും തന്നെ ഇല്ലാത്തൊരു സാഹചര്യമുണ്ട്. അപ്പോൾ അമിതമായ വേഗതയിൽ വാഹനം വരുന്നു, അത്തരത്തിൽ അപകടമുണ്ടാകുന്നു, ജീവനുകൾ പൊലിയുന്ന ഒരു സാഹചര്യം വരുമ്പോൾ മാത്രമാണ് നിലവിൽ ഇത്തരം നിയമങ്ങൾ കർക്കശമാക്കുന്നത്. അല്ലാതെ മറ്റൊരു തരത്തിലും ഈ നിയമങ്ങൾ കർക്കശമാക്കുന്നില്ല എന്നത് തന്നെയാണ് നിലവിൽ നമുക്ക് മനസ്സിലാകുന്നത്. രോഹിണി, ശരി, ദിസ്ന സുരേഷാണ് വിവരങ്ങൾ നൽകിയത്. തൃക്കാക്കര നഗരസഭ വൈസ് ചെയർമാൻ അബ്ദുഷാന ഉൾപ്പെട്ട സ്ത്രീ പീഡന പരാതിയിൽ പ്രതികളെ ഇതുവരെ പോലീസ് പിടികൂടുന്നില്ല എന്ന വാർത്തയാണ്. യുവതിയെ വിവാഹ വാഗ്ദാനം നൽകി പീഡിപ്പിച്ച് ഗർഭിണിയാക്കിയെന്നും ഗർഭചിത്രത്തിന് നിർബന്ധിച്ചു എന്നുമായിരുന്നു പരാതി. നഗരസഭ വൈസ് ചെയർമാന്റെ സഹോദരനും കോൺഗ്രസ് നേതാവുമായ അലീഷാനെയാണ് ഒന്നാം പ്രതി. യുവതിയുടെ മൊഴിയിൽ ഗുരുതര ആരോപണങ്ങളാണ് പ്രതികൾക്കെതിരെ ഉള്ളത്. കിരൺകുമാർ വിവരങ്ങളുമായി ചേരുന്നു. കിരൺ, വിശദാംശങ്ങൾ. വിവാഹ വാഗ്ദാനം നൽകി പീഡിപ്പിച്ച് ഗർഭിണിയാക്കിയെന്നും പിന്നീട് ഗർഭചിത്രത്തിന് നിർബന്ധിച്ചു എന്ന യുവതിയുടെ പരാതിയിലാണ് ഇപ്പോഴും പ്രതികളെ പിടികൂടാതെ പോലീസ് ഒളിച്ചു കളിക്കുന്നു എന്നുള്ളൊരു ആരോപണം ഉയരുന്നത്. തൃക്കാക്കര നഗരസഭയുടെ വൈസ് ചെയർമാനായിട്ടുള്ള അബ്ദുഷാന, ഒപ്പം ഇയാളുടെ സഹോദരനും തൃക്കാക്കര ബ്ലോക്ക് കോൺഗ്രസിൻ്റെ ബ്ലോക്ക് വൈസ് പ്രസിഡന്റുമായിട്ടുള്ള അലിഷാന എന്നിവർക്കെതിരായിട്ടായിരുന്നു യുവതി പരാതി നൽകിയിരുന്നത്. ഈ പരാതി നൽകിയിട്ട് ഏകദേശം 1 മാസത്തിലധികം പിന്നിടുന്നു.
ഈ കേസിൻ്റെ ഭാഗമായിട്ട് യുവതി നൽകിയ മൊഴിയിലടക്കം ഗുരുതരമായിട്ടുള്ള ആരോപണങ്ങളായിരുന്നു ഈ പ്രതികൾക്കെതിരായിട്ട് ഉന്നയിച്ചിരുന്നത്. ഇവർ ഭീഷണിപ്പെടുത്തി നിർബന്ധിച്ച് ഗർഭചിത്രത്തിന് വേണ്ടി ആദ്യം എറണാകുളത്തെ ഒരു സ്വകാര്യ ആശുപത്രിയിലേക്ക് എത്തിച്ചിരുന്നു. അവിടെ നിന്നും ഈ പെൺകുട്ടി രക്ഷപ്പെടാൻ ശ്രമിച്ചതിനെ തുടർന്ന് പിന്നീട് കൊല്ലങ്കോടുള്ള ഒരു സ്വകാര്യ ആശുപത്രിയിൽ എത്തിക്കുകയും ഇവിടെ വെച്ച് നിർബന്ധിച്ച് ഗർഭചിത്രത്തിന് ശ്രമിച്ചു എന്നുള്ളൊരു പരാതിയായിരുന്നു ഉണ്ടായിരുന്നത്. പിന്നീട് ഈ പെൺകുട്ടി അന്നേരം ഉണ്ടായിരുന്ന ഡോക്ടർക്ക് ഏകദേശം 10 ലക്ഷം രൂപയോളം നൽകിയതിന് ശേഷമാണ് രക്ഷപ്പെടാൻ കഴിഞ്ഞത് എന്നുള്ളൊരു കാര്യമാണ് ഇവരുടെ പരാതിയിൽ മൊഴിയിൽ പറയുന്നത്. തനിക്ക് ഈ ഗർഭചിത്രത്തിന് താല്പര്യമില്ലായിരുന്നു എന്നുള്ളൊരു കാര്യം ഡോക്ടറെയും അറിയിച്ചിരുന്നതാണ്. എന്നാൽ പ്രതികളുടെ സമ്മർദ്ദത്തിന് വഴങ്ങി ഡോക്ടറും ഈ കാര്യത്തിന് നിർബന്ധിച്ചിരുന്നു. പിന്നീട് 10 ലക്ഷം രൂപ കൊടുക്കുകയും ഈ പ്രതികളെ ബോധ്യപ്പെടുത്തുന്നതിന് വേണ്ടി വയറ്റിൽ മുറിവുണ്ടാക്കി സ്റ്റിച്ചിട്ട് ആയിരുന്നു ഈ ആശുപത്രിയിൽ നിന്ന് രക്ഷപ്പെട്ടത് എന്നടക്കമുള്ള ഗുരുതരമായിട്ടുള്ള കാര്യങ്ങളായിരുന്നു ഇവരുടെ മൊഴിയിൽ പറഞ്ഞിരുന്നത്. എന്നാൽ ഈ സംഭവത്തിൽ ഈ കോൺഗ്രസ് നേതാക്കളായിട്ടുള്ള സഹോദരങ്ങൾക്കൊപ്പം തന്നെ ഇവരുടെ ബന്ധുക്കൾക്കും അടക്കം കേസെടുത്തിരുന്നെങ്കിലും ഇതുവരെ പോലീസ് നടപടികളുമായി മുന്നോട്ട് പോകുന്നില്ല എന്നുള്ളൊരു ആക്ഷേപം തന്നെയാണ് ഉയരുന്നത്. ഇൻഫോ പാർക്ക് പോലീസായിരുന്നു കേസെടുത്തിരുന്നത്. എന്നാൽ ഇപ്പോൾ മാസങ്ങൾ പിന്നിടുന്നു. എന്നിട്ട് ഇതുവരെ ഇതുമായി ബന്ധപ്പെട്ട് പ്രതികളെ പിടികൂടുന്നതിനോ ഇവരെ കസ്റ്റഡിയിലെടുക്കുന്നതിന് വേണ്ടിയുള്ള നടപടികളൊന്നും തന്നെ പോലീസിന്റെ ഭാഗത്തുനിന്നും ഉണ്ടായിട്ടില്ല എന്നുള്ളൊരു ആക്ഷേപം തന്നെയാണ് ഉയരുന്നത്. അനു, ശരി കിരൺ. ഉത്തർപ്രദേശ് മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥ് ഡൽഹിയിലെത്തി. മഹാകുംഭമേളയിലേക്ക് പ്രധാനമന്ത്രിയെ ക്ഷണിക്കാനാണ് യോഗി എത്തിയത്. കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ, BJP ദേശീയ അധ്യക്ഷൻ JP നദ്ദ എന്നിവരെ കണ്ട് ക്ഷണക്കത്ത് കൈമാറി. ഗൗതം അനന്തനാരായണൻ ചേരുന്നു. ഗൗതം, വിശദാംശങ്ങൾ. ഗൗതമിലേക്ക് എത്താം. ഉത്തർപ്രദേശ് മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥ് ഡൽഹിയിലെത്തി. മഹാകുംഭമേളയിലേക്ക് പ്രധാനമന്ത്രിയെ ക്ഷണിക്കാനാണ് യോഗി എത്തിയത്. ആഭ്യന്തരമന്ത്രി അമിത്ഷാ, BJP ദേശീയ അധ്യക്ഷൻ JP നദ്ദ എന്നിവരെ കണ്ട് ക്ഷണക്കത്ത് കൈമാറി. ഗൗതം ചേരുന്നു. ഗൗതം, മഹാകുംഭമേളയ്ക്ക് ക്ഷണിക്കുന്നതിനായി യോഗി ആദിത്യനാഥ് ഡൽഹിയിൽ എത്തിച്ചേർന്നിരിക്കുന്നു. പ്രധാനമന്ത്രി, ആഭ്യന്തരമന്ത്രി JP നദ്ദ എന്നിവരെ കണ്ട് ക്ഷണക്കത്ത് കൈമാറിയിട്ടുണ്ട്. വിശദാംശങ്ങൾ. രോഹിണി, ഇന്നലെ വൈകുന്നേരത്തോടെയാണ് ഉത്തർപ്രദേശ് മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥ് ഡൽഹിയിൽ എത്തിയത്. അടുത്ത മാസം, അതായത് ജനുവരി 13 മുതൽ ഫെബ്രുവരി മാസം 26 വരെയാണ് മഹാകുംഭമേള ഉത്തർപ്രദേശിലെ പ്രയാഗ്രാജിൽ നടക്കുന്നത്. ഈ കുംഭമേളയിലേക്ക് വളരെ പ്രധാനപ്പെട്ട വ്യക്തികളെ ക്ഷണിക്കുന്നതിനായാണ് ഉത്തർപ്രദേശിന്റെ മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥ് ഇന്നലെ വൈകുന്നേരത്തോടുകൂടി രാജ്യതലസ്ഥാനത്ത് എത്തിയത്. ഇന്നലെ രാത്രി തന്നെ അദ്ദേഹം കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ, അതുപോലെ തന്നെ BJP ദേശീയ അധ്യക്ഷനും കേന്ദ്ര ആരോഗ്യമന്ത്രിയുമായ JP നഡ്ഡ എന്നിവരെ കണ്ട് കുംഭമേളയ്ക്ക് ക്ഷണക്കത്ത് നൽകി കഴിഞ്ഞിരിക്കുന്നു. ഇന്ന് അദ്ദേഹം പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായി കൂടിക്കാഴ്ച നടത്തുന്നുണ്ട്. നരേന്ദ്രമോദിയെയും നേരിട്ട് ഈ മഹാകുംഭമേളയിലേക്ക് യോഗി ആദിത്യനാഥ് ക്ഷണിക്കും. ഒപ്പം അവിടെ നടക്കുന്ന ഒരുക്കങ്ങൾ സംബന്ധിച്ച്, കാരണം മഹാകുംഭമേളയ്ക്കാണ് ഇത്തവണ പ്രയാഗ്രാജ് സാക്ഷ്യം വഹിക്കുന്നത്. അതിനാൽ തന്നെ ഈ എന്തൊക്കെ ഒരുക്കങ്ങൾ അവിടെ ആയിട്ടുണ്ട്, അതോടൊപ്പം തന്നെ കേന്ദ്ര സർക്കാരിൻ്റെ സഹായത്തോടുകൂടി എന്തൊക്കെയാണ് അവിടെ ചെയ്യേണ്ടത് തുടങ്ങിയ വിഷയങ്ങൾ ഇരുവരും തമ്മിൽ ഇന്ന് വിശദമായി തന്നെ ചർച്ച ചെയ്യുമെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. രോഹിണി, ശരി, ഗൗതമാണ് വിവരങ്ങൾ നൽകിയത്. ഈ സാമ്പത്തിക വർഷം അവസാനിക്കാൻ ഇനി 3 മാസങ്ങൾ മാത്രമേ ബാക്കിയുള്ളൂ. പക്ഷേ ഈ 3 മാസത്തെ ചെലവുകൾക്കായി സംസ്ഥാന സർക്കാർ 7,000 കോടി രൂപ കൂടി കടമെടുക്കുന്നു എന്നതാണ്. KSEBയുടെ ബാധ്യത ഏറ്റെടുത്തുകൊണ്ടാണ് സംസ്ഥാനം ഇങ്ങനെ കടപരിധി വർദ്ധിപ്പിക്കുന്നത്. അതേസമയം വൈദ്യുതി ബോർഡിന്റെ ബാധ്യത ധനവകുപ്പ് ഏറ്റെടുക്കുന്നതോടെ KSEBയുടെ നിരക്ക് വർധനവിന്റെ സാങ്കേതികത നഷ്ടപ്പെടും എന്നതുകൂടിയുണ്ട്. ടിൻഡു ദാസ് വിശദാംശങ്ങൾ നൽകാനായി ചേരുകയാണ്. ടിൻഡു, ഒന്ന്, കടപരിധി ഉയർത്താൻ സംസ്ഥാന സർക്കാർ കണ്ടെത്തിയ മാർഗം ധനവകുപ്പ് ഈ KSEBയുടെ ബാധ്യത കൂടി ഏറ്റെടുക്കുന്നതിൽ കൂടിയാണ്. പക്ഷേ അപ്പോൾ വരുന്ന മറ്റൊരു കാര്യം, വൈദ്യുതി ബോർഡിന്റെ ബാധ്യത അങ്ങനെ ഏറ്റെടുക്കുമ്പോൾ KSEBയുടെ നിരക്ക് വർധനവിന്റെ സാങ്കേതികത നഷ്ടപ്പെടും. ഇതെങ്ങനെയാണ് പ്രതിഫലിക്കുക? വിശദാംശങ്ങൾ കൂടി.
അനു, ഗുഡ് മോർണിംഗ്. സംസ്ഥാനത്ത് അതായത് ഇനി സാമ്പത്തിക വർഷം അവസാനിക്കാൻ ഏതാണ്ട് 3 മാസം മാത്രമാണ് ബാക്കി നിൽക്കുന്നത്. ഈ സാഹചര്യത്തിൽ 29,000 കോടി രൂപയും സംസ്ഥാന സർക്കാർ കടമെടുത്ത് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഈ കടപരിധിക്ക് പുറത്ത് നിന്നുകൊണ്ട് അല്ലെങ്കിൽ 29,000 കോടിക്ക് അകത്ത് നിന്നുകൊണ്ട് ഇനി കടമെടുക്കാൻ സാധിക്കില്ല. ആ ഒരു സാഹചര്യത്തിൽ നിലവിലെ ഒരു പ്രതിസന്ധി പരിഹരിക്കാനായിട്ടാണ് KSEBയുടെ ഈ ബാധ്യത ഏറ്റെടുത്തുകൊണ്ട് സംസ്ഥാന സർക്കാർ ഏതാണ്ട് 6,265 കോടി രൂപയുടെ അധികമായിട്ട് കടമെടുക്കാനുള്ള സാധ്യത തേടുന്നത്. അതിൽ കൂടിയാണ് ഏതാണ്ട് 7,000 കോടി രൂപ അടുത്ത 3 മാസത്തെ നിത്യചെലവുകൾക്കായിട്ട് സംസ്ഥാനം കടമെടുക്കുന്നതെന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. എല്ലാ വർഷവും സാമ്പത്തിക വർഷത്തിന്റെ അവസാനം ഇത്തരത്തിൽ KSEBയുടെ അതുപോലെ പൊതുമേഖലാ സ്ഥാപനങ്ങളുടെയൊക്കെ ഈ അധിക ബാധ്യത ഏറ്റെടുത്തുകൊണ്ട് കടമെടുക്കാനുള്ള പരിധി വർദ്ധിപ്പിക്കുന്നത് ഒരു സ്ഥിരം പ്രവണതയാണ്. പക്ഷേ അത് മുൻ വർഷങ്ങളെക്കാട്ടി അപേക്ഷിച്ച് 2024 ഏറ്റവും കൂടുതൽ കടബാധ്യത ഏറ്റെടുക്കുന്നതുകൊണ്ട് മനസ്സിലാക്കാൻ 91% KSEBയുടെ കടബാധ്യത സംസ്ഥാന സർക്കാർ ഏറ്റെടുക്കുന്നുണ്ട്. സംസ്ഥാന സർക്കാർ ഇത്തരത്തിൽ കടബാധ്യത ഏറ്റെടുത്തുകൊണ്ട് ധനവകുപ്പ് ഇത്തരത്തിൽ കടബാധ്യത ഏറ്റെടുത്തുകൊണ്ട് ഉത്തരവിറക്കിയിട്ടുണ്ട്. ഈ ഉത്തരവിന്റെ ബലത്തിലായിരിക്കും വരുന്ന മാസങ്ങളിൽ സംസ്ഥാനം കടമെടുക്കുന്നത് നമുക്ക് പറയാൻ സാധിക്കും. 525 കോടി രൂപയാണ് KSEBയുടെ മൊത്ത കടമെന്ന് പറയുന്നത്. ഇത്തരത്തിൽ മൊത്ത കടം ഏറ്റെടുക്കുന്നതിലൂടെ സംസ്ഥാനത്തിന് ഇത് ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ഈ പൊതുമേഖലാ സ്ഥാപനം നിലവിൽ നഷ്ടത്തിലാണ്. പൊതുമേഖലാ സ്ഥാപനത്തിന്റെ നടത്ത ചെലവുകൾ അല്ലെങ്കിൽ ചെലവുകൾക്ക് വേണ്ടിയിട്ട് ഈ തുക എടുക്കണമെന്ന് കാണിച്ചുകൊണ്ട് സംസ്ഥാനത്തിന് 7,000 കോടി രൂപ കടമെടുക്കാം. മറ്റൊരു പ്രധാന പ്രശ്നം എന്ന് പറയുന്നത് കഴിഞ്ഞ മാസങ്ങളിൽ റെഗുലേറ്ററി കമ്മീഷന്റെ മുന്നാകെ ഈ കണക്കുകൾ കാണിച്ചുകൊണ്ട് അതായത് ഏതാണ്ട് 525 കോടി രൂപ KSEBക്ക് നഷ്ടമെന്നത് ചൂണ്ടിക്കാട്ടിക്കൊണ്ടാണ് സംസ്ഥാനത്ത് ഏതാണ്ട് 16 പൈസയോളം നിരക്ക് വർദ്ധിപ്പിച്ചത്. അപ്പോൾ അത് സാങ്കേതികതയാണ്. കാരണം നിലവിൽ KSEBക്ക് ഇത്ര നഷ്ടമുണ്ട്. ഈ നഷ്ടം നികത്താനായിട്ട് പൊതുജനങ്ങളുടെ കയ്യിൽ നിന്നും വൈദ്യുതി നിരക്ക് ഇനത്തിൽ ഇത്ര രൂപ നേടിയെടുക്കണമെന്ന് കാണിച്ചുകൊണ്ട് റെഗുലേറ്ററി കമ്മീഷന് മുന്നിൽ അത് ചർച്ച വെച്ചുകൊണ്ടാണ് വൈദ്യുതി നിരക്ക് കൂട്ടിയത്. അപ്പോൾ ഇനി നിലവിൽ വരുന്ന സാഹചര്യം എന്ന് പറയുന്നത് ഈ കടം അതായത് സംസ്ഥാന സർക്കാർ ഏറ്റെടുത്തിട്ടുണ്ട്. അപ്പോൾ വൈദ്യുതി ബോർഡിന് ഇനി കടമുണ്ടെന്ന് വാദിക്കാൻ സാധിക്കില്ല. അങ്ങനെയാണെങ്കിൽ നിലവിൽ ഇപ്പോൾ വർദ്ധിപ്പിച്ച തുക അതിന്റെ സാങ്കേതികത നഷ്ടപ്പെടുമ്പോൾ അത് എങ്ങനെ പരിഹരിക്കുമെന്നുള്ള കാര്യത്തിൽ ഒരു ആശങ്കയുണ്ട്. കാരണം പുറത്തുനിന്ന് വൈദ്യുതി വാങ്ങുന്നത് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ചൂണ്ടിക്കാട്ടിക്കൊണ്ടാണ് സംസ്ഥാന സർക്കാർ KSEB ബോർഡ് നിരക്ക് വർദ്ധിപ്പിച്ചത്. അപ്പോൾ ഈ തുക സംസ്ഥാനത്തിന്റെ പൊതുകടത്തിലേക്ക് പോകുന്ന സമയത്ത് KSEBക്ക് നിരക്ക് വർധനവുമായി മുന്നോട്ട് പോകാൻ സാധിക്കില്ല എന്നൊരു സാങ്കേതിക പ്രശ്നവും അവിടെ നിലനിൽക്കുന്നുണ്ട്. ഇതുമായി ബന്ധപ്പെട്ട ചർച്ചകൾ നടത്തുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് നിലവിലെ വരവ് ചിലവ് കണക്കുകൾക്കായിട്ട് സാമൂഹ്യ സുരക്ഷാ പെൻഷൻ വിതരണങ്ങൾ, അതോടൊപ്പം തന്നെ മറ്റ് ചിലവുകൾ, അതോടൊപ്പം തന്നെ ശമ്പളം തുടങ്ങിയ കാര്യങ്ങളൊക്കെ ചൂണ്ടിക്കാട്ടിക്കൊണ്ട് ഈ പണം കടമെടുക്കാൻ സാധിക്കും. മറ്റൊരു ആശയം സർക്കാർ മുന്നോട്ട് വെക്കുന്നത് 2025 വിരമിക്കൽ പ്രായമാണ്. അത് നിയമസഭ ഈ മാസം അതായത് ജനുവരി 17 നിയമസഭാ സമ്മേളനം കൂടും. നിയമസഭാ സമ്മേളനത്തിൽ പ്രധാനമായി വരുന്നൊരു പ്രധാന ബില്ലെന്ന് പറയുന്നത് ഈ പെൻഷൻ പ്രായം അതായത് വിരമിക്കൽ പ്രായം 57 വയസ്സിലേക്ക് കൂട്ടുക എന്നാണ്. അങ്ങനെ കൂട്ടുകയാണെങ്കിൽ 1 വർഷം കൂടി സംസ്ഥാന സർക്കാർ അധികമായി കിട്ടും. അപ്പോൾ ഈ വിരമിക്കൽ സമയത്ത് വന്ന ഏതാണ്ട് 4,000-5,000 കോടി രൂപയുടെ നഷ്ടം അവിടെ നികത്താൻ സാധിക്കുമെന്നൊക്കെയാണ് പ്രതീക്ഷിക്കുന്നത്. അപ്പോൾ എന്തായാലും നിലവിൽ 3 മാസത്തെ വരവ് ചിലവ് കണക്കുകൾക്കായി 3 മാസത്തെ ചെലവ് മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് സംസ്ഥാനം 7,000 കോടി രൂപ കടമെടുക്കുന്നു. അത് KSEBയുടെ ബാധ്യത ഏറ്റെടുത്തുകൊണ്ടാണ് 7,000 കോടി രൂപ കടമെടുക്കുന്നത്. അങ്ങനെയാണെങ്കിൽ നേരത്തെ കേന്ദ്ര സർക്കാർ അനുവദിച്ച 29,000 കോടി അധികം അതോടൊപ്പം തന്നെ 7,000 കോടി അങ്ങനെ മൊത്തം 36,000 കോടി രൂപ സംസ്ഥാനം നേരത്തെ മുന്നോട്ട് വെച്ച അതായത് 15ാം ധനകാര്യ കമ്മീഷന്റെ മുന്നിൽ വെച്ച ആ 36,000 കോടി രൂപയും സംസ്ഥാന സർക്കാർ കടമെടുക്കുന്നുണ്ട്. അപ്പോൾ കേന്ദ്രത്തെ കുറ്റം പറഞ്ഞുകൊണ്ട് കേന്ദ്രം കടമരുന്ന് നൽകുന്നില്ല എന്ന് കുറ്റം പറഞ്ഞുകൊണ്ട് കേന്ദ്രത്തെ പലതവണ വിമർശിച്ചു കൊണ്ട് മുന്നോട്ട് വെച്ച ആശയമാണ് 36,000 കോടി രൂപ. ആ 36,000 കോടി രൂപയും തത്വത്തിൽ കേരളം ഇപ്പോൾ കടമെടുക്കുന്നുണ്ട് എന്ന് വേണം ഈ ഘട്ടത്തിൽ മനസ്സിലാക്കേണ്ടത്. എന്തായാലും വരും മാസങ്ങളിലെ ചിലവുകൾക്ക് വേണ്ടിയിട്ടാണ് ഇത്തരത്തിൽ 7,000 കോടി രൂപ അധികമായിട്ട് കടമെടുക്കുന്നത് KSEBയുടെ ബാധ്യതയും കൂടി ഏറ്റെടുത്തുകൊണ്ട്. അനു, ശരി. DMOമാരുടെ സ്ഥലമാറ്റം സംബന്ധിച്ച ഉത്തരവ് സർക്കാർ താൽക്കാലികമായി മരവിപ്പിക്കും. എല്ലാ ഉദ്യോഗസ്ഥരുടെയും ഭാഗം കേട്ടതിന് ശേഷമായിരിക്കും ആരോഗ്യവകുപ്പ് തീരുമാനമെടുക്കുക. കോടതി ഇടപെടലിന്റെ പശ്ചാത്തലത്തിലാണ് പുതിയ ഉത്തരവ് സ്റ്റേ ചെയ്യാനുള്ള ആരോഗ്യവകുപ്പിന്റെ തീരുമാനം. പ്രശാന്ത് ശങ്കരമംഗലത്ത് ചേരുന്നു. പ്രശാന്ത്, നമ്മൾ കഴിഞ്ഞ ദിവസം കണ്ടതാണ് ഈ DMOമാരുടെ തർക്കം. അതിൽ സ്റ്റേ ഓർഡർ പിൻവലിച്ചതിന് ശേഷം 2 DMOമാരും ഒരു മേശയുടെ അപ്പുറവും ഇപ്പുറവും ഇരിക്കുന്ന സാഹചര്യത്തിലോട്ടൊക്കെ എത്തി. എന്തായാലും ഇപ്പോൾ തൽക്കാലം DMOമാരുടെ സ്ഥലമാറ്റം സംബന്ധിച്ച ഉത്തരവ് സർക്കാർ താൽക്കാലികമായി മരവിപ്പിക്കുകയാണ്. എല്ലാ ഉദ്യോഗസ്ഥരുടെയും ഭാഗം കേട്ടതിന് ശേഷമായിരിക്കും ഇനി തീരുമാനമെടുക്കുക എന്നും അറിയാൻ കഴിയുന്നുണ്ട്.
രോഹിണി, എറണാകുളം, കോഴിക്കോട്, കണ്ണൂർ, കൊല്ലം ജില്ലകളിലെ DMOമാർക്കും ആരോഗ്യവകുപ്പിലെ 2 ഉദ്യോഗസ്ഥർക്കുമാണ് സ്ഥലം മാറ്റം സംബന്ധിച്ച ഉത്തരവിറങ്ങിയത്. അതിന് പിന്നാലെയാണ് ഇത്തരത്തിൽ കോഴിക്കോട് DMOമാരുടെ അടക്കമുള്ള സംഭവങ്ങൾ ഉണ്ടാകുന്ന ഒരു സാഹചര്യം കൂടി ഉണ്ടാകുന്നത്. ഇതിന്റെ കൂടി പശ്ചാത്തലത്തിലാണ് ഇപ്പോൾ ഉദ്യോഗസ്ഥരുടെ ഭാഗം കേൾക്കുവാനായി ആരോഗ്യവകുപ്പ് ഒരുങ്ങുന്നത്. അതായത് ഇത്തരം ഈ 2 DMOമാർ ഒരുമിച്ചെത്തുന്ന സാഹചര്യം ഉണ്ടായതും മാറിപ്പോകാത്ത നിലയിലേക്ക് ഉണ്ടായതെല്ലാം വലിയ രീതിയിലേക്ക് നാണക്കേട് ഉണ്ടാക്കുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. ആരോഗ്യവകുപ്പിനടക്കം ഇത് വിവാദമാകുകയും ആരോഗ്യവകുപ്പിനടക്കം നാണക്കേട് ഉണ്ടാക്കുന്ന ഒരു നിലയിലേക്ക് എത്തിച്ചേരുന്ന ഒരു സാഹചര്യം കൂടി ഉണ്ടായിരുന്നു. അതിന് പിന്നാലെയാണ് കോടതിയുടെ ഉത്തരവടക്കം വന്നിരിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഈ ഉദ്യോഗസ്ഥരുടെ ഭാഗം കൂടി കേൾക്കുവാനുള്ള അല്ലെങ്കിൽ അത് കേട്ടുകൊണ്ടുള്ള ഈ ഒരു നടപടിയിലേക്ക് അല്ലെങ്കിൽ ഈ സ്ഥലം മാറ്റം അടക്കമുള്ള കാര്യങ്ങളിലേക്ക് നീങ്ങുവാൻ ആരോഗ്യവകുപ്പും നീങ്ങുന്നത്. അതിൻ്റെയൊക്കെ ഭാഗമായിട്ടാണ് ഇപ്പോൾ സർക്കാരിൻ്റെ ആ ഉത്തരവ് തൽക്കാലം മരവിപ്പിക്കുന്നത്. അതായത് നേരത്തെ തന്നെ ഈ സ്ഥലം മാറ്റ ഉത്തരവ് നൽകിയിരുന്നത് അടക്കമുള്ള കാര്യങ്ങളിൽ തൽക്കാലം ഒന്ന് മരവിപ്പിച്ച് നിർത്തിക്കൊണ്ട് ഈ ഉദ്യോഗസ്ഥരുടെ ഭാഗം കൂടി കേൾക്കുക എന്ന നിലയിലേക്ക് ഇപ്പോൾ എത്തിയിരിക്കുന്നത്. അതിന് പിന്നാലെയായിരിക്കും ബാക്കി മറ്റ് കാര്യങ്ങളിൽ ഒരു തീരുമാനം ഉണ്ടാകുക. ഇതിൽ വലിയ രീതിയിൽ സർക്കാരിന് തന്നെ നാണക്കേട് ഉണ്ടാക്കുന്ന രീതിയിലേക്ക് നമുക്കറിയാം മാധ്യമങ്ങളടക്കം വലിയ രീതിയിൽ വാർത്താ പ്രാധാന്യം ഉണ്ടാക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. അതോടൊപ്പം തന്നെ ഇത്തരത്തിൽ നമ്മൾ ഈ ചലച്ചിത്രങ്ങളടക്കം കണ്ടുവരുന്ന രീതിയിലുണ്ടാകുന്ന ആ സമാനമായ സാഹചര്യമാണ് ഈ 2 DMOമാരും എത്തുകയും ചാർജ് എടുക്കുകയും പിന്നീട് അവിടെ ഉണ്ടാകുന്ന തർക്കവും അടക്കമുണ്ടാകുന്ന സംഭവങ്ങൾ ഉണ്ടായിത്തീർന്നത്. ഇതൊക്കെയാണ് ഒരു മാറി ചിന്തിക്കലിലേക്ക് ഇപ്പോൾ ആരോഗ്യവകുപ്പിനെയും ചിന്തിക്കുന്നത്. എന്തായാലും ഉദ്യോഗസ്ഥരുടെ അടക്കം ഇനി സ്ഥലം മാറ്റം ഉണ്ടാകാൻ പോകുന്ന ഉദ്യോഗസ്ഥരുടെ അടക്കമുള്ള ഭാഗം കൂടി കേട്ടതിന് ശേഷം മാത്രമായിരിക്കും മറ്റ് നടപടികളിലേക്ക് കടക്കുക എന്നാണ് പറയാൻ കഴിയുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഇത്തരത്തിൽ ഉത്തരവുകളടക്കം ഈ സർക്കാരിന് നിലവിലെ സ്ഥലം മാറ്റം ഉത്തരവ് കൂടി മരവിപ്പിച്ച് നിർത്തിക്കൊണ്ട് ഒരു നിലയിലേക്ക് അല്ലെങ്കിൽ തീരുമാനത്തിലേക്ക് ഇപ്പോൾ സർക്കാരിനെയും അതുപോലെ തന്നെ ആരോഗ്യവകുപ്പിനെയും നീങ്ങാൻ പ്രേരിപ്പിച്ചിരിക്കുന്നത്. ശരി, പ്രശാന്ത് ശങ്കരമംഗലത്താണ് വിവരങ്ങൾ നൽകിയത്. വിഭാഗീയത രൂക്ഷമായ പത്തനംതിട്ട CPM-ൽ ജില്ലാ സമ്മേളനത്തിലും പ്രധാന ചർച്ചാ വിഷയം പാർട്ടിയിലെ ചേരിപ്പോര് തന്നെ. വിഭാഗീയത ഒരു കാരണവശാലും അനുവദിക്കില്ലെന്ന് സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ പ്രതിനിധി സമ്മേളനത്തിൽ മുന്നറിയിപ്പ് നൽകി. തിരുവല്ല, കൊടുമൺ വിഭാഗീയതകൾ ജില്ലാ സമ്മേളനത്തിൽ നേതൃത്വത്തിന് തലവേദന സൃഷ്ടിക്കുന്നുമുണ്ട്. പ്രതിനിധി സമ്മേളനത്തിൽ ജില്ലയിലെ പാർട്ടി വിഭാഗീയത അതിരുകടക്കുന്നതായി ആദ്യം ചൂണ്ടിക്കാണിച്ചത് സംസ്ഥാന സെക്രട്ടറി തന്നെ. ജില്ലാ നേതൃത്വം കിണഞ്ഞു ശ്രമിച്ചിട്ടും പരിഹരിക്കാനാകാതെ നിലനിന്ന വിഭാഗീയതയ്ക്ക് ശമനമുണ്ടാക്കാൻ ജില്ലയിലേക്ക് നേരിട്ടെത്തിയത് സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദനായിരുന്നു. 2 തവണ കയ്യങ്കളിയും വാക്കുതർക്കവും മൂലം അലങ്കോലമായ തിരുവല്ല ടൗൺ നോർത്ത് ലോക്കൽ സമ്മേളനം പൂർത്തിയാക്കിയത് സംസ്ഥാന സെക്രട്ടറിയുടെ വരവിന് ശേഷം. തിരുവല്ല ഏരിയ സമ്മേളനം ഒരുവിധം പൂർത്തിയാക്കിയെങ്കിലും ഇവിടുത്തെ വിഭാഗീയതയുടെ തീവ്രത MV ഗോവിന്ദന് കൃത്യമായി അറിയാം. തിരുവല്ലയിലെ വിഭാഗീയത ഒരു വിഭാഗത്തിന്റെ മാത്രം വീഴ്ചയല്ലെന്ന് സംസ്ഥാന സെക്രട്ടറി. വിഭാഗീയത അവസാനിപ്പിക്കണമെന്ന മുന്നറിയിപ്പ്. പണത്തിനോടുള്ള ആർത്തി നേതാക്കൾക്ക് വർദ്ധിക്കുന്നുണ്ടെന്നും വിമർശനം. നിരവധി പരാതികൾ സംസ്ഥാന നേതൃത്വത്തിന് ലഭിച്ചിട്ടുണ്ട്. പേര് വെളിപ്പെടുത്താത്ത പരാതികളാണ് ലഭിച്ചിട്ടുള്ളതെന്നും സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ പ്രതിനിധി സമ്മേളനത്തിൽ വിമർശിച്ചു. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷത്തിന്റെ പ്രബല സ്ഥാനാർത്ഥി തോമസ് ഐസക്കിന്റെ തോൽവി വിഭാഗീയതയുടെ ഫലമാണെന്ന് നേരത്തെ വിമർശനം ഉയർന്നിരുന്നു. തിരുവല്ല ടൗൺ നോർത്ത് ലോക്കൽ കമ്മിറ്റി സമ്മേളനത്തിലാണ് ഈ വിമർശനമുണ്ടായത്. ഐസക്കിനെ തോൽപ്പിക്കാൻ ഒരു വിഭാഗം നേതാക്കളും പ്രവർത്തകരും ശ്രമിച്ചു എന്നായിരുന്നു വിമർശനം. ഇതേ വിമർശനം ജില്ലാ സമ്മേളനത്തിലും ചർച്ചയായേക്കും. തിരുവല്ലയ്ക്ക് പുറമെ ജില്ലാ സെക്രട്ടറി KP ഉദയഭാനുവിന്റെ ഏരിയ കമ്മിറ്റിയായ കൊടുമണ്ണിലും വിഭാഗീയത രൂക്ഷമായി നിലനിൽക്കുന്നുണ്ട്. പുതിയ ഏരിയ സെക്രട്ടറിയെ എതിർത്ത് പാർട്ടി പ്രവർത്തകരും അനുഭാവികളും ഏരിയ സമ്മേളനം പൂർത്തിയാക്കിയതോടെ രംഗത്തെത്തുകയും ചെയ്തു. സമൂഹമാധ്യമങ്ങളിൽ പാർട്ടിക്കെതിരെയും പുതിയ ഏരിയ സെക്രട്ടറിക്കെതിരെയും പ്രതികരിച്ചുകൊണ്ടായിരുന്നു പലരും എതിർപ്പ് അറിയിച്ചത്. പ്രാദേശിക വിഭാഗീയതകൾ പലയിടങ്ങളിലും പഞ്ചായത്ത് ഭരണങ്ങളെപ്പോലും അനിശ്ചിതത്വത്തിലാക്കി തുടരുന്നു. ഇതെല്ലാം സമ്മേളനം തീരും വരെ ചർച്ചാ വിഷയമായി പല കോണുകളിൽ നിന്നും ഉയരും. AD നവീൻ ബാബു വിഷയത്തിൽ CPM പത്തനംതിട്ട ജില്ലാ നേതൃത്വത്തിന്റെ നിലപാടും സംസ്ഥാന നേതൃത്വം സ്വീകരിച്ച നിലപാടും ജില്ലാ സമ്മേളനത്തിൽ ഉരസലിനെ കാരണമായേക്കും. ജില്ലാ സെക്രട്ടറി സ്ഥാനത്തേക്ക് മത്സരം ഒഴിവാക്കി ഒരാളെ പാർട്ടിക്ക് കണ്ടെത്തേണ്ടതുണ്ട്. CPM ജില്ലാ സെക്രട്ടേറിയറ്റ് മെമ്പർമാരായ TD ബൈജു, PB ഹർഷകുമാർ, സംസ്ഥാന കമ്മിറ്റി അംഗം രാജു എബ്രഹാം എന്നിവരുടെ പേരുകളാണ് സെക്രട്ടറി സ്ഥാനത്തേക്ക് പരിഗണിക്കാൻ സാധ്യത. ഇതിനിടയിൽ ഗുണ്ടാപ്പട്ടികയിൽ ഉൾപ്പെട്ടയാളടക്കമുള്ള ക്രിമിനലുകളെ പാർട്ടിയിലേക്ക് സ്വീകരിച്ചതും സമ്മേളനകാലത്തെ മറ്റൊരു വിവാദം. 30-ാം തീയതി കോന്നിയിൽ ചേരുന്ന പൊതുസമ്മേളനം പോളിറ്റ് ബ്യൂറോ അംഗം പിണറായി വിജയൻ ഉദ്ഘാടനം ചെയ്യും. ജനം, പത്തനംതിട്ട. അടിയന്തര പരോൾ ലഭിക്കാൻ വ്യാജ മെഡിക്കൽ സർട്ടിഫിക്കറ്റ് ഹാജരാക്കി ഉത്ര കൊലക്കേസ് പ്രതി സൂരജ്. പിതാവിന് ഗുരുതര അസുഖമുണ്ടെന്ന് കാണിച്ചായിരുന്നു പരോൾ നേടാൻ ശ്രമിച്ചത്. തട്ടിപ്പ് കണ്ടെത്തിയ പൂജപ്പുര ജയിൽ അധികൃതർ സംഭവത്തിൽ സൂരജിനെതിരെ ജയിൽ സൂപ്രണ്ടിന് പരാതി നൽകി. വിഷയത്തിൽ സൂരജിനെയും അമ്മയെയും ചോദ്യം ചെയ്യും. പ്രജിത്ത് ചേരുന്നു. പ്രജിത്ത്, വിവരങ്ങൾ. ഈ സൂരജ് നേരത്തെ തന്നെ പരോളിന് അപേക്ഷ നൽകിയിരുന്നു. ഇത് തള്ളിയതിനു ശേഷം വീണ്ടും സമർപ്പിച്ച അപേക്ഷയോടൊപ്പം അച്ഛന് ഗുരുതരമായ അസുഖമാണെന്ന രീതിയിൽ കാണിച്ചുകൊണ്ടായിരുന്നു ഒരു അപേക്ഷ നൽകിയത്. ഈ അപേക്ഷയിലാണ് സംശയം തോന്നി കൂടുതൽ പരിശോധനകൾ നടത്തിയപ്പോഴാണ്
വ്യാജ മെഡിക്കൽ സർട്ടിഫിക്കറ്റ് ഹാജരാക്കിയതായി കണ്ടെത്തിയത്. ഈ സൂരജിന് മെഡിക്കൽ സർട്ടിഫിക്കറ്റ് അല്ലെങ്കിൽ സൂരജിന്റെ കുടുംബം ഈ സമർപ്പിച്ച മെഡിക്കൽ സർട്ടിഫിക്കറ്റ് നൽകിയ ഡോക്ടറുമായി ജയിലധികൃതർ ബന്ധപ്പെട്ടു. അപ്പോൾ താൻ മെഡിക്കൽ സർട്ടിഫിക്കറ്റ് നൽകിയിട്ടുണ്ടെന്നും പക്ഷേ അതിൽ ഗുരുതര രോഗമില്ല എന്നുള്ള അങ്ങനെ ഒരു ഗുരുതര രോഗമുണ്ട് എന്ന രീതിയിൽ രേഖപ്പെടുത്തിയിട്ടില്ല എന്നും ഈ ഡോക്ടർ വ്യക്തമാക്കി. ഇതേ തുടർന്നാണ് ഇത്തരത്തിൽ വ്യാജ സർട്ടിഫിക്കറ്റ് നൽകിയതായി മനസ്സിലാകുന്നതും. പ്രത്യേകിച്ച് ഈ സർട്ടിഫിക്കറ്റ് കയ്യിൽ വാങ്ങിയതിനു ശേഷം ഈ അച്ഛന് ഗുരുതര അസുഖമാണെന്ന രീതിയിൽ അതിൽ എഴുതി ചേർത്തു എന്നുള്ളതാണ് ഇപ്പോഴത്തെ ഒരു പ്രാഥമികമായ വിലയിരുത്തൽ. സൂരജിന്റെ അമ്മയാണ് ഈ രീതിയിൽ മെഡിക്കൽ സർട്ടിഫിക്കറ്റ് ജയിലിൽ ഹാജരാക്കുന്നത്. എന്തായാലും പൂജപ്പുര ജയിലധികൃതരുടെ പരാതിയിൽ ഇപ്പോൾ പൂജപ്പുര പോലീസ് കേസെടുത്തിട്ടുണ്ട്. ഈ വിഷയത്തിൽ സൂരജിനെയും സൂരജിന്റെ അമ്മയെയും ചോദ്യം ചെയ്യുമെന്നുള്ളതാണ് പോലീസിൽ നിന്ന് ലഭിക്കുന്ന വിവരം. ഈ വ്യാജ പരോൾ സർട്ടിഫിക്കറ്റ് ഒക്കെ പരോൾ നേടാൻ വേണ്ടി വ്യാജ സർട്ടിഫിക്കറ്റ് ഒക്കെ ലഭ്യമാക്കി നൽകുന്ന ചില ആളുകളൊക്കെ ഉണ്ട്. അപ്പോൾ ഇവരുടെയൊക്കെ ഇടപെടലുകളോ ഇവരുടെയൊക്കെ സഹായങ്ങളോ സൂരജിന് ലഭിച്ചിട്ടുണ്ടോ എന്നുള്ള സംശയവും നിലനിൽക്കുന്നു. എന്തായാലും ഇതിൽ കൂടുതൽ പരിശോധനയും അതിനുശേഷം കടുത്ത നടപടികളും ഉണ്ടാകുമെന്നുള്ളതാണ് ജയിൽ അധികൃതർ അറിയിക്കുന്നത്. ശരി, പ്രജിത്താണ് വിവരങ്ങൾ നൽകിയത്. നേരത്തെ നമ്മൾ പറഞ്ഞതുപോലെ തന്നെ 5 വർഷത്തെ കാലാവധി പൂർത്തിയാക്കി കേരള ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ ഇന്ന് കേരളത്തിൽ നിന്ന് മടങ്ങുകയാണ്. തിരുവനന്തപുരത്ത് നിന്ന് ആദ്യം അദ്ദേഹം കൊച്ചിയിലേക്കായിരിക്കും പോവുക. അവിടെ എത്തുന്ന ഗവർണർ ഉപരാഷ്ട്രപതിയെ സ്വീകരിക്കും. അതിനുശേഷമായിരിക്കും ബീഹാറിലേക്ക് പുറപ്പെടുകയും. സംസ്ഥാന സർക്കാരിൻ്റെ സ്വജനപക്ഷപാതത്തിലും കെടുകാര്യസ്ഥതയിലും എന്നും കലഹിച്ച ഗവർണർ കൂടിയാണ് കേരളത്തിൽ നിന്ന് മടങ്ങുന്നത്. സംസ്ഥാനം കണ്ട ഏറ്റവും ശക്തനായ ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ 5 വർഷവും 4 മാസവും കാലാവധി പൂർത്തിയാക്കിയ ശേഷമാണ് ബീഹാറിലേക്ക് പുതിയ ഗവർണറായി പോകുന്നത്. രണ്ടാം പിണറായി സർക്കാരിന്റെ കാലത്ത് മുഖ്യ പ്രതിപക്ഷമാകാനും പലപ്പോഴും സർക്കാരിന്റെ കെടുകാര്യസ്ഥതകൾ അക്കമിട്ട് നിരത്തി കാണിക്കാനും ഗവർണർ ശ്രമിച്ചു. ഗവർണർ പദവി റബ്ബർ സ്റ്റാമ്പല്ലെന്ന് ആരിഫ് മുഹമ്മദ് ഖാൻ ഇടത് സർക്കാരിനെ മനസ്സിലാക്കി കൊടുത്തു. സർവകലാശാലകൾ കേന്ദ്രീകരിച്ച് നടക്കുന്ന നിയമനങ്ങളും വിസിമാരായി യോഗ്യതയില്ലാത്തവരെ തിരികെ കയറ്റുന്ന നടപടിയെയും ഗവർണർ ചോദ്യം ചെയ്തു. പല വിസി നിയമനങ്ങളും ഇതോടെ കോടതി കയറി. സർക്കാരിന്റെ സ്വജനപക്ഷപാത നിലപാടുകളെ ചോദ്യം ചെയ്തായിരുന്നു പരസ്യയുദ്ധത്തിന്റെ തുടക്കം. അത് പിന്നീട് സർക്കാരിനെതിരെ തുറന്ന യുദ്ധമായി മാറി. നീതി നിഷേധിക്കപ്പെടുന്നവർക്കായി രാജ്ഭവനിൽ ഗവർണർ നിലകൊണ്ടു. ഇന്ന് കൊച്ചിക്ക് പുറപ്പെടുന്ന ഗവർണർ കൊച്ചിയിൽ നിന്നും പാട്നയിലേക്കാണ് വിമാനമാർഗം പോവുക. പുതിയ ഗവർണർ രാജേന്ദ്ര അർലേക്കർ ജനുവരി 2-ന് ചുമതലയേൽക്കും. ഇദ്ദേഹം പുതുവത്സര ദിനത്തിൽ കേരളത്തിലെത്തും. നിലവിലെ രാഷ്ട്രീയ സാഹചര്യത്തിൽ ഗവർണറും സർക്കാരും തമ്മിലുള്ള തുടർ നീക്കങ്ങൾ നിർണായകമാണ്. ജനം, തിരുവനന്തപുരം. വിഭാഗീയതയും സംസ്ഥാന നേതൃത്വത്തിനും നേതാക്കൾക്കുമെതിരെ രൂക്ഷ വിമർശനവുമായി CPM പത്തനംതിട്ട ജില്ലാ സമ്മേളനം. നവീൻ ബാബു വിഷയത്തിൽ സംസ്ഥാന നേതൃത്വത്തിനെതിരെ പ്രതിനിധി സമ്മേളനത്തിൽ കനത്ത വിമർശനമാണ് ഉയർന്നത്. ദല്ലാൽ നന്ദകുമാറുമായി EP ജയരാജൻ എന്ത് ബന്ധമെന്ന ചോദ്യത്തിൽ EPക്കെതിരെയും രൂക്ഷ വിമർശനം പ്രതിനിധികൾ ഉയർത്തി. അതേസമയം ചർച്ചകൾ ഇന്നും തുടരും. മിഥുൻ മുരളി ചേരുന്നു വിവരങ്ങളുമായി. മിഥുൻ, CPM ജില്ലാ സമ്മേളനങ്ങൾ നടക്കുമ്പോൾ പത്തനംതിട്ട പ്രതിനിധി സമ്മേളനത്തിൽ നമ്മൾ ഊഹിച്ചതുപോലെയുള്ള വിഷയങ്ങളിൽ തന്നെയാണ് ഏറ്റവും കൂടുതൽ ചർച്ചയുണ്ടായത്. അതിൽ നവീൻ ബാബുവിൻ്റെ വിഷയം ചർച്ച ചെയ്തു. അതോടൊപ്പം തന്നെ EP ദല്ലാൽ നന്ദകുമാർ വിഷയം ചർച്ചയായി. എന്തായാലും നേതൃത്വത്തിനെതിരെ ആഞ്ഞടിക്കുന്ന രീതിയിൽ തന്നെയാണ് എല്ലാ പ്രതിനിധി സമ്മേളനങ്ങളും CPMന്റെ പ്രതിനിധി സമ്മേളനങ്ങളും പോകുന്നത് എന്നുള്ളതാണ്. രോഹിണി, സംഭവ ബഹുലമാണ് പത്തനംതിട്ട CPM ജില്ലാ സമ്മേളനം. ഒരു വശത്ത് വിഭാഗീയത വലിയ രീതിയിൽ നിലനിൽക്കുമ്പോൾ തന്നെ പ്രതിനിധി സമ്മേളനത്തിൽ പല വിഷയങ്ങളിലും ചർച്ചകൾ ഉയരുമ്പോൾ അത് സംസ്ഥാന നേതൃത്വത്തിനും പല നേതാക്കൾക്കുമെതിരെയുള്ള രൂക്ഷ വിമർശനമായി മാറുകയാണ്. നവീൻ ബാബു വിഷയത്തിൽ പത്തനംതിട്ടയിലെ CPM ജില്ലാ ഘടകവും കണ്ണൂർ ജില്ലാ ഘടകത്തിനെയും ഏകോപിപ്പിച്ചു കൊണ്ടുപോകാൻ സംസ്ഥാന നേതൃത്വത്തിന് കഴിഞ്ഞില്ല എന്നുള്ള വിമർശനമാണ് ഇന്നലെ നടന്ന പ്രതിനിധി സമ്മേളനത്തിൽ ഉയർന്നത്. സംസ്ഥാന നേതൃത്വം കൃത്യമായിട്ടുള്ള ഏകോപനം അല്ലെങ്കിൽ ഈ 2 ജില്ലാ ഘടകങ്ങളെയും ഒന്നിപ്പിച്ചു കൊണ്ടുപോയുള്ള ഒരു നിലപാട് സ്വീകരിക്കുന്നതിൽ പരാജയപ്പെട്ടു എന്നുള്ള വിമർശനമാണ് ഉയർന്നത്. പത്തനംതിട്ടയിൽ നിന്നുള്ള ചില നേതാക്കൾ അനാവശ്യ വിവാദങ്ങൾ ഉണ്ടാക്കി അത് PP ദിവ്യ മാധ്യമങ്ങളുടെ ഇരയാക്കി മാറ്റുന്നതിന് കാരണമായി. പത്തനംതിട്ട ജില്ലാ നേതൃത്വം സ്വീകരിച്ച നിലപാട് ശരിയായിരുന്നു. പക്ഷേ അത് കണ്ണൂർ ജില്ലാ ഘടകം സ്വീകരിച്ച നിലപാടുമായി യോജിപ്പിച്ചു കൊണ്ടുപോകാൻ സംസ്ഥാന നേതൃത്വത്തിന് സാധിച്ചില്ല എന്നുള്ളതായിരുന്നു നവീൻ ബാബുവിന്റെ മരണവുമായി ബന്ധപ്പെട്ടുള്ള വിഷയത്തിൽ പ്രതിനിധി സമ്മേളനത്തിൽ ഉയർന്നു വന്ന പ്രധാനപ്പെട്ട ആരോപണം. EP ജയരാജനും രൂക്ഷമായ വിമർശനം ഉണ്ടായിട്ടുണ്ട്. പ്രകാശ് ജാവ്ദേക്കർ EP കൂടിക്കാഴ്ച അതൊരു പ്രശ്നമല്ല എന്ന പ്രതിനിധികൾ ഉയർത്തുന്നു. പക്ഷേ ദല്ലാൽ നന്ദകുമാറുമായി EPക്ക് എന്ത് ബന്ധമാണ് ഉള്ളതെന്ന് പ്രതിനിധികൾ ചോദിക്കുന്നു. ഈ ഒരു വിഷയത്തിൽ രൂക്ഷ വിമർശനമാണ് EP ജയരാജന് ഇന്നലെ നേരിടേണ്ടി വന്നത്. EP ജയരാജൻ, ദല്ലാൽ നന്ദകുമാർ ഇവർ രണ്ടുപേരും തമ്മിലുള്ള കൂടിക്കാഴ്ചകൾ, ഇവർ തമ്മിലുള്ള ബന്ധം അത് ഏത് രീതിയിലുള്ളതാണ് എന്ന് വ്യക്തമാക്കണമെന്നാണ് പ്രതിനിധികൾ പറയുന്നത്. നേരത്തെ EP ജയരാജൻ പറഞ്ഞത് പ്രകാശ് ജാവ്ദേക്കറുമായിട്ടുള്ള കൂടിക്കാഴ്ച
അത് രാഷ്ട്രീയ പ്രവർത്തകർ തമ്മിലുള്ള സാധാരണഗതിയിലുള്ള ഒരു കൂടിക്കാഴ്ച മാത്രമാണ് എന്നുള്ളതായിരുന്നു നേരത്തെ ഇ പി ജയരാജൻ ആ കൂടിക്കാഴ്ചയ്ക്ക് നൽകിയ വിശദീകരണം. അത് പാർട്ടി പ്രവർത്തകർ, പാർട്ടി പ്രതിനിധികൾ അംഗീകരിക്കുന്നുണ്ട്, സ്വീകരിക്കുന്നുണ്ട്. അതിൽ പ്രശ്നമില്ല എന്നാണ് അവർ പറയുന്നത്. പക്ഷേ ജാവേദ്കറെ കണ്ടതല്ല പ്രശ്നം. ദല്ലു നന്ദകുമാറുമായി ഇ പിക്ക് എന്ത് ബന്ധമാണ് ഉള്ളത്, ഏത് രീതിയിലുള്ള കാര്യങ്ങൾക്ക് വേണ്ടിയാണ് ഈ ഇടപാടുകൾക്ക് വേണ്ടിയാണ് ഈ ബന്ധം ഉപയോഗിച്ചത് എന്നടക്കമുള്ള കാര്യങ്ങളിൽ വ്യക്തത വരണം. അതുകൊണ്ട് ഇ പി ഈ ഒരു ബന്ധം മുന്നോട്ട് കൊണ്ടുപോയ ഈ അവിശുദ്ധ കൂട്ടുകെട്ട് മുന്നോട്ട് കൊണ്ടുപോയതിൽ പ്രശ്നമുണ്ട് എന്നാണ് ഇ പി ജയരാജനെതിരെ രൂക്ഷ വിമർശനം ഉന്നയിച്ചുകൊണ്ട് ഇന്നലെ നടന്ന പ്രതിനിധി സമ്മേളനത്തിൽ വിമർശനം ഉണ്ടായത്. ഒപ്പം ഇനിയുള്ള പ്രധാനപ്പെട്ട പ്രശ്നം തുടക്കം മുതലേ നിലനിൽക്കുന്ന വിഭാഗീയതയാണ്. ഈ വിഭാഗീയത അവസാനിപ്പിക്കാതെയാണ് പത്തനംതിട്ട ജില്ലാ സമ്മേളനം ആരംഭിക്കുന്നത്. തിരുവല്ലയിലും കൊടുമണ്ണിലും വലിയ രീതിയിലുള്ള വിഭാഗീയ പ്രശ്നങ്ങൾ നിലനിൽക്കുന്നുണ്ട്. തിരുവല്ലയിലെ വിഭാഗീയത അവസാനിപ്പിക്കുന്നതിന് വേണ്ടി സംസ്ഥാന സെക്രട്ടറിക്ക് എം വി ഗോവിന്ദന് നേരിട്ട് ജില്ലയിലേക്ക് വരേണ്ടി വന്നു. തിരുവല്ല ടൗൺ നോർത്ത് ലോക്കൽ സമ്മേളനം 2 തവണ കയ്യാങ്കളിയും വാക്കുതർക്കവും ഒക്കെയായി അലങ്കോലപ്പെട്ട് നിലനിൽക്കുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. സംസ്ഥാന സെക്രട്ടറി നേരിട്ടെത്തി പരിഹാര ശ്രമങ്ങൾ നടത്തിയതിനു ശേഷമാണ് തിരുവല്ല ടൗൺ നോർത്ത് ലോക്കൽ സമ്മേളനം പൂർത്തിയാക്കുകയും ഏരിയ സമ്മേളനം ഒരുവിധം പൂർത്തിയാക്കി ജില്ലാ സമ്മേളനത്തിൽ കടക്കാൻ സാധിക്കുകയും ചെയ്തത്. അതുകൊണ്ട് തന്നെ ഈ തിരുവല്ലയിലെ വിഭാഗീയതയുടെ തീവ്രത എത്രത്തോളമാണെന്ന് സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദന് നേരിട്ടറിയാം. ഇന്നലെ ഒരു മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. തിരുവല്ലയിലെ വിഭാഗീയത അവസാനിപ്പിക്കണം, വിഭാഗീയ പ്രവർത്തനങ്ങളുമായി ഒരു കാരണവശാലും പാർട്ടിയുമായി മുന്നോട്ട് പോകാൻ സാധിക്കില്ല എന്നുള്ളതായിരുന്നു സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ ഇന്നലെ പ്രതിനിധി സമ്മേളനത്തിൽ അറിയിച്ചത്. ചില നേതാക്കൾക്ക് പണത്തിനോടുള്ള ആർത്തി കൂടിയിട്ടുണ്ട്. ഇത് പല പ്രശ്നങ്ങൾക്കും കാരണമാകുന്നുണ്ട്. ഇത്തരത്തിലുള്ള പരാതികൾ സംസ്ഥാന നേതൃത്വത്തിന് ലഭിക്കുന്നുണ്ട്. പലപ്പോഴും പേര് വെളിപ്പെടുത്താത്ത പരാതികളാണ് ഇതുമായി ബന്ധപ്പെട്ട് ലഭിക്കുന്നത്. ഇത് വിഭാഗീയ പ്രവർത്തനങ്ങൾക്ക് കാരണമാകുന്നു എന്നുള്ള മുന്നറിയിപ്പാണ് സംസ്ഥാന സെക്രട്ടറി അറിയിച്ചത്. ഒപ്പം ജില്ലാ നേതൃത്വത്തിനും വിമർശനം സംസ്ഥാന സെക്രട്ടറിയുടെ ഭാഗത്തു നിന്ന് ഉണ്ടായി. ഈ വിഭാഗീയ പ്രവർത്തനങ്ങൾ അവസാനിപ്പിച്ച് പാർട്ടിയെ മുന്നോട്ട് കൊണ്ടുപോകാൻ ജില്ലാ നേതൃത്വത്തിന് കഴിയുന്നില്ല. പ്രത്യേകിച്ച് തിരുവല്ലയിലെ വിഭാഗീയതയുമായി ബന്ധപ്പെട്ടുള്ള പ്രവർത്തനങ്ങൾ മുളയിലെ ഞുള്ളിക്കളഞ്ഞുകൊണ്ട് അത് അവസാനിപ്പിക്കാൻ ജില്ലാ നേതൃത്വത്തിന് കഴിഞ്ഞില്ല എന്നുള്ളതായിരുന്നു സംസ്ഥാന സെക്രട്ടറി ഇന്നലെ പ്രതിനിധി സമ്മേളനത്തിൽ ജില്ലാ നേതൃത്വത്തിന് എതിരെ ഉയർത്തിയ വിമർശനം. ഇങ്ങനെ വിഭാഗീയത ഒരു വശത്ത് നിലനിൽക്കുന്നു. ഒപ്പം തന്നെ ഇത്തരത്തിലുള്ള സംസ്ഥാന നേതാക്കൾക്ക് എതിരെയുള്ള വിമർശനം രൂക്ഷമായ രീതിയിൽ ഉയരുകയും ചെയ്യുന്നുണ്ട്. സംഭവ ബഹുലമാണ്. ഇനിയുള്ള ചർച്ചകളും ഇന്ന് മുഖ്യമന്ത്രി വൈകിട്ടോടുകൂടി എത്തിയേക്കും. നാളെ നടക്കുന്ന യോഗം മുഖ്യമന്ത്രിയുടെ സാന്നിധ്യത്തിലാണ് കോന്നിയിൽ ചേരുക. രുക്മിണി. ശരി, മിഥുൻ മുരളിയാണ് വിവരങ്ങൾ നൽകിയത്. മറ്റൊന്ന്, മലപ്പുറം ജില്ലയിൽ BJPയുടെ വളർച്ച തുറന്ന് സമ്മതിക്കുകയാണ് CPM. ജില്ലാ സമ്മേളനത്തിലെ പ്രധാന അജണ്ടകളിൽ ഒന്നാണ് BJPയുടെ വളർച്ചയെക്കുറിച്ചുള്ള ചർച്ച പോലും. BJPയുടെ വളർച്ച അതീവ ഗൗരവത്തിലാണ് കാണുന്നതെന്ന് CPM മലപ്പുറം ജില്ലാ സെക്രട്ടറി EN മോഹൻദാസ് പറഞ്ഞ സാഹചര്യം കൂടിയുണ്ട്. ജനുവരി 1, 2, 3 തീയതികളിലാണ് ജില്ലാ സമ്മേളനം നടക്കുന്നത്. ശിവദാസ് കന്മനം വിവരങ്ങളുമായി ചേരുന്നു. ശിവദാസ്, കൂടുതൽ വിവരങ്ങൾ. മലപ്പുറം CPMന്റെ ജില്ലാ സമ്മേളനം ജനുവരി 1, 2, 3 തീയതികളിൽ താനൂരിലാണ് നടക്കുക. ഈ ജില്ലാ സമ്മേളനത്തിൽ ഒരു പ്രധാനപ്പെട്ട ഒരു അജണ്ട മലപ്പുറം ജില്ലയിൽ BJPയുടെ വളർച്ച തന്നെയാണ്. സംസ്ഥാനത്ത് ഉടനീളം അത്തരത്തിൽ BJPക്ക് വലിയ രീതിയിലുള്ള ഒരു വളർച്ചയുണ്ടായി. ഇത് ഗൗരവത്തോടെ കാണണം. ഇത് തടയാനുള്ള ശ്രമങ്ങൾ വേണം പാർട്ടി എടുക്കേണ്ടത് എന്നാണ് പ്രധാനമായും CPM പ്രവർത്തകരും അതോടൊപ്പം തന്നെ നേതാക്കളും എല്ലാം പറയുന്നത്. അത്തരത്തിൽ മലപ്പുറം ജില്ലയിലും BJPക്ക് വലിയ രീതിയിൽ തന്നെ വളർച്ച സംഭവിച്ചിട്ടുണ്ട്. കാരണം കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിലും നിയമസഭാ തെരഞ്ഞെടുപ്പിലും അതോടൊപ്പം തന്നെ ഇനി വരാൻ പോകുന്ന തദ്ദേശ തെരഞ്ഞെടുപ്പിലടക്കം ഇത് വലിയ ലോക്സഭാ തെരഞ്ഞെടുപ്പിലും നിയമസഭാ തെരഞ്ഞെടുപ്പിലും വോട്ട് വർദ്ധിച്ചു. ഇനി വരുന്ന തദ്ദേശ തെരഞ്ഞെടുപ്പിൽ അടക്കം ഇത് സ്വാധീനിക്കാനുള്ള ഒരു സാധ്യത കൂടിയുണ്ട്. അതുകൊണ്ട് തന്നെ ഇത് തടയിടുക എന്നൊരു ലക്ഷ്യം ഉണ്ട്. അതുകൊണ്ട് തന്നെ ഈ വിഷയം വലിയ അതീവ ഗൗരവത്തോടെയാണ് കാണുന്നത് എന്നാണ് CPMന്റെ മലപ്പുറം ജില്ലാ സെക്രട്ടറി EN മോഹൻദാസ് പറയുന്നത്. ഈ വരുന്ന ജില്ലാ സമ്മേളനത്തിൽ BJPയുടെ വളർച്ച ഒരു പ്രധാനപ്പെട്ട അജണ്ടയായി തന്നെ ചർച്ച ചെയ്യാനാണ് തീരുമാനം. അണികൾക്ക് വലിയ രീതിയിലുള്ള ഒരു പ്രതിഷേധം ഈ വിഷയത്തിലുണ്ട്. കാരണം LDFന്റെ വോട്ടുകൾ അടക്കം BJPയിലേക്ക് ചോരുന്നുണ്ട്. അതോടൊപ്പം തന്നെ UDFിൽ നിന്നും വോട്ടുകൾ കൂടുതലായി പോകുന്നുണ്ട്. അതിനേക്കാൾ കൂടുതൽ LDFിൽ നിന്നാണ് CPMൽ നിന്നാണ് കൂടുതൽ വോട്ടുകൾ BJPയിലേക്ക് പോകുന്നത് എന്നാണ് ഏരിയ ബ്രാഞ്ച് സമ്മേളനങ്ങളിൽ അടക്കം ഉണ്ടായ ഒരു വിലയിരുത്തൽ. അതിന്റെ ഒരു പശ്ചാത്തലത്തിൽ കൂടിയാണ് ഇപ്പോൾ ജില്ലാ സമ്മേളനത്തിൽ ഈ ഒരു വിഷയം BJPയുടെ ഒരു വളർച്ച ഒരു പ്രധാന ചർച്ചയായി എടുക്കുന്നതും ഒരു പ്രധാനപ്പെട്ട ഒരു അജണ്ടയിൽ ഒന്നായി എടുക്കുന്നതും അതോടൊപ്പം തന്നെ മറ്റു ചില കാര്യങ്ങളെല്ലാം തന്നെ ഈ ഒരു അജണ്ടയായി വരുന്നുണ്ട്. അതായത് സ്വതന്ത്രരെ പരീക്ഷിക്കുന്ന കാര്യമടക്കം ജില്ലാ സമ്മേളനത്തിൽ ചർച്ച ചെയ്യും. കാരണം PV അൻവർ പാർട്ടിക്ക് എതിരായി വിമർശനങ്ങൾ ഉന്നയിച്ചാണ് ഈ
പുറത്തുപോയത്, LDF-ൽ നിന്നും പുറത്തുപോയത്. അതോടൊപ്പം തന്നെ KT ജലീലുമായി ബന്ധപ്പെട്ട ചില വിവാദങ്ങൾ അടക്കം ഉണ്ടായിരുന്നു. സ്വർണ്ണക്കടത്തുമായി ബന്ധപ്പെട്ട വിവാദം, അദ്ദേഹം മന്ത്രിസ്ഥാനം രാജി വെക്കേണ്ട ഒരു സാഹചര്യം ഉണ്ടായി. അത്തരത്തിൽ സ്വതന്ത്രന്മാരെ പരീക്ഷിക്കുന്ന കാര്യത്തിൽ ഒരു വലിയ വിഷയം മലപ്പുറം ജില്ലയിൽ LDF-നെ സംബന്ധിച്ച് നിലനിൽക്കുന്നുണ്ട്, CPM-നെ സംബന്ധിച്ച് നിലനിൽക്കുന്നുണ്ട്. ഇതും ഈ ഒരു ചർച്ചയിൽ പ്രധാനപ്പെട്ട ഒരു അജണ്ടയായി തന്നെ ചർച്ച ചെയ്യാനുള്ള ഒരു തീരുമാനത്തിൽ തന്നെയാണ് അനുള്ളത്. ശരി ശിവദാസ്, ഇതേ വാർത്തയുടെ റിപ്പോർട്ടിലേക്കാണ് നമ്മൾ ഇനി എത്തുന്നത്. കാരണം BJPയുടെ വളർച്ച തുറന്ന് സമ്മതിക്കുകയാണ് CPM എന്ന് വേണം അനുമാനിക്കാൻ. എന്തായാലും മലപ്പുറം ജില്ലാ സമ്മേളനം വരാനിരിക്കുകയാണ്. ജനുവരി 1 മുതൽ 3 ദിവസങ്ങളിലായി. ആ സമ്മേളനത്തിലെ പ്രധാന അജണ്ടകളിൽ ഒന്ന് പോലും ഇതേ വിഷയമാണ് എന്നത് ഓർക്കണം. റിപ്പോർട്ടിലേക്ക്. ജനുവരി 1, 2, 3 തീയതികളിലാണ് CPM മലപ്പുറം ജില്ലാ സമ്മേളനത്തിന് താനൂരിൽ തുടക്കമാവുക. ജില്ലയിലെ BJPയുടെ വളർച്ച സമ്മേളന ചർച്ചയിൽ പ്രധാന അജണ്ടയാകും. ലോക്സഭ, നിയമസഭാ തെരഞ്ഞെടുപ്പുകളിലും തദ്ദേശ തെരഞ്ഞെടുപ്പിലുമെല്ലാം BJP ഘട്ടം ഘട്ടമായി വോട്ട് വർദ്ധിപ്പിക്കുന്നത് LDF, UDF മുന്നണികൾക്ക് തലവേദനയായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇത്തവണത്തെ CPM ജില്ലാ സമ്മേളനത്തിലെ പ്രധാന അജണ്ടകളിലൊന്ന് BJPയുടെ വളർച്ചയാണ്. വളരെ ഗൗരവത്തിൽ ഞങ്ങൾ കാണുന്ന കാര്യമാണ്. മലപ്പുറം ജില്ലയിൽ UDF, BJPക്ക് വളർച്ച ഉണ്ടായിട്ടുണ്ട്. BJPയുടെ വോട്ട് ഗണ്യമായി വർദ്ധിച്ചിട്ടുണ്ട്. പല തെറ്റിദ്ധാരണകളുടെ ഭാഗമായിട്ട് ഞങ്ങൾക്ക് വോട്ട് ചെയ്തിരുന്ന ഒരു വിഭാഗവും BJPക്ക് വോട്ട് ചെയ്തിട്ടുണ്ട്. UDF-ൽ നിന്ന് മാത്രമല്ല, LDF-ന് വോട്ട് ചെയ്യുന്നവരും BJPയിലേക്ക് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ വോട്ട് മറിഞ്ഞിട്ടുണ്ട്, വോട്ട് പോയിട്ടുണ്ട്, നഷ്ടം. അത് അതീവ ഗൗരവത്തോടു കൂടി തന്നെയാണ് കാണുന്നത്. പല കാരണങ്ങളാൽ പാർട്ടിയുമായി അകന്നവരെ പാർട്ടിയോട് അടുപ്പിക്കുക എന്നുള്ളതാണ് ഞങ്ങളുടെ സംഘടനാപരമായി സുപ്രധാനമായ ഒരു തീരുമാനമാണ്. ആ പ്രവർത്തനം ഞങ്ങൾ ഒരു പ്രധാനപ്പെട്ട അജണ്ടയായിട്ട് കാണുകയാണ്. ഈ സമ്മേളനവും അത് സംബന്ധിച്ചിട്ടുള്ള തീരുമാനങ്ങൾ എടുക്കും. CPM-ൽ നിന്നടക്കം BJPയിലേക്ക് വോട്ട് ചോരുന്നത് പാർട്ടിയിൽ വലിയ ചർച്ചയായിട്ടുണ്ട്. എന്നാൽ ഇത് തടയാൻ CPM കിണഞ്ഞു ശ്രമിച്ചിട്ടും കഴിഞ്ഞിട്ടില്ല. തെറ്റിദ്ധാരണയുടെ പേരിലാണ് CPM-ൽ നിന്ന് പ്രവർത്തകർ BJPയിലേക്ക് കൊഴിഞ്ഞു പോകുന്നതെന്ന് പറഞ്ഞ് ജില്ലാ സെക്രട്ടറി കൈ കഴുകാൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും അണികൾ തൃപ്തരല്ല. അതുകൊണ്ട് തന്നെയാണ് ജനുവരി ആദ്യം തുടങ്ങുന്ന ജില്ലാ സമ്മേളനത്തിൽ ഈ വിഷയം പ്രധാന അജണ്ടയാക്കാൻ തീരുമാനിച്ചതും. ശിവദാസ് കന്മനം, ജനം, മലപ്പുറം. അധികാരികൾ കണ്ണു തുറക്കാത്തതുകൊണ്ട് ജീവിതം വഴിമുട്ടി നിൽക്കുകയാണ് തിരുവനന്തപുരം പേരൂർക്കടയിലെ ഒരു കുടുംബം. ഫോർച്യൂൺ എന്ന പേരിൽ പ്രവർത്തിക്കുന്ന പ്ലൈവുഡ് ഫാക്ടറി പരിസരവാസികൾക്കുണ്ടാക്കുന്ന അസൗകര്യങ്ങൾ ചെറുതല്ല. നഗരസഭയുടെയോ വ്യവസായ വകുപ്പിന്റെയോ അനുമതിയില്ലാതെ പ്രവർത്തിക്കുന്ന സ്ഥാപനം ദിവസവും പുറംതള്ളുന്നത് ടൺ കണക്കിന് പൊടിയാണ്. പൊടിപടലങ്ങൾ സഹിക്കാതെ വന്നതോടെ റെസിഡൻഷ്യൽ കോളനിയിലെ ഭൂരിഭാഗം ആളുകളും സ്വന്തം കിടപ്പാടം ഉപേക്ഷിച്ച് മറ്റിടങ്ങളിലേക്ക് കുടിയേറി കഴിഞ്ഞു. ഒരു മനുഷ്യന് അത്യന്താപേക്ഷിതമായിട്ട് ഏറ്റവും ആദ്യം വേണ്ടത് സമാധാനത്തോടെ ജീവിക്കാനുള്ളൊരു സൗകര്യമാണ്. അതിൽ പാർപ്പിടം, ജലം, വായു എല്ലാം വരും. പക്ഷെ ഒരുപക്ഷെ ക്യാമറ കണ്ണുകളിൽ പോലും എത്തിക്കാൻ സാധിക്കാത്ത രീതിയിലൊരു വിഷയമാണ് ഞാൻ ഇന്ന് നിങ്ങൾക്ക് മുന്നിൽ അവതരിപ്പിക്കുന്നത്. ശുദ്ധമായ വായു ഇല്ലാതെ പൊടിശല്യം കാരണം ഒരു നാട്ടിലെ ആളുകളെല്ലാം വീട് മാറി പോവുകയാണ്. തിരുവനന്തപുരം നഗരത്തിൽ കുടപ്പനക്കുന്ന് പാതിരാപ്പള്ളി എന്ന് പറയുന്ന റെസിഡൻഷ്യൽ കോളനിക്കകത്ത് സമീപത്തുള്ള ഒരു പ്ലൈവുഡ് കമ്പനി, അതായത് അവിടെ നിന്ന് വരുന്ന പൊടിയും ശബ്ദവും സഹിക്കാൻ വയ്യാതെ ഒരു കൂട്ടം ആൾക്കാർ ഇവിടുന്ന് അവരുടെ ജീവിതം തന്നെ വിട്ടെറിഞ്ഞു പോകുന്ന ഒരു അവസ്ഥയാണ്. നമുക്ക് അതിന്റെ നേർക്കാഴ്ചകൾ കാണാം. അപ്പോൾ നമ്മൾ ആ വിഷയം വിശദീകരിക്കുന്ന ഒരു ഇടത്താണ് നിൽക്കുന്നത്. രോഗിയായ 2 പേര് നിരന്തരം ചെയ്യുന്ന നിയമയുദ്ധം, ആ നിയമയുദ്ധത്തിന്റെ ഫലമായിട്ട് അവർക്ക് നീതി ലഭിക്കാത്തൊരു കാഴ്ച, ആ കാഴ്ച കണ്ടുവരാം. ഇവിടെ പൊടി, ശബ്ദം, കെമിക്കലിൻ്റെ കൊണ്ട് ശ്വാസം. എനിക്ക് 4 ബ്ലോക്കുകളിലാണ്. എൻ്റെ ഭാര്യ ക്യാൻസറാണ്. എനിക്ക് ബൈപ്പാസ് ചെയ്യണമെന്ന് പറഞ്ഞ് എഴുതി തന്നിട്ടുണ്ട്. എനിക്ക് ഈ മാസം ഡോക്ടർക്ക് പോകണം, ജനുവരിയിൽ. അപ്പോൾ ആ രീതിയിൽ നിൽക്കുന്ന ഞാനാണ്. അപ്പോൾ അതിനിടയ്ക്ക് ഈ ശബ്ദവും പൊടിയും കൊണ്ട് രാത്രി ആകുമ്പോൾ ഇവന്മാർ മിഷൻ വെച്ചിട്ടാണ് പൊടി അടിച്ച് കളയുന്നത്. അത് അടിക്കുമ്പോൾ 4 ചുറ്റും മണമുണ്ട്. ഈ വീട്ടിലെ പാർട്ടിയെല്ലാം മാറിപ്പോയി ഈ ഇവന്മാരെ ശല്യം കൊണ്ട്. പൊല്യൂഷൻ കൺട്രോൾ വിചാരിച്ച ഒരു സെക്കൻഡ് കൊണ്ട് നിർത്തി തരാം. MLAക്ക് കൊടുത്തിട്ട് MLA വിളിച്ച് പറഞ്ഞ് തളർന്നു. MLA ലാസ്റ്റ് എൻ്റെ ചോദിക്കുകയാണ്, ഞാനൊരു ഗുണ്ടയാണ് വന്ന് അടിച്ച് നിർത്തി തരാമെന്ന് ചോദിക്കും. ഞങ്ങൾ എന്ത് ചെയ്ത് ഇവരൊക്കെ ഞങ്ങൾ എന്ത് ചെയ്ത്? എനിക്ക് 5 പൈസ കൈമണി കൊടുക്കാനില്ല.
വരണവർ പറയുന്നത് വെച്ചാൽ ഇവിടെ ഈ കമ്പനി ഇവിടെ നടത്താൻ പാടില്ല, ഇവിടെ പൊടിയുണ്ട്, ശബ്ദമുണ്ട്, കെമിക്കലുണ്ട്, പിന്നെ അതിൻ്റെ അകത്ത് വെള്ളമടിയുണ്ട്. ഇതാ ഈ ഇപ്പം കഴിഞ്ഞ മാസം ഈ മഴ നടന്ന സമയത്ത് ഞാൻ വെളിയിൽ നിന്ന് റോട്ടിൽ നിന്ന് നനഞ്ഞുകൊണ്ട് വരികയാണ്, കൊച്ചുങ്ങളെ വിളിച്ചോണ്ട് ഇവന്മാർ കുപ്പിയുണ്ട് ഈ ഓടയെ കൊണ്ട് എറിയുന്നു, കുപ്പി കൊണ്ട് ഓടുന്നു. അവിടെ ഇവിടെ നടക്കാത്ത കാര്യങ്ങളൊന്നുമില്ല, ഇതിൻ്റെ അകത്ത് വെറും വൃത്തികെട്ടാണ് നടക്കുന്നതിൻ്റെ അകത്ത്. മുമ്പുള്ളവൻ ഇതേപോലെയാണ് എൻ്റെ അടുത്ത് പറഞ്ഞ് ചേട്ടാ ഞാൻ ഒരു ഗൾഫുകാരനാണ്, ഞാൻ ഇത് ചെയ്തിട്ടാന്ന് ചോദിച്ചു, പറഞ്ഞ സാധനം കൊണ്ട് വിറ്റുവിട്ടാന്ന് ചോദിച്ചു. നമ്മൾ വിൽക്കുന്നത് നമുക്ക് കുഴപ്പം നിങ്ങളൊരു ഒപ്പിട്ടിരുന്നു, അങ്ങനെ ഒപ്പിട്ട് കൊടുത്തിട്ട് ഈ ഒപ്പിട്ടിട്ട് അവൻ എന്താക്കി പറഞ്ഞിച്ച സാധനം മാത്രമല്ല അവൻ്റെ കയ്യിലില്ലാത്ത വൃത്തിയിട്ട എല്ലാ വൃത്തിയോടും ഉണ്ടായിരുന്നു. അപ്പോൾ ഉടനെ ഒരു പേപ്പർ കൂടെ കൊണ്ട് ഞാൻ കുടപ്പന കുന്നി കൊണ്ടു കൊടുത്തു. ഗവർണർ ആഫീസിൽ അവർ വന്ന് പറഞ്ഞത് ക്യാൻസലാക്കി. അവർക്ക് പിന്നെ നമ്മളിപ്പം പറയാം ഇന്ന് വേണമെങ്കിൽ ഇന്നിപ്പം ടി വിയിൽ കണ്ടു കഴിഞ്ഞാൽ ഇന്ന് വേണമെങ്കിൽ എന്നെപ്പം നാളെ എന്നെ പോലീസ് അറസ്റ്റ് ചെയ്യും. സത്യം പറയണം, കള്ളം പറയുന്നതല്ല, എന്നെ അറസ്റ്റ് ചെയ്തുകൊണ്ട് പോകേണ്ട രീതിയിൽ അവർക്ക് സ്വാതന്ത്ര്യം ഉണ്ട് അവർക്ക്. വായുസഞ്ചാരമില്ലാത്ത ഒരു മുറിയിൽ നിന്ന് പാചകം ചെയ്ത് കഴിക്കുക എന്ന് പറയുന്നത് നമുക്കൊരു മലയാളിയെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. കാരണം ഈ ജനലുകളോ വാതിലുകളോ ഒന്നും തുറന്നിടാൻ സാധിക്കില്ല. കണ്ണിൽ പോലും കാണാൻ കഴിയാത്ത അത്രയും സൂക്ഷ്മങ്ങളായിട്ടുള്ള പൊടിയാണ് ഇവിടെ വ്യാപിക്കുന്നത്. കാരണം നമുക്കറിയാം സമീപത്തുള്ളൊരു പ്ലൈവുഡ് കട്ടിംഗ് ആണ്, അവിടെ ഫിനിഷിങ്ങിൻ്റെ വർക്കുകളൊക്കെയാണ് നടക്കുന്നത്. അപ്പോൾ എന്തുമാത്രം വായുമലിനീകരണമാണ് ഇവിടെ സംഭവിച്ചിരിക്കുന്നതെന്ന് നമുക്ക് പ്രഥമ ദൃഷ്ടിയെ തന്നെ മനസ്സിലാവും, നമുക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവും. പക്ഷേ അത് ഇവിടുത്തെ സോണൽ ഓഫീസർമാരോ അല്ലെങ്കിൽ നഗരസഭയോ അധികാരികളോ വ്യവസായ വകുപ്പോ കണ്ടില്ല എന്ന് നടിക്കുകയാണ്. ക്യാമറമാൻ അനൂജ് ആനാവിനോടൊപ്പം ടിൻഡുദാസ്, ജനം, തിരുവനന്തപുരം. മറ്റു വാർത്തകളിലേക്കാണ്. രാജ്യാന്തരം. ദക്ഷിണ കൊറിയയിൽ വിമാന അപകടത്തിൽ മരണസംഖ്യ ഏറുന്നു. 47 മരണം വരെ ഇപ്പോൾ സ്ഥിരീകരിച്ചു കഴിഞ്ഞിരിക്കുന്നു. നേരത്തെ പറഞ്ഞ പോലെ തന്നെ വിമാനത്താവളത്തിലാണ് അപകടമുണ്ടായത്. റൺവേയിൽ നിന്നും തെന്നിമാറിയ വിമാനം തൊട്ടടുത്ത മതിലിൽ ഇടിച്ചാണ് അപകടം ഉണ്ടായത്. 175 യാത്രക്കാർ 6 ജീവനക്കാരൊക്കെയായിരുന്നു വിമാനത്തിൽ ഉണ്ടായിരുന്നതും. ഐസൺ ജോസഫ് വിവരങ്ങളുമായി ചേരുന്നു. ഐസൺ, ഏറ്റവും ഒടുവിലായി ലഭിക്കുന്ന റിപ്പോർട്ടുകൾ. ഇപ്പോൾ ഏറ്റവും ഒടുവിലായി നമുക്ക് ലഭ്യമാകുന്ന വിവരങ്ങളനുസരിച്ച് 47 പേരുടെ മരണം സംഭവിച്ചു എന്നാണ് അറിയാൻ സാധിക്കുന്നത്. മരണം സ്ഥിരീകരിച്ച കണക്കുകളാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. നമുക്കറിയാവുന്നതാണ് 2 പേരെ മാത്രമാണ് ഇപ്പോൾ ജീവനോടെ പുറത്തെത്തിക്കാൻ സാധിച്ചത് എന്നൊരു സൂചനയും വരുന്നുണ്ട്. അതിൽ നിന്നും ഇനിയും ഗുരുതരമായ പ്രശ്നങ്ങളിലേക്ക് കാര്യങ്ങൾ നീങ്ങുമെന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. നമുക്കറിയാം, ദൃശ്യങ്ങളിൽ തന്നെ കാണാവുന്നതാണ്, വലിയ തോതിലൊരു പൊട്ടിത്തെറിയാണ് വിമാനത്തിൽ ഉണ്ടായിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ വലിയ തോതിലുള്ള മരണസംഖ്യ ഉണ്ടാകാനുള്ള സാധ്യത ഒട്ടും തള്ളിക്കളയാനാവില്ല എന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇത്തരത്തിൽ ഈ അപകടത്തിൻ്റെ, അതായത് നേരത്തെ നമ്മൾ സൂചിപ്പിച്ചതുപോലെ 175 യാത്രക്കാരും അതുപോലെ തന്നെ 6 വിമാന ജീവനക്കാരും ഉണ്ടായിരുന്നു. ഇതിൽ 47 പേരുടെ മരണം സ്ഥിരീകരിച്ചിരിക്കുന്നു. ഇതുവരെ നടന്ന രക്ഷാപ്രവർത്തനങ്ങളിൽ നിന്നെല്ലാം തന്നെ 2 പേരെ മാത്രമാണ് ജീവനോടെ രക്ഷിക്കാൻ സാധിച്ചത് എന്നാണ് അറിയാൻ സാധിക്കുന്നത്. സ്വാഭാവികമായും ഈ ദൃശ്യങ്ങൾ കാണുമ്പോൾ അറിയാൻ സാധിക്കുന്നത് ഇന്ധന ടാങ്ക് വൻതോതിൽ കത്തിപ്പിടിച്ച ഒരു സാഹചര്യമുണ്ട്. അതുപോലെ തന്നെ അതിൻ്റെ അകത്തേക്ക്, വിമാനത്തിൻ്റെ ആളുകൾ ഇരിക്കുന്ന ഭാഗത്തേക്ക് കൃത്യമായി തീ പടർന്നിരിക്കാനുള്ള സാധ്യതയുമുണ്ട് എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അത്തരത്തിൽ തീ പടരുകയാണെങ്കിൽ ഈ വിമാനത്തിനുള്ളിലെ ആ പ്രഷർ വേരിയേഷനും പ്രഷർ മാനേജ്മെൻറ്റിൻ്റെ ഭാഗമായി ഉണ്ടാകുന്ന ആ വായു നിയന്ത്രിക്കുന്ന സംവിധാനങ്ങൾ കൂടി നിലനിൽക്കുന്നതിനാൽ അതിനകത്തേക്ക് തീ പടരുമ്പോൾ വലിയ തോതിൽ ശ്വാസമുട്ടലും അതുപോലെ തന്നെ മറ്റ് ബുദ്ധിമുട്ടുകൾ മൂലം മരണസംഖ്യ വർദ്ധിക്കാനുള്ള സാധ്യതയുണ്ട്. അതുപോലെ തന്നെ പൊള്ളലേറ്റും ഈ അപകടത്തിൻ്റെ ആഘാതത്തിൽ മുറിവേറ്റുമെല്ലാം തന്നെ മരണസംഖ്യ വർദ്ധിക്കാനുള്ള സാധ്യത ഇനിയുമുണ്ട് എന്നാണ് സൂചനകൾ പുറത്തു വരുന്നത്. 47 പേരുടെ മരണം ഇതുവരെ സ്ഥിരീകരിച്ചു എന്ന റിപ്പോർട്ടുകളാണ് പുറത്തു വരുന്നത്. തുടർന്നും ഇനിയും രക്ഷാപ്രവർത്തനം തുടരുമ്പോൾ തുടർന്നും ഈ സംഖ്യ വർദ്ധിക്കാനുള്ള സാധ്യത ഒട്ടും തള്ളിക്കളയാനാവില്ല എന്ന നിലപാടിൽ തന്നെയാണ് അധികൃതർ ഉള്ളത് എന്നാണ് അറിയാൻ സാധിക്കുന്നത്. ബാങ്കോക്കിൽ നിന്ന് വരികയായിരുന്നു വിമാനത്തിൽ 2 തായ് സ്വദേശികളും ബാക്കിയെല്ലാം തന്നെ
ദക്ഷിണ കൊറിയൻ സ്വദേശികളുമായിരുന്നു എന്നാണ് അറിയാൻ സാധിക്കുന്നത്. ഇവരിൽ ആരൊക്കെ മരിച്ചു, അവരുടെ മരണസംഖ്യ, മരിച്ചവരുടെ വിശദാംശങ്ങൾ, ഇത് സംബന്ധിച്ചുള്ള വിവരങ്ങളൊന്നും തന്നെ ഇതുവരെ പുറത്തു വന്നിട്ടില്ല. ഇത് സംബന്ധിച്ച് ജെജു എയർവേസ്, അതായത് ഈ എയർലൈൻ ഓപ്പറേറ്റ് ചെയ്യുന്ന സ്ഥാപനം ഇപ്പോൾ അത് സംബന്ധിച്ച് അന്വേഷണം നടത്തുകയാണ്. അവരുടെ കുടുംബങ്ങളെ വിവരമറിയിക്കുക, അത്തരത്തിലുള്ള നീക്കങ്ങളെല്ലാം നടക്കുന്നു എന്നാണ് അറിയാൻ സാധിക്കുന്നത്. നിലവിൽ ഇപ്പോൾ 47 മരണം അന്താരാഷ്ട്ര മാധ്യമങ്ങളെല്ലാം തന്നെ സ്ഥിരീകരിച്ചിരിക്കുന്നു എന്നാണ് ഏറ്റവും പുതിയ വിവരം ഈ അപകടവുമായി ബന്ധപ്പെട്ട് അറിയാൻ സാധിക്കുന്നത്. അനു, ഹൈസൻ പറഞ്ഞതുപോലെ തന്നെ ഇതിൽ ആദ്യ സൂചനകൾ വരുന്നത് പക്ഷികളിൽ തട്ടിയായിരിക്കണം ഇത്തരത്തിൽ റൺവേയിൽ നിന്ന് തെന്നിമാറുകയും അപകടം ഉണ്ടായത് എന്നുമാണ്. എന്തായാലും മരണസംഖ്യ ഇനിയും ഉയർന്നേക്കും എന്നുള്ള സൂചനകൾ തന്നെയാണ് വരുന്നത്. 2 പേരെ രക്ഷപ്പെടുത്തി എന്ന് അവിടെ നിന്നുള്ള വൃത്തങ്ങൾ, അഗ്നിശമന സേനാ വൃത്തങ്ങൾ അറിയിക്കുന്നുണ്ട്. പക്ഷേ അവർ തന്നെ പറയുന്നത് ഇനിയും മരണസംഖ്യ ഉയരാനുള്ള സാധ്യത ഉണ്ട് എന്ന് തന്നെയാണ്. ഐസൻ, തീർച്ചയായും മരണസംഖ്യ ഉയരുമെന്ന് തന്നെയാണ് ഇതിൽ നിന്ന്. ഇപ്പോൾ ഈ 2 പേരെ മാത്രമാണ് ഇത്രയും സമയമായി, ഏതാണ്ട് മണിക്കൂറുകളായി, 2-3 മണിക്കൂറുകളായി അപകടം സംഭവിച്ചിട്ട് എങ്കിൽ കൂടി ഇത്രയും സമയത്തിനിടെ 2 പേരെ മാത്രം രക്ഷിക്കാനായിട്ടുള്ളൂ എന്ന് പറയുന്നത് തന്നെ ഒരു വലിയൊരു അപകടത്തിൻ്റെ സൂചനയായി തന്നെ നമുക്കത് മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ്. 2 പേരെ മാത്രം രക്ഷിക്കാൻ സാധിച്ചു എന്ന് പറയുമ്പോൾ 175 യാത്രക്കാരുള്ളതിൽ, അതുപോലെ തന്നെ 6 വിമാന ജീവനക്കാരും ഉൾപ്പെടെ 181 യാത്രക്കാരുള്ളതിൽ 47 പേരുടെ മരണം സംഭവിച്ചു കഴിഞ്ഞു. 2 പേരെ രക്ഷപ്പെടുത്താൻ സാധിച്ചു എന്ന് പറയുമ്പോൾ ബാക്കിയുള്ളവരുടെ ജീവൻ്റെ അവസ്ഥ, അല്ലെങ്കിൽ അവരുടെ ആരോഗ്യസ്ഥിതി, ഏത് രീതിയിലാണ് അവരുടെ പരിക്കുകൾ എന്നെല്ലാം തന്നെ അതീവ ഗൗരവത്തോടെ നിരീക്ഷിക്കേണ്ട ഒരു സാഹചര്യമുണ്ട്. നമുക്കറിയാവുന്നതാണ്, ഇത്തരത്തിൽ അഗ്നിബാധ ഉണ്ടാകുന്ന ഒരു സാഹചര്യം ഉണ്ടാകുമ്പോൾ ആ വിമാനത്തിനുള്ളിലേക്ക് കടന്ന്, അല്ലെങ്കിൽ ആ വിമാനത്തിൻ്റെ ഉള്ളിൽ നിന്നും ആളുകളെ പുറത്തിറക്കാനുള്ള സ്വാഭാവിക സംവിധാനങ്ങളുണ്ട്. അതായത് സ്ലൈഡിംഗ് സ്ലോപ്പുകൾ, ഈ വായു നിറച്ച് വീർപ്പിക്കുന്ന ചില സ്ലൈഡിംഗ് സ്ലോപ്പുകൾ, അത്തരത്തിലുള്ള സംവിധാനങ്ങളെല്ലാം ഉണ്ട്. ഇതെല്ലാം തന്നെ പ്രവർത്തിപ്പിക്കാൻ സാധിക്കാത്തൊരു സാഹചര്യത്തിൽ ഒരു അഗ്നിഗോളമായി വിമാനം മാറിയെന്നാണ് അറിയാൻ സാധിക്കുന്നത്. അതുകൊണ്ട് തന്നെ വൻതോതിൽ ഈ മരണസംഖ്യ ഉയർന്നേക്കുമെന്ന ഒരു ആശങ്ക നിലനിൽക്കുന്നുണ്ട്. ഇപ്പോൾ തന്നെ 47ലേക്ക് എത്തി എന്നുണ്ടെങ്കിൽ അത് കുറേ കൂടി ഭീകരമായൊരു സാഹചര്യത്തിലേക്കാണ് കാര്യങ്ങൾ പോകുന്നതെന്ന് തന്നെയാണ് അറിയാൻ സാധിക്കുന്നത്. ഇതിലെ കൂടുതൽ വിശദാംശങ്ങൾ ഇനിയും വരാനിരിക്കുന്നതേ ഉള്ളൂ. 2 പേരെ മാത്രമാണ് ജീവനോടെ രക്ഷിക്കാനായത് എന്ന് റെസ്ക്യൂ ഓപ്പറേഷൻസ് പറയുമ്പോൾ സ്വാഭാവികമായും ഈ മരണം കൂടുതൽ സ്ഥിരീകരിക്കാനുള്ള സാധ്യത ഒട്ടും തള്ളിക്കളയാനാവില്ല എന്ന് തന്നെയാണ് മനസ്സിലാക്കേണ്ടത്. നേരത്തെ പറഞ്ഞതുപോലെ പക്ഷി ഇടിച്ചതിനെ തുടർന്നുണ്ടായ ഈ അപകടത്തിൽ വിമാനം പൂർണ്ണമായും നിയന്ത്രണം വിട്ട് റൺവേയിൽ നിന്ന് തെന്നിമാറുകയായിരുന്നു. റൺവേയിൽ ഇറങ്ങി റൺവേക്ക് പുറത്തേക്ക് തെന്നിമാറി തൊട്ടടുത്തുള്ള മതിലിൽ ഇടിക്കുകയായിരുന്നു. മതിലിടിച്ചതോടുകൂടി വലിയ ആഘാതത്തോടെ വിമാനം പൊട്ടിത്തെറിക്കുകയും ചെയ്തു. അത്തരത്തിൽ അഗ്നിഗോളമായി മാറുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായത്. അതുകൊണ്ട് തന്നെ ഈ ലാൻഡിംഗ് വേളയിലൊന്നും കാര്യമായ എഞ്ചിൻ തകരാറുകൾ സൂചിപ്പിക്കപ്പെട്ടിട്ടില്ല എന്നാണ് പ്രാഥമികമായി നിരീക്ഷിക്കപ്പെടുന്നത്. എന്നാൽ ഇത് സംബന്ധിച്ചെല്ലാം തന്നെ വിശദാംശങ്ങൾ ഇനിയും വരേണ്ടതുണ്ട്. അത്തരത്തിൽ എഞ്ചിൻ തകരാറുകൾ എന്തെങ്കിലും ഉണ്ടാവുകയാണെങ്കിൽ ഇത്തരത്തിലുള്ള ഒരു നിയന്ത്രണം വിട്ട് വിമാനം ഭൂമിയിൽ ഇറങ്ങുമ്പോൾ പോകാനുള്ളൊരു സാധ്യതയുണ്ട് എങ്കിൽ അത്തരത്തിൽ ഇന്ധനം മുഴുവൻ ചോർത്തിക്കളയുന്ന രീതി, അത്തരത്തിലുള്ള ചില സുരക്ഷാ നടപടികളെല്ലാം തന്നെയുണ്ട്. അത്തരം നടപടികളൊന്നും തന്നെ സ്വീകരിച്ചിട്ടില്ല എന്നാണ് ഈ വലിയ അഗ്നിബാധയിൽ നിന്നും മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇനി ഇന്ധനം ചോർത്തുന്നത് ശ്രമിച്ചിട്ടുണ്ടോ എന്നത് സംബന്ധിച്ചുള്ള വിശദാംശങ്ങളെല്ലാം തന്നെ വരേണ്ടതുണ്ട്. അത്തരത്തിൽ സാങ്കേതികമായ നിരവധി അന്വേഷണങ്ങൾ ഇക്കാര്യത്തിൽ നടക്കേണ്ടതുണ്ട് എന്നാണ് അറിയാൻ സാധിക്കുന്നത്. നിലവിൽ വിമാനത്താവളത്തിലെ വിമാനത്താവളം അടച്ചിട്ടിരിക്കുകയാണ്. തുടർ നടപടികൾ ഇനിയും വരാനിരിക്കുന്നതേ ഉള്ളൂ. രക്ഷപ്പെടുത്തിയവരിൽ ഒരാൾ വിമാന ജീവനക്കാരനാണ്, മറ്റേയാൾ യാത്രികനായിരുന്നു എന്നാണ് BBC റിപ്പോർട്ട് ചെയ്യുന്നത്. എന്തായാലും ഐസൻ, ഈ ദൃശ്യങ്ങൾ ആവർത്തിച്ച് കാണുന്ന ഈ ദൃശ്യങ്ങളിൽ നിന്ന് തന്നെ നമുക്ക് ഏറെക്കുറെ വ്യക്തവുമാണ്. ആ ദുരന്തത്തിൻ്റെ വ്യാപ്തി ഭയപ്പെടുത്തുന്നതാണ്. ദൃശ്യങ്ങളും മുൻവശം പാടെ തകർന്ന അഗ്നിക്ക് ഇരയായത് നമുക്ക് കാണാം. സ്വാഭാവികമായും ടെയിൽ എൻഡ് വിമാനത്തിൻ്റെ വാലറ്റ് ആയിരിക്കുമല്ലോ രക്ഷാപ്രവർത്തകർക്ക് വേഗത്തിൽ എത്താൻ സാധിച്ചിട്ടുണ്ടാവുക. തീർച്ചയായും ആ ഭാഗത്ത് തന്നെയാണ് രക്ഷാപ്രവർത്തകർ എത്തിയിട്ടുള്ളത് എന്നാണ് അറിയാൻ സാധിക്കുന്നത്. മാത്രമല്ല ഈ എഞ്ചിനും അതുപോലെ തന്നെ എഞ്ചിൻ്റെ അനുബന്ധമായി നിലനിൽക്കുന്ന ഇന്ധന ടാങ്കുകൾ, ചിറകുകളിലൊക്കെ നിലനിൽക്കുന്ന ഇന്ധന ടാങ്കുകളും അതിൻ്റെ സംവിധാനങ്ങളും എല്ലാം തന്നെയാണ് ഈ പൊട്ടിത്തെറിക്കുക. സ്വാഭാവികമായും അത് അത് വിമാനത്തിൻ്റെ ഏതാണ്ട് മധ്യഭാഗത്തായിരിക്കും വൻതോതിൽ ഈ ആഘാതം ഉണ്ടായിരിക്കുക, തീ പിടിച്ചതിൻ്റെ ആഘാതം ഉണ്ടായിരിക്കുക. അതുപോലെ തന്നെ ഈ ഇടിയുടെ ആഘാതം, അതായത് ഈ തകർന്നടിയുന്നൊരു രീതി ഉണ്ടായിരുന്നു വിമാനത്തിന്. അത്തരത്തിലുള്ള പ്രശ്നങ്ങളെല്ലാം തന്നെ വലിയ ആഘാതങ്ങളിലേക്ക് പോകാനുള്ള സാധ്യതയുണ്ട്. തീർച്ചയായും ഈ നേരത്തെ അനു സൂചിപ്പിച്ചതുപോലെ ടൈലൻഡിലെ എമർജൻസി ഡോറിലൂടെ കടക്കുക എന്നുള്ളതാണ് സാധ്യമായ ഒരു രക്ഷാപ്രവർത്തനം. ആ സാധ്യമായ രക്ഷാപ്രവർത്തനത്തിലൂടെ കൂടി ഇപ്പോൾ പുറത്തെത്തിക്കാൻ സാധിച്ചത് 2 പേരെ മാത്രമാണ്. നേരത്തെ അതിന് സൂചിപ്പിച്ചതുപോലെ ഒരു വിമാന ജീവനക്കാരനും അതുപോലെ തന്നെ ഒരു യാത്രികനുമാണ് രക്ഷപ്പെടാൻ സാധിച്ചത് എന്നതുകൊണ്ട് തന്നെ വിമാന ജീവനക്കാരൻ സ്വാഭാവികമായും ഇത്തരത്തിൽ ഏറ്റവും പിൻവശത്തുണ്ടാകുന്ന ലാൻഡിംഗ് സമയത്ത് വിമാന ജീവനക്കാർ പിൻവശത്തുണ്ടാകാറുണ്ട്. അത്തരത്തിൽ പിൻവശത്തുള്ള വിമാന ജീവനക്കാരെ ഒരാളെ രക്ഷിക്കാൻ സാധിച്ചു എന്നുള്ളതൊരു പ്രതീക്ഷ നൽകുന്ന കാര്യമാണ്. എങ്കിൽ കൂടി ഈ 2 പേരെ മാത്രമാണ് ജീവനോടെ രക്ഷിക്കാൻ സാധിച്ചത് എന്ന് നിലവിൽ പറയുകയും 47
47 മരണം റിപ്പോർട്ട് ചെയ്യുകയും ഇനിയും രക്ഷാപ്രവർത്തനം തുടരുകയും ചെയ്യുന്നു എന്ന് പറയുമ്പോൾ ഗുരുതരമായി പരിക്കേറ്റവരുടെ സ്ഥിതി കൂടുതൽ വഷളാകാനുള്ള സാധ്യതയുണ്ട്. വിമാനത്തിൽ തന്നെ രക്ഷപ്പെടാനുള്ള സാഹചര്യമുണ്ടെങ്കിൽ കൂടി, അല്ലെങ്കിൽ അതീവ ഗുരുതരമല്ലാത്ത പരിക്കായിരിക്കുമെങ്കിൽ കൂടി അവർക്ക് ഈ വിമാനാപകടത്തിൻ്റെ ആഘാതത്തിൽ തുടർന്ന് അവരുടെ ആരോഗ്യ പ്രശ്നങ്ങൾ മൂർച്ഛിക്കാനുള്ള സാധ്യതയുണ്ട്. സ്വാഭാവികമായും നമുക്കറിയാവുന്നതാണ് ഇത്തരത്തിൽ ശ്വാസമുട്ട് അനുഭവപ്പെടാനും അത്തരത്തിൽ ഹൃദയസ്തംഭനം വരാനുമുള്ള സാധ്യതകളെല്ലാം തന്നെയുണ്ട്. അത്തരത്തിലുള്ള മരണങ്ങളായിരിക്കും അല്ലെങ്കിൽ അങ്ങനെയുള്ള പ്രശ്നങ്ങളായിരിക്കും ഒരു പക്ഷേ കൂടുതലായും ഉണ്ടാകാനുള്ള സാധ്യത പൊള്ളലേൽക്കാത്തവർക്ക് ഉണ്ടാവുക എന്നാണ് അറിയാൻ സാധിക്കുന്നത്. തീർച്ചയായും ഇത്തരത്തിലൊരു അപകടമെല്ലാം തന്നെ ഉണ്ടാകുമ്പോൾ വിമാനത്തിൽ ഓക്സിജൻ മാസ്കുകളും അതുപോലുള്ള സംവിധാനങ്ങളും എല്ലാം തന്നെ ലഭ്യമാകുന്ന ഒരു സിസ്റ്റമുണ്ട് എങ്കിൽ കൂടി ഈ തീഗോളമായി മാറുന്ന ഒരവസ്ഥയിലേക്ക്, വിമാനം മുഴുവൻ കത്തിയമരുന്ന ഒരു സാഹചര്യത്തിലേക്ക് വരുമ്പോൾ അതൊന്നും പൂർണ്ണമായി പ്രവർത്തിക്കുകയും ചെയ്യുകയില്ല. പ്രവർത്തിക്കുകയാണെങ്കിൽ തന്നെ അത് കാര്യക്ഷമമായി പ്രവർത്തിക്കാനുള്ള സാധ്യത ഒട്ടും തന്നെ ഇല്ലാത്തൊരു സാഹചര്യവുമുണ്ട്. അതുകൊണ്ട് തന്നെ മരണസംഖ്യ ഇനിയും വർദ്ധിക്കുമെന്ന കാര്യത്തിൽ ഒരു അപകടകരമായ സൂചനയായി തന്നെയാണ് ഇപ്പോൾ നിലനിൽക്കുന്നത്. അനു, ശരിയായി സർ. ഇനി നോക്കാം കായിക വാർത്തകൾ. മെൽബൺ ക്രിക്കറ്റ് ടെസ്റ്റിൽ ഇന്ത്യ തിരിച്ചടിക്കുന്നു. രണ്ടാം ഇന്നിംഗ്സിൽ ബാറ്റിംഗ് ആരംഭിച്ച ഓസീസിന് 6 വിക്കറ്റുകൾ നഷ്ടമായി. ബുംറ 4ഉം സിറാജ് 2 വിക്കറ്റുകളാണ് വീഴ്ത്തിയിട്ടുള്ളത്. നിഖിൽ കുമാർ വിവരങ്ങളുമായി ചേരുന്നു. നിഖിൽ, വലിയ രീതിയിലുള്ള ഇന്ത്യൻ പ്രതിരോധം, അല്ലെങ്കിൽ ഇന്ത്യ തിരിച്ചടിക്കുന്നു എന്ന് തന്നെ പറയാം. ഒരു ഘട്ടത്തിൽ കൈവിട്ടുപോയ മത്സരത്തിലേക്ക് ഇന്ത്യ വീണ്ടും ശക്തമായി തന്നെ തിരികെ എത്തുന്നു. തീർച്ചയായും മത്സരത്തിലേക്ക് ഇന്ത്യയുടെ ഒരു ഗംഭീര തിരിച്ചുവരവ് തന്നെ പറയേണ്ടിയിരിക്കുന്നു. കാരണം ഓസ്ട്രേലിയയുടെ രണ്ടാം ഇന്നിംഗ്സ് ബാറ്റിംഗ് ആരംഭിച്ച ഓസ്ട്രേലിയക്ക് 94 റൺസ് കൂട്ടിച്ചേർക്കുന്നതിൽ 6 വിക്കറ്റുകൾ നഷ്ടമായിരിക്കുന്നു എന്നുള്ളതാണ് ശ്രദ്ധേയകരമായ കാര്യം. അതായത് അവരുടെ മുൻനിര വിക്കറ്റുകളൊക്കെ തന്നെ നഷ്ടമായിരിക്കുന്നു. ഉസ്മാൻ ഖാജിയും ലെബുഷൈൻ 46 റൺസുമായി ക്രീസിലുണ്ട്. ബാക്കി സ്മിത്തിനെയും ട്രാവിസ് ഹെഡിനെയും ഒക്കെ അവർ പുറത്താക്കിയിട്ടുണ്ട്. മിച്ചൽ മാർഷ് അടക്കമുള്ള താരങ്ങളൊക്കെ പുറത്തായിട്ടുണ്ട്. ഇതിൽ നമ്മൾ ഏറ്റവും ഓസ്ട്രേലിയൻ ബാറ്റിംഗ് നിരയിൽ പേടിക്കേണ്ട, അല്ലെങ്കിൽ ഇന്ത്യയുടെ പേടി സ്വപ്നം എന്നാൽ സ്മിത്തും ട്രാവിസ് ഹെഡും പുറത്തായിട്ടുണ്ട്. ഹെഡിനെ 1 റൺസ് എടുത്ത ഹെഡിനെ ബുംറയാണ് പുറത്താക്കിയത്. ഒപ്പം തന്നെ സ്മിത്തിനെ സിറാജും പുറത്താക്കിയിട്ടുണ്ട്. ഇപ്പോൾ ജസ്പ്രീത് ബുംറ 4 വിക്കറ്റുകളാണ്, ഓസീസിൻ്റെ 4 വിക്കറ്റുകൾ ജസ്പ്രീത് ബുംറ വീഴ്ത്തിയിട്ടുണ്ട് എന്നുള്ളതാണ് ശ്രദ്ധേയകരമായ കാര്യം. ഇതിൽ എടുത്തു പറയേണ്ട മറ്റൊരു കാര്യം കൂടിയുണ്ട്. ജസ്പ്രീത് ബുംറയ്ക്ക് 200 വിക്കറ്റുകൾ എന്ന ആ ഒരു നേട്ടത്തിൽ കൂടി ബുംറ എത്തിയിട്ടുണ്ട് എന്നുള്ളതൊരു ശ്രദ്ധേയകരമായ കാര്യമാണ്. എന്തായാലും ഇന്ത്യയുടെ പേസ് ബൗളിംഗ്, ബുംറയും സിറാജും ചേർന്നുള്ള ആ ഒരു പേസ് ബൗളിംഗ് നിര ഓസീസിൻ്റെ രണ്ടാം ഇന്നിംഗ്സിൽ അവരെ 94 നിലവിൽ ഏറ്റവും പുതിയ സ്കോർ റൺസിന് 94 റൺസിനിടെ 6 വിക്കറ്റുകൾ, 6 മുൻനിര വിക്കറ്റുകൾ വീഴ്ത്തിയിട്ടുണ്ട്. നിലവിലത്തെ ഒരു ഏറ്റവും പുതിയ വിവരമനുസരിച്ചിട്ടാണെങ്കിൽ ഓസീസിന് 199 റൺസിൻ്റെ ലീഡാണ് ഉള്ളത്. നേരത്തെ ഒന്നാം ഇന്നിംഗ്സ് ഇന്ത്യ 369 റൺസിന് പുറത്താവുകയായിരുന്നു. സെഞ്ചുറി നേടിയ നിതീഷ് കുമാർ റെഡ്ഡിയുടെ ആ ഒരു ബാറ്റിംഗ് പ്രകടനത്തിലാണ് ഇന്ത്യക്ക് പൊരുതാവുന്നൊരു സ്കോറിലേക്ക് എത്തിച്ചത്. അങ്ങനെ 369 റൺസ് ഇന്ത്യ ലീഡുമായി റൺസിനാണ് ഇന്ത്യ പുറത്തായത്. ശേഷം രണ്ടാം ഇന്നിംഗ്സ് ബാറ്റിംഗ് ആരംഭിച്ച ഓസ്ട്രേലിയക്ക് നിലവിൽ 94 റൺസിന് 6 വിക്കറ്റുകൾ നഷ്ടമായിരിക്കുന്നു എന്നുള്ളതാണ്. നേരത്തെ പറഞ്ഞതുപോലെ ജസ്പ്രീത് ബുംറയുടെ പ്രകടനമാണ് നിർണായകം ആയിക്കൊണ്ടിരിക്കുന്നത്. കാരണം ഈ ഒരു ബോർഡർ ഗവാസ്കർ ട്രോഫിയിൽ നോക്കിക്കഴിഞ്ഞാൽ ഇതുവരെ 4 മത്സരങ്ങൾ കളിച്ചതിൽ നിന്നും 29 വിക്കറ്റുകളാണ് ബുംറ സ്വന്തമാക്കിയത് എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയകരമായ കാര്യം. അതോടൊപ്പം തന്നെ ഏറ്റവും അവസാനം പറഞ്ഞ 11 പന്തിൽ നിന്ന് വെറും 3 റൺസ് മാത്രം വിട്ടുകൊടുത്തു 3 വിക്കറ്റുകൾ. അതായത് ഈ ഒരു മത്സരത്തിന് ശരിക്കും ഗെയിം ചേഞ്ചിങ് മൂമെൻറ്റ് എന്ന് പറയാൻ സാധിക്കുന്നത് അതുതന്നെയാണ്. ആ ഒരു 3 വിക്കറ്റുകൾ ബുംറ സ്വന്തമാക്കുന്നു അവസാന 11 ബോളിൽ. നേരത്തെ പറഞ്ഞതുപോലെ തന്നെ 200 വിക്കറ്റ് എന്ന ആ ഒരു നേട്ടത്തിലേക്ക് ബുംറ എത്തിയിരിക്കുന്നു. അതും ട്രാവിസ് ഹെഡിനെ പുറത്താക്കിക്കൊണ്ട് തന്നെ എത്തിയിരിക്കുന്നു. ആദ്യ വിക്കറ്റ്, ബുംറയുടെ ആദ്യത്തെ ടെസ്റ്റ് വിക്കറ്റ് 2018 ഡിവിലിയേഴ്സിനെ പുറത്താക്കിക്കൊണ്ടാണെങ്കിൽ ഇപ്പോൾ 2024 ട്രാവിസ് ഹെഡിനെ പുറത്താക്കിക്കൊണ്ട് 200ാം വിക്കറ്റ് ബുംറ തികച്ചിരിക്കുകയാണ്. അനു, നിതീഷ് കുമാർ റെഡ്ഡി, അങ്ങനെ ബാറ്റ് കൊണ്ടും ജസ്പ്രീത് ബുംറ ബോൾ കൊണ്ടും ഇന്ത്യക്ക് വിജയം സമ്മാനിക്കുമോ എന്നതാണ് ഇനി അടുത്ത ഏതാനും മണിക്കൂറുകളിൽ കാത്തിരുന്ന് കാണേണ്ടത്. ചെസ്സിൽ ജൈത്രയാത്ര തുടർന്ന് ഭാരതം വനിതാ ലോക റാപ്പിഡ് ചെസ് ചാമ്പ്യൻഷിപ്പിൽ കിരീടം നേടി. ഭാരതത്തിന്റെ കൊനേരു ഹംപി 2019 ഹംപി റാപ്പിഡ് ചെസ് ചാമ്പ്യനായിരുന്നു. ന്യൂയോർക്കിൽ നടന്ന മത്സരത്തിൽ ഇന്തോനേഷ്യയുടെ ഐറിൻ സുഗന്ധറിനെയാണ് ഹംപി പരാജയപ്പെടുത്തിയത്. ഡി ഗുകേഷ് ലോക ചെസ് ചാമ്പ്യനായതിന്റെ ആഘോഷങ്ങൾ കെട്ടടങ്ങും മുൻപാണ് ചെസ്സിലെ ഭാരതത്തിന്റെ ഈ നേട്ടവും.
തൃശൂർ വടക്കാഞ്ചേരിയിൽ മൈജി ഫ്യൂച്ചർ ഷോറൂം പ്രവർത്തനം ആരംഭിച്ചു. സിനിമാ താരം ഹണി റോസ ഷോറൂമിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു. വടക്കാഞ്ചേരി ഫ്യൂച്ചർ ഷോറൂമിൽ മികച്ച ഓഫറുകളും വൻ വിലക്കുറവുമാണ് ഉപഭോക്താക്കൾക്കായി മൈജി ഒരുക്കിയിരിക്കുന്നത്. വടക്കാഞ്ചേരി ഓവർബ്രിഡ്ജിന് സമീപം ലിബർട്ടി മാളിലാണ് പുതിയ ഷോറൂം പ്രവർത്തനം ആരംഭിച്ചിട്ടുള്ളത്. ഡിജിറ്റൽ ഗാഡ്ജറ്റ്സിനൊപ്പം ഹോം ആൻഡ് കിച്ചൺ അപ്ലയൻസസ്, സ്മോൾ അപ്ലയൻസസ്, ഗ്ലാസ് ആൻഡ് ക്രോക്കറി ഐറ്റംസ് എന്നിവ ലഭ്യമാകുന്ന വിശാലമായ ഷോറൂമാണിത്. എല്ലാത്തരം ഡിജിറ്റൽ ഗാഡ്ജറ്റ്സും ഹോം അപ്ലയൻസസും കിച്ചൺ അപ്ലയൻസസും എല്ലാം ഇവിടെ അവൈലബിൾ ആണ്. ഉപ്പ് തൊട്ട് കർപ്പൂരം വരെ എന്ത് നിങ്ങൾക്ക് വീട്ടിലേക്ക് വാങ്ങിക്കണമെന്നുണ്ടെങ്കിലും ധൈര്യമായിട്ട് ഇങ്ങോട്ട് വരാം. നമ്മളിവിടെ വിസിറ്റ് ചെയ്യുമ്പോൾ തന്നെ നമുക്ക് കാണാൻ പറ്റും 50%, 45% എന്നൊക്കെ പറഞ്ഞാൽ അത്രയും ഹ്യൂജ് ഡിസ്കൗണ്ട്സും ഓഫേഴ്സും ഒക്കെയാണ് ഇനി വരുന്ന നാളുകളും പ്രത്യേകിച്ച് ക്രിസ്മസ് ന്യൂ ഇയർ സീസണിലേക്കൊക്കെ മൈജി പ്രൊവൈഡ് ചെയ്യുന്നത്. അതെല്ലാം മാക്സിമം യൂട്ടിലൈസ് ചെയ്യാം. മികച്ച ലോകോത്തര ബ്രാൻഡുകളുടെ സ്മാർട്ട് ഫോൺ, ടാബ്ലറ്റ് എന്നിവ മൈജിയിൽ ലഭ്യമാണ്. ഫീച്ചർ ഫോണുകൾ മുതൽ എല്ലാ സ്മാർട്ട് ഫോണുകളും മൈജി സ്പെഷ്യൽ പ്രൈസിൽ വാങ്ങാം. വിവിധ ബ്രാൻഡുകളുടെ ഏറ്റവും ലേറ്റസ്റ്റ് കളക്ഷനാണ് നമ്മുടെ സ്റ്റോറുകൾ നമ്മൾ ലഭ്യമാക്കുന്നത്. വീട്ടിലേക്ക് വേണ്ട എല്ലാവിധ പ്രൊഡക്റ്റുകളും നമുക്കിവിടെ ലഭ്യമാണ്. അതും ഇന്നത്തെ ഇനോഗ്രേഷനോടനുബന്ധിച്ച് വമ്പൻ വിലക്കുറവിലും മറ്റാരേക്കാൾ നൽകാത്ത ഏറ്റവും നല്ല ഓഫേഴ്സുകൾ തന്നെയാണ് നമ്മൾ കൊടുത്തു വരുന്നത്. ഇപ്പം നമുക്കറിയാം, നമ്മുടെ ആഘോഷവേളകൾ നടന്നുകൊണ്ടിരിക്കുന്നത് ക്രിസ്മസും ന്യൂ ഇയറൊക്കെ ആയിട്ട് അതിൻ്റെ ഒരു ഭയങ്കരമായ ഒരു ആഘോഷം തന്നെയാണ് മൈജിയിലും ഒരുങ്ങിക്കൊണ്ടിരിക്കുന്നതും പോയിക്കൊണ്ടിരിക്കുന്നതും. എല്ലാ ദിവസവും ഓരോ ലക്ഷാധിപതികളെയും അതേപോലെ തന്നെ ഓരോ വീക്ക് കൂടുന്ന സമയത്ത് ഓരോ ഗ്രാം ഗോൾഡ് കോയിൻ, അതേപോലെ തന്നെ റെഫ്രിജറേറ്റർ, വാഷിംഗ് മെഷീൻ, TV, AC ഇത്തരം പ്രൊഡക്റ്റുകളെല്ലാം ലക്കി ഡ്രോയിലൂടെ നമ്മുടെ ജനങ്ങൾക്ക് നമ്മൾ കൊടുക്കുന്നുണ്ട്. 120-ലധികം ഷോറൂമുകളാണ് നിലവിൽ മൈജിക്കുള്ളത്. ജനം, തൃശൂർ. അങ്ങനെ നമ്മുടെ പുത്തൻ പുലരിയുടെ സമയം കഴിയാറായിരിക്കുകയാണ്. എല്ലാ പ്രേക്ഷകർക്കും ഒരിക്കൽ കൂടി ശുഭദിനം ആശംസിക്കുന്നു. നന്ദി, നമസ്തേ.